ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത് ബിസിനസ്സിലെ വ്യത്യസ്തമായിട്ടുള്ള ധാർമ്മിക മൂല്യങ്ങൾ നടപ്പിലാക്കുമ്പോൾ എന്തൊക്കെ തരത്തിലാണ് ഏതൊക്കെ തരത്തിലുള്ള ഘടകങ്ങളാണ് ഈ ഒരു ധാർമ്മിക മൂല്യങ്ങളെ ബാധിക്കുന്നത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന് ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ നിന്നുള്ള ഘടകങ്ങളും അതുപോലെ തന്നെ ബിസിനസ് ഓർഗനൈസേഷൻ്റെ പുറത്തു നിന്നുള്ള ഘടകങ്ങളും ഈ ബിസിനസ്സിൽ നടപ്പിലാക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ധാർമ്മിക മൂല്യങ്ങളെ സ്വാധീനിക്കാറുണ്ട്. അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഘടകങ്ങളെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം പഠിക്കാൻ പോകുന്ന കാര്യമെന്ന് പറയുന്നത് ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് എത്തിക്സ്. അതായത് ബിസിനസ് ഓർഗനൈസേഷനിൽ അവലംബിക്കുന്ന അല്ലെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷനിൽ നടപ്പിലാക്കുന്ന ധാർമ്മിക മൂല്യങ്ങളെ ബിസിനസ്സിൻ്റെ അകത്തു നിന്നും ബാധിക്കുന്ന ഘടകങ്ങളെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇൻറ്റേർണൽ ഫാക്ടർ ഈസ് റെഫർ ടു ഫാക്ടർ ഇൻസൈഡ് ഓഫ് ദി ബിസിനസ് ഓർഗനൈസേഷൻ വിച്ച് ഹാവ് ഇൻഫ്ലുവൻസ് ദി ബിസിനസ് എത്തിക്സ്. ഇറ്റ് ഇൻക്ലൂഡ് ഓർഗനൈസേഷണൽ കൾച്ചർ, നേച്ചർ ഓഫ് ലീഡർഷിപ്പ് ആൻഡ് മോറൽ ഇൻസൈറ്റ് ഓഫ് ദി എംപ്ലോയീസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ നിന്നും ബിസിനസ്സിൽ നടപ്പിലാക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ധാർമ്മിക മൂല്യങ്ങളെയും നിയമങ്ങളെയും തത്വങ്ങളെയും ബാധിക്കുന്ന ഘടകങ്ങളെയാണ് ഇൻസൈഡ് ഫാക്ടർ എന്നുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അത് പ്രധാനമായിട്ടും ബിസിനസ് ഓർഗനൈസേഷൻ്റെ സാംസ്കാരിക മൂല്യങ്ങളോ അല്ല എങ്കിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷനെ നയിക്കുന്നതിലുള്ള മുൻപരിചയമുള്ള ആളുകളുടെ അനുഭവ പാഠങ്ങളോ അല്ല എങ്കിൽ ബിസിനസ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളി സമൂഹത്തിലെ ആളുകളുടെ മൂല്യങ്ങളോ കാഴ്ചപ്പാടുകളോ ഒക്കെ എന്ത് ചെയ്യും, ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ നടപ്പിലാക്കുന്ന ധാർമ്മിക മൂല്യങ്ങളെ ബാധിക്കുന്നതായിരിക്കും, സ്വാധീനിക്കുന്നതായിരിക്കും. അതിൻ്റെ അകത്ത് ഏറ്റവും ആദ്യത്തെ ഒരു കാര്യമാണ് ഓർഗനൈസേഷണൽ കൾച്ചർ എന്ന് പറയുന്നത്. അതായത് ബിസിനസ് ഓർഗനൈസേഷൻ്റെ സാംസ്കാരിക മൂല്യങ്ങൾ. പാരമ്പര്യമായിട്ട് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ പിന്തുടർന്നു പോരുന്ന വ്യത്യസ്തമായിട്ടുള്ള സാംസ്കാരിക മൂല്യങ്ങൾ ഒരു ബിസിനസ് ഓർഗനൈസേഷനിലുള്ള നല്ല രീതിയിലുള്ള ധാർമ്മിക മൂല്യങ്ങൾ കെട്ടിപ്പടുത്തുയർത്തുന്നതിൽ വലിയൊരു നിർണായകമായ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. ഇറ്റ് മീൻസ് ഓർഗനൈസേഷൻ കൾച്ചർ അഥവാ സംഘടനയുടെ ബിസിനസ് ഓർഗനൈസേഷൻ്റെ സംസ്കാരത്തെ പറ്റിയാണ് പറയുന്നത്. ഇറ്റ് മീൻസ് സെറ്റ് ഓഫ് വാല്യൂസ് ആൻഡ് പ്രാക്ടീസസ് ഫോളോഡ് ബൈ ആൻ ഓർഗനൈസേഷൻ വിച്ച് ഇസ് റിസൾട്ട് ഇസ് റെഗുലറൈസ്ഡ് പാറ്റേൺ ഓഫ് ബിഹേവിയർ ഇൻ ഇറ്റ്സ് പീപ്പിൾ. അതായത് ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ബിസിനസ് ഓർഗനൈസേഷൻ അതിന് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള മൂല്യങ്ങളും പ്രവർത്തന രീതികളും എങ്ങനെയായിരിക്കണമെന്ന് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ടാകും. അതിനനുസരിച്ച് ബിസിനസ് ഓർഗനൈസേഷൻ്റെ പ്രവർത്തനങ്ങളെ തിട്ടപ്പെടുത്തുന്നു. തൽഫലമായിട്ട് ബിസിനസ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകളും മറ്റ് വ്യക്തികളും ഈ ഒരു മൂല്യങ്ങൾക്കും അതുപോലെ തന്നെ പ്രവർത്തന രീതികൾക്കും അനുസൃതമായിട്ടായിരിക്കും ബിസിനസ്സിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് ദ ലെഗാസി ഓഫ് ഫോർമർ ലീഡർ ഹു എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് ഡെവലപ്ഡ് ഇൻ ദ ബിസിനസ്. ഫോർ എക്സാമ്പിൾ ദ ലെഗാസി ഓഫ് GRD ടാറ്റാസ് ഫോളോവ്ഡ് ബൈ ദ ടാറ്റ ഗ്രൂപ്പ് കമ്പനീസ്. ഓർഗനൈസേഷണൽ കൾച്ചർ, ലെഗാസി, ഇൻഫ്ലുവൻസ് ആൻഡ് എത്തിക്കൽ സ്റ്റാൻഡേർഡ് ഓഫ് ദി ബിസിനസ്. അതായത് ഇപ്പം നമ്മളുടെ ബിസിനസ് നമ്മുടെ രാജ്യത്ത് പല രീതിയിലുള്ള ബിസിനസ് സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഓരോ ബിസിനസ് സംരംഭങ്ങളും കെട്ടിപ്പടുത്ത് ഉയർത്തിയ വ്യക്തികൾ, ആ ബിസിനസ് സംരംഭത്തിന് ആരംഭം കുറിച്ചിരിക്കുന്ന വ്യക്തികൾ, ആ ബിസിനസ് ഓർഗനൈസേഷൻ ശരിയായ രീതിയിൽ വളർന്നു വരാൻ വേണ്ടിയുള്ള ചില നിയമങ്ങളും പ്രവർത്തന രീതികളും ബിസിനസ്സിൽ നടപ്പിലാക്കിയിട്ടുണ്ടാകും. ആ ഒരു പ്രവർത്തന രീതികളും പ്രവർത്തന മാനദണ്ഡങ്ങളും അനുസരിച്ചുകൊണ്ടായിരിക്കും ആ ബിസിനസ് ഓർഗനൈസേഷൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം വരുന്നത്. ഇപ്പോൾ GRD ടാറ്റ എന്ന് പറയുന്ന വ്യക്തിയാണ് ടാറ്റ ഗ്രൂപ്പ് ആൻഡ് ബിസിനസ്സിന് ആരംഭം കുറിച്ചത്. അദ്ദേഹം സ്ഥാപിച്ചിരിക്കുന്ന നിയമങ്ങൾക്കും അതുപോലെ തന്നെ മൂല്യങ്ങൾക്കും അതുപോലെ തന്നെ നിയമങ്ങൾക്കും മൂല്യങ്ങൾക്കും അനുസരിച്ചുകൊണ്ടാണ് ടാറ്റ ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസും അതുപോലെ തന്നെ ടാറ്റ ഗ്രൂപ്പും ഇത്രയും കാലമായിട്ടും ആ ഒരു പാരമ്പര്യവും ആ ഒരു മൂല്യങ്ങളും പിന്തുടർന്നാണ് ആ ബിസിനസ് സംരംഭത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ട് വരുന്നത്. ഇങ്ങനെ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ പാരമ്പര്യമായിട്ട് കെട്ടിപ്പടുത്ത് ഉയർത്തുന്ന വ്യത്യസ്തമായിട്ടുള്ള മൂല്യങ്ങളും തത്വങ്ങൾക്കും അനുസരിച്ചുകൊണ്ടായിരിക്കും ബിസിനസ് ഓർഗനൈസേഷൻ്റെ പ്രവർത്തനങ്ങൾ ഭാവിയിലേക്ക് തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ ഭാവിയിലേക്കുള്ള ബിസിനസ് ഓർഗനൈസേഷൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഈ പാരമ്പര്യമായിട്ടുള്ള വിശ്വാസങ്ങൾക്കും പാരമ്പര്യമായിട്ടുള്ള നിയമങ്ങൾക്കും അനുസരിച്ചായിരിക്കും. ഈ തരത്തിലുള്ള നിയമങ്ങളും മൂല്യങ്ങളും അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ബിസിനസ് ഓർഗനൈസേഷന് നല്ല രീതിയിലുള്ള ഒരു ധാർമ്മിക മൂല്യങ്ങൾ കീപ്പ് ചെയ്യുവാൻ സാധിക്കുന്നു. ഇതും ബിസിനസ് ഓർഗനൈസേഷനിൽ നടപ്പിലാക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ധാർമ്മിക മൂല്യങ്ങളെ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ് ആ ബിസിനസ് ഓർഗനൈസേഷനിൽ നടപ്പിലാക്കിയേക്കുന്ന പാരമ്പര്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യമാണ് നേച്ചർ ഓഫ് ലീഡർഷിപ്പ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ
നേച്ചർ ഓഫ് ബിസിനസ് ലീഡർഷിപ്പ്, അതായത് ഒരു ബിസിനസ് സംരംഭത്തിന് നേതൃത്വം വഹിക്കുന്ന ഉന്നത സ്ഥാനങ്ങളിലുള്ള വ്യക്തികൾ അവർ നടപ്പിലാക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള നേതൃപാഠവങ്ങളും അതുപോലെ തന്നെ നേതൃത്വ ഗുണവും ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ കാര്യക്ഷമതയുള്ള ധാർമ്മിക മൂല്യങ്ങൾ സ്ഥാപിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. അതാണ് തൊട്ട് താഴേക്ക് പറയുന്നത്. ദ ടൈപ്പ് ഓഫ് ലീഡർഷിപ്പ് ആൻഡ് അപ്രോച്ച് ഓഫ് ദി ലീഡേഴ്സ് ടുവേർഡ്സ് മോറൽ വാല്യൂസ് ഈസ് ഇൻഫ്ലുവൻസ് സെറ്റിംഗ് അപ്പ് ഓഫ് എത്തിക്കൽ സ്റ്റാൻഡേർഡ് ഓഫ് ദി ബിസിനസ്. അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ മുന്നോട്ട് നയിക്കുന്ന നേതൃപാഠവുമുള്ള വ്യത്യസ്തപരമായിട്ടുള്ള ലീഡർമാരുടെയും അവരുടെ മൂല്യങ്ങളും അവരുടെ ധാർമ്മിക സംസ്കാരവും ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ധാർമ്മികപരമായിട്ടുള്ള ഒരു പ്രവർത്തന നിലവാരം കെട്ടിപ്പടുത്തുയർത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇഫ് ദ ലീഡർ ആൻഡ് ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ് ഓഫ് എ ബിസിനസ് ഹൈലി കോൺഷ്യസ് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് പുഷിംഗ് മോറൽ വാല്യൂസ് ഓഫ് ദി ബിസിനസ്, ഒരു ബിസിനസ് ഓർഗനൈസേഷന് നേതൃത്വം വഹിക്കുന്ന വ്യക്തികളും അതുപോലെ തന്നെ ബിസിനസ് ഓർഗനൈസേഷനിലെ ഭരണഘടനാ സംവിധാനം നടപ്പിലാക്കുന്ന വ്യക്തികളും ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഭാവിയിലേക്കുള്ള വളർച്ചയ്ക്കും അതുപോലെ തന്നെ ബിസിനസ് ഓർഗനൈസേഷൻ്റെ സാമൂഹിക പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയും ബിസിനസ്സിൽ നടപ്പിലാക്കാൻ പോകുന്ന വ്യത്യസ്തമായിട്ടുള്ള ധാർമ്മിക മൂല്യങ്ങളെ കുറിച്ച് ബോധവാന്മാരും അതുപോലെ തന്നെ അതിനെപ്പറ്റി വളരെയധികം അറിവുള്ളവരുമായിരിക്കും. അവർ നടപ്പിലാക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള സാമൂഹിക സാംസ്കാരിക ധാർമ്മിക മൂല്യങ്ങൾക്കനുസരിച്ചായിരിക്കും ബിസിനസ് ഓർഗനൈസേഷൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ തരത്തിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ ബിസിനസ് ഓർഗനൈസേഷനിൽ ശരിയായ രീതിയിലുള്ള ധാർമ്മിക മൂല്യങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിൽ ബിസിനസ് ഓർഗനൈസേഷന് നേതൃത്വം വഹിക്കുന്ന നേതൃപാഠവുമുള്ള ആളുകളുടെ പ്രവർത്തന പരിചയവും അവരുടെ ധാർമ്മിക മൂല്യങ്ങളും വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മോറൽ ഇൻസൈറ്റ് ഓഫ് ദി എംപ്ലോയീസ്, അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വ്യത്യസ്ത പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്ന ജീവനക്കാരുടെ ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചയും എന്ത് ചെയ്യുന്നു, ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ക്രിയാത്മകതയുള്ളതും കാര്യക്ഷമതയുള്ളതുമായിട്ടുള്ള ധാർമ്മിക മൂല്യങ്ങൾ സ്ഥാപിക്കുന്നതിൽ വളരെയധികം സ്വാധീനം ചുമത്തുന്നുണ്ട്. ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. The awareness of the employees about moral values and principles is another factor which influence the business ethics. ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് ആ ബിസിനസ് ഓർഗനൈസേഷനിലെ ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ചുള്ള പരിജ്ഞാനമാണ് ആ ബിസിനസ് ഓർഗനൈസേഷനിൽ നടപ്പിലാക്കിയേക്കുന്ന ധാർമ്മിക മൂല്യങ്ങളുടെ വിജയത്തിൻ്റെ പിന്നിലെ രഹസ്യമെന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ നടപ്പിലാക്കിയിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ചുള്ള ആ ബിസിനസ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ പരിജ്ഞാനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അറിവെന്ന് പറയുന്നത് ആ ബിസിനസ് ഓർഗനൈസേഷനിലെ ധാർമ്മിക മൂല്യങ്ങളെ ശരിയായ രീതിയിൽ നടപ്പിലാക്കുന്നതിൽ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. ഇഫ് ദ എംപ്ലോയീസ് ഹാവ് ഡെഫിനിറ്റ് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ റെലവൻസ് ഓഫ് മോറൽ വാല്യൂസ് ഇൻ ദി ബിസിനസ്, അതായത് ഒരു ബിസിനസ്സിലെ ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ചുള്ള പരിജ്ഞാനവും അറിവും കൃത്യമായിട്ടും എംപ്ലോയീസും മനസ്സിലാക്കിയിട്ടുണ്ടാകണം. എങ്കിൽ മാത്രമേ അവയെ ശരിയായ രീതിയിൽ ബിസിനസ്സിൽ നടപ്പിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. ദെൻ ദേ മേ കോർപ്പറേറ്റ് വിത്ത് ദ മാനേജ്മെൻറ്റ് ടു എസ്റ്റാബ്ലിഷ് ആഡ്വക്കേറ്റ് എത്തിക്കൽ സ്റ്റാൻഡേർഡ് ഫോർ ദി ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ ശരിയായ നടത്തിപ്പിന് വേണ്ടി ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ അതിൻ്റെ മാനേജ്മെൻറ്റ് നടപ്പിലാക്കിയേക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ധാർമ്മിക മൂല്യങ്ങൾ, ധാർമ്മിക നിലവാരം, അതുപോലെ തന്നെ പ്രവർത്തന നിലവാരം ഇവയൊക്കെയും ശരിയായ രീതിയിൽ മനസ്സിലാക്കുകയും അതിനോട് എംപ്ലോയി സമൂഹം ശരിയായ രീതിയിൽ സഹകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ബിസിനസ്സിൽ വിജയകരമായിട്ട് ഈ ധാർമ്മിക മൂല്യങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി പുറത്തു നിന്നും എന്തൊക്കെ തരത്തിലുള്ള ഫാക്ടറുകളാണ് ബിസിനസ് ഓർഗനൈസേഷനിൽ നടപ്പിലാക്കുന്ന ധാർമ്മിക മൂല്യങ്ങളെ സ്വാധീനിക്കുന്നതെന്ന് നമുക്ക് പറഞ്ഞു നോക്കാം. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് മീൻസ് ഫാക്ടേഴ്സ് ഔട്ട്സൈഡ് എ ബിസിനസ് വിച്ച് exerts considerable influence on business ethics. അതായത് ബിസിനസ് ഓർഗനൈസേഷൻ്റെ വെളിയിലുള്ള ഘടകങ്ങളെയാണ് പ്രധാനമായിട്ടും എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് ബിസിനസ് ഓർഗനൈസേഷനിൽ നടപ്പിലാക്കിയേക്കുന്ന വ്യത്യസ്ത ധാർമ്മിക മൂല്യങ്ങളെ വളരെയധികം സ്വാധീനിക്കുന്ന ഒന്നാണ്. ഉദാഹരണം, ദേ ആർ സോഷ്യലി ഓർ ലീഗൽ സിസ്റ്റം, പൊളിറ്റിക്കൽ സിസ്റ്റം, ഇൻഡസ്ട്രി ആൻഡ് എത്തിക്കൽ ബിഹേവിയർ ഓഫ് ദി കോമ്പറ്റേറ്റേഴ്സ്. അതായത് സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, നിയമ, വ്യവസായ ഘടകങ്ങൾ, അതുകൂടാതെ തന്നെ ബിസിനസ് ഓർഗനൈസേഷൻ്റെ വെളിയിലുള്ള കോമ്പറ്റേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ പെരുമാറ്റ രീതി മുതലായവയൊക്കെയും ബിസിനസ്സിൽ നടപ്പിലാക്കിയേക്കുന്ന ധാർമ്മിക മൂല്യങ്ങളെ സ്വാധീനിക്കുന്ന ഒന്നാണ്. അതിൽ ആദ്യം വരുന്നൊരു കാര്യമാണ് സൊസൈറ്റി എന്ന് പറയുന്നത്.
അതായത് സൊസൈറ്റി ഈസ് റെഫർ ടു ദ കമ്മ്യൂണിറ്റി വിച്ച് എ ബിസിനസ് ഈസ് എക്സിറ്റ്. അതായത് ബിസിനസ് നിലനിൽക്കുന്ന സമൂഹത്തെയാണ് എന്തെന്ന് പറയുന്നത്, ബിസിനസ് നിലനിൽക്കുന്ന സാമൂഹിക ചുറ്റുപാടിനെയാണ് ബിസിനസ്സിൻ്റെ സൊസൈറ്റി കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഈ മോറൽ വാല്യൂസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഈസ് പെർസ്യൂഡ് ബൈ ദ സൊസൈറ്റി ഡിറ്റർമൈൻ ദ നേച്ചർ ഓഫ് എത്തിക്കൽ സ്റ്റാൻഡേർഡ് ആൻഡ് മെയിൻറ്റൈൻഡ് ബൈ എ ബിസിനസ്. ഒരു ബിസിനസ്സിൽ നടപ്പിലാക്കിയിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ധാർമ്മിക പ്രവർത്തന നിലവാരത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്, അല്ല എങ്കിൽ ഒരു ബിസിനസ്സിൽ നടപ്പിലാക്കിയേക്കുന്ന ധാർമ്മിക മൂല്യങ്ങളുടെ നിലവാരം എന്ന് പറയുന്നത്, നിലവാരത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ആ ബിസിനസ് നിലനിൽക്കുന്ന സമൂഹത്തിലെ ധാർമ്മിക നിയമങ്ങളുടെയും തത്വങ്ങളുടെയും അടിസ്ഥാനത്തിലായിരിക്കും പ്രധാനമായിട്ടും ആ ബിസിനസ്സിൽ നടപ്പിലാക്കിയേക്കുന്ന ധാർമ്മിക പ്രവർത്തന നിലവാരത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബിസിനസ്സിൽ നടപ്പിലാക്കിയിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ധാർമ്മിക മൂല്യങ്ങളും അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ധാർമ്മിക തത്വങ്ങളും ആ ബിസിനസ് നിലനിൽക്കുന്ന സമൂഹത്തിലെ ചുറ്റുപാടുകൾക്ക് അനുസരിച്ചായിരിക്കും ആ ബിസിനസ് നിലനിൽക്കുന്ന സമൂഹത്തിലെ ധാർമ്മിക മൂല്യങ്ങൾക്കും ധാർമ്മിക പ്രിൻസിപ്പിൾസും ധാർമ്മിക തത്വങ്ങൾക്കും അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ബിസിനസ്സിൽ ഈ തരത്തിലുള്ള ധാർമ്മിക മൂല്യങ്ങളും ധാർമ്മിക തത്വങ്ങളും രൂപം കൊടുത്തിരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫർദർ ദ സൊസൈറ്റി ഈസ് എക്സ്പെക്ട് മെനി ബെനിഫിറ്റ് ഫ്രം ദ സൊസൈറ്റി such as employment, environmentally friendly operations, shares, etc. But if the operations of business is fun, unethical, detrimental to the common interest of the society, it may convene and that ബിസിനസ് ഒബ്സർവ് എത്തിക്കൽ സ്റ്റാൻഡേർഡ് ഇൻ ഇറ്റ്സ് ഓപ്പറേഷൻ. അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ നിലനിൽക്കുന്ന സമൂഹത്തിലെ ആളുകൾ ബിസിനസ് ഓർഗനൈസേഷനിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സാമൂഹിക ചുറ്റുപാടുകൾക്ക് അനുസൃതമായിട്ടുള്ള ബിസിനസ്സിൻ്റെ സൗഹാർദ്ദപരമായിട്ടുള്ള ഇടപെടലുകൾ, സമൂഹത്തിലെ ബിസിനസ് നിലനിൽക്കുന്ന സമൂഹത്തിലെ ആളുകൾക്ക് ധാരാളം തൊഴിലവസരങ്ങൾ, ഇതുകൂടാതെ തന്നെ ബിസിനസ് നിലനിൽക്കുന്ന സമൂഹത്തിലെ ആളുകൾക്ക് ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുവാൻ വേണ്ടിയുള്ള അവസരം, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ആ ബിസിനസ് നിലനിൽക്കുന്ന സമൂഹത്തിലെ ആളുകൾ ബിസിനസ്സിൽ നിന്നും പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു നിയമത്തിന് എഗനസ്റ്റ് ആയിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ ബിസിനസ് നിലനിൽക്കുന്ന സമൂഹത്തിലെ ധാർമ്മിക മൂല്യങ്ങൾക്കും അതുപോലെ തന്നെ ധാർമ്മിക തത്വങ്ങൾക്കും എഗനസ്റ്റ് ആയിട്ടാണ് ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ എങ്കിൽ അത് കൃത്യമായിട്ടും ആ സമൂഹത്തിലെ ആളുകൾക്ക് അസ്വസ്ഥതയും അസഹാര്യവും ഉണ്ടാക്കുന്ന ഒന്നാണ് എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. പിന്നെ മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊരു ബിസിനസ്സിൻ്റെയും പ്രവർത്തന നിലവാരമെന്ന് പറയുന്നത് അത് നിലനിൽക്കുന്ന സമൂഹത്തിൻ്റെ സാമൂഹിക ചുറ്റുപാടുകൾക്കും സാമൂഹിക നിയമങ്ങൾക്കും അനുസൃതമായിട്ട് ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ നിലനിന്ന് പോകണമെന്നുള്ളത് നിർബന്ധമാണ്. എങ്കിൽ മാത്രമേ ആ ബിസിനസ് ഓർഗനൈസേഷൻ ആ സമൂഹത്തിൽ ദീർഘകാലം നിലനിൽപ്പുണ്ടാവുകയുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ സമൂഹത്തിൽ ബിസിനസ് നിലനിൽക്കുന്ന സമൂഹത്തിലെ പരിസ്ഥിതിയിലെ നിയമങ്ങളും തത്വങ്ങളും ധാർമ്മിക മൂല്യങ്ങളും ആ ബിസിനസ്സിൽ നടപ്പിലാക്കിയേക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ധാർമ്മിക മൂല്യങ്ങൾക്കും നിയമങ്ങൾക്കും സമൂഹത്തിലെ ധാർമ്മിക മൂല്യങ്ങൾക്കൊക്കെ വിധേയമായിട്ടായിരിക്കും ബിസിനസ്സിൽ അത് നടപ്പിലാക്കിയേക്കുന്നത്. ഇനി മറ്റൊരു കാര്യമാണ് ലീഗൽ സിസ്റ്റം എന്ന് പറയുന്നത്. ലീഗൽ സിസ്റ്റം ഈസ് റെഫർ ടു എ സിസ്റ്റം ഓഫ് ലോ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ എ കൺട്രി. ലോ ആക്ട് ആസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ടു പ്രൊട്ടക്ട് ദ റൈറ്റ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് സിറ്റിസൺ ഓഫ് എ കൺട്രി. അതായത് നമ്മുടെ രാജ്യത്തെ പൗരന്മാരുടെ അവകാശങ്ങളും അധികാരങ്ങളും സംരക്ഷിച്ചു നിർത്തുവാൻ വേണ്ടി നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയേക്കുന്ന നിയമങ്ങളെയാണ് ലീഗൽ സിസ്റ്റം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഈ ലീഗൽ സിസ്റ്റവും ബിസിനസ്സിൽ നടപ്പിലാക്കിയേക്കുന്ന ധാർമ്മിക മൂല്യങ്ങളെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തെ ഓരോ പൗരന്മാരുടെയും അവകാശങ്ങളെയും അധികാരങ്ങളെയും സംരക്ഷിക്കുന്ന രീതിയിലാണ് നമ്മുടെ രാജ്യത്തെ നിയമ സംവിധാനങ്ങൾ നടപ്പിലാക്കിയേക്കുന്നത്. ഈ നിയമങ്ങളും നിയമ സംവിധാനങ്ങളും അനുസരിച്ചുകൊണ്ട് വേണം ബിസിനസ്സിലെ ധാർമ്മിക മൂല്യങ്ങൾ നടപ്പിലാക്കുവാൻ. The ethical standard is formulated by a business or accordance with the law of the state. ബിസിനസ് നിലനിൽക്കുന്നത് ഏത് സംസ്ഥാനത്താണോ ആ സംസ്ഥാനത്തെ നിയമ സംഹിതകൾക്കും വ്യവസ്ഥകൾക്കും അനുസൃതമായിട്ടായിരിക്കും ആ ബിസിനസ്സിൽ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ധാർമ്മിക നിലവാരം തീരുമാനിക്കുന്നത്. ഇഫ് ദ ethical standard is contravenue the law of any respect of that would affect the legitimacy. ഇനി ബിസിനസ്സിൽ നടപ്പിലാക്കിയേക്കുന്ന ഈ ബിസിനസ്സിൽ നടപ്പിലാക്കിയേക്കുന്ന ധാർമ്മിക മൂല്യങ്ങൾ ആ ബിസിനസ്സിൽ നിലനിൽക്കുന്ന സമൂഹത്തിലെ നിയമങ്ങൾക്ക് എഗനസ്റ്റ് ആയിട്ടാണ് അല്ലെങ്കിൽ നിയമങ്ങൾ ലംഘിക്കുന്ന തരത്തിലുള്ളവയാണ് എങ്കിൽ അത് തീർച്ചയായിട്ടും ആ ബിസിനസ്സിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെ വളരെയധികം ബാധിക്കുക തന്നെ ചെയ്യും.
അപ്പോൾ നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് ആ ബിസിനസ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സമൂഹത്തിലെ നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് വേണം എന്ത് ചെയ്യാൻ, ബിസിനസ്സിലെ ധാർമ്മിക മൂല്യങ്ങൾ നടപ്പിലാക്കുവാൻ. ഇനി മറ്റൊരു കാര്യമാണ് പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്, രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലുകൾ. ദ ടൈപ്പ് ഓഫ് പൊളിറ്റിക്കൽ സിസ്റ്റം ഇസ് എക്സിറ്റ് ഇൻ ദ കൺട്രി ഈസ് ആൻ അനദർ മേജർ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദി ബിസിനസ് എത്തിക്സ്. നമ്മുടെ ബിസിനസ് നിലനിൽക്കുന്ന രാജ്യത്തെ രാഷ്ട്രീയപരമായിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത് ബിസിനസ്സിൽ നടപ്പിലാക്കാൻ പോകുന്ന ധാർമ്മിക നിലവാരത്തെയും ധാർമ്മിക നിയമങ്ങളെയും വളരെയധികം സ്വാധീനിക്കും. The vision and the legacy of the political leaders largely contribute to the ethical standard of the business. അതായത് രാഷ്ട്രീയ നേതാക്കളുടെയും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കളുടെ കാഴ്ചപ്പാടും അവരുടെ പാരമ്പര്യ സംസ്കാരവും ബിസിനസ്സിൽ ആ രാജ്യത്ത് നിലനിൽക്കുന്ന ബിസിനസ്സുകളുടെ ധാർമ്മിക മൂല്യങ്ങളിലേക്ക് ധാരാളം സംഭാവനകൾ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, രാഷ്ട്രീയപരമായിട്ടുള്ള ആളുകളുടെ കാഴ്ചപ്പാടുകളും പാരമ്പര്യവും സംസ്കാരവും അവരുടെ ധാർമ്മിക മൂല്യങ്ങളും ഒരു രാജ്യത്തിലെ ബിസിനസ്സിലെ സാംസ്കാരിക സാമൂഹ്യ മൂല്യങ്ങളിൽ തയ്യാറാക്കുമ്പോൾ അത് വളരെയധികം സ്വാധീനം ഉണ്ടാക്കുന്നുണ്ട്. അതിന് ഉദാഹരണമാണ് മഹാത്മാഗാന്ധിയുടെ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിൻ്റെ പാരമ്പര്യപരമായിട്ടുള്ള സാംസ്കാരിക മൂല്യങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും. അതനുസരിച്ചുകൊണ്ടാണ് ഇന്ത്യയിലെ മിക്ക ബിസിനസ് സ്ഥാപനങ്ങളുടെയും ധാർമ്മിക മൂല്യങ്ങൾ കെട്ടിപ്പടുത്ത് ഉയർത്തിയിരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യമാണ് ഇൻഡസ്ട്രി അഥവാ വ്യവസായം എന്ന് പറയുന്നത്. എത്തിക്കൽ കോഡ് ഓഫ് കോണ്ടക്ട് ഈസ് മെയിൻറ്റൈൻഡ് ബൈ ദി ഇൻഡസ്ട്രീസ് ഇൻഫ്ലുവൻസ് ദ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദി ഫേം. ഒരു വ്യവസായിക ലോകത്ത് നടപ്പിലാക്കിയേക്കുന്ന ധാർമ്മിക മൂല്യങ്ങളും ധാർമ്മിക നീതികളും ആ വ്യവസായത്തിൽ നിലനിൽക്കുന്ന ബിസിനസ് ഫേമുകളുടെ ധാർമ്മിക നിലവാരങ്ങളെയും ധാർമ്മിക മൂല്യങ്ങളെയും വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. Industry may give adequate direction and issues guidelines to the firms setting up of ethical standard. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ പ്രവർത്തന നിലവാരത്തെയും ധാർമ്മിക നിലവാരത്തെയും കെട്ടിപ്പടുത്ത് ഉയർത്തുന്നതിന് വേണ്ടിയുള്ള മാർഗനിർദ്ദേശങ്ങളും നിയമങ്ങളും ആ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ നിലനിൽക്കുന്ന വ്യവസായ മേഖലയിലെ ആളുകൾ നൽകുന്നുണ്ട്. അതിനനുസരിച്ച് കൊണ്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ആ ബിസിനസ് ഫേമിൽ നടപ്പിലാക്കിയേക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ധാർമ്മിക നിയമങ്ങളും അതുപോലെ തന്നെ ധാർമ്മിക നിലവാരവും പടുത്തുയർത്തേണ്ടത്. ഒരു ബിസിനസ് നിലനിൽക്കുന്നത് ഏത് വ്യാവസായിക സാഹചര്യത്തിലാണോ ആ വ്യാവസായിക സാഹചര്യത്തിലെ നിയമങ്ങൾക്കും അതുപോലെ തന്നെ സാമൂഹ്യ മാനദണ്ഡങ്ങൾക്കും അനുസരിച്ച് കൊണ്ടായിരിക്കണം ആ വ്യവസായ മേഖലയിൽ നിലനിൽക്കുന്ന ബിസിനസ് ഫേമുകളിൽ നടപ്പിലാക്കേണ്ട വ്യത്യസ്തമായുള്ള ധാർമ്മിക മൂല്യങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും നിലവാരം നിശ്ചയിക്കേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്തിക്കൽ ബിഹേവിയേഴ്സ് ഓഫ് കോമ്പറ്റേറ്റേഴ്സ്. അതായത് ഏതൊരു വ്യവസായത്തിൽ ഏതൊരു ബിസിനസ്സുകാരും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഇഷ്യൂ ആണ് കോമ്പറ്റേറ്റേഴ്സ് എന്ന് പറയുന്നത്. കോമ്പറ്റേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ ശരിയായ രീതിയിലുള്ള സാമൂഹ്യ മാനദണ്ഡങ്ങളും സാമൂഹ്യ നിലവാരവും സാമൂഹ്യ ഉത്തരവാദിത്വം പൂർത്തീകരിക്കുകയാണ് എങ്കിൽ അവരോട് മത്സരിച്ച് നിൽക്കണമെങ്കിൽ തങ്ങളുടെ ബിസിനസ്സിലും കോമ്പറ്റേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ അവരുടെ ബിസിനസ്സിൽ നടപ്പിലാക്കിയേക്കുന്ന സാമൂഹ്യ നിലവാരവും സാമൂഹ്യ ഉത്തരവാദിത്തങ്ങളുടെയും അടിസ്ഥാനത്തിൽ വേണം തങ്ങളുടെ ബിസിനസ്സിലും എന്ത് നടപ്പിലാക്കാൻ, വ്യത്യസ്തമായിട്ടുള്ള ധാർമ്മിക മൂല്യങ്ങളും ധാർമ്മിക നിലവാരവും തയ്യാറാക്കാൻ. അല്ല എങ്കിൽ കോമ്പറ്റേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകളോട് ബിസിനസ് ലോകത്ത് അല്ലെങ്കിൽ വാണിജ്യ വ്യാപാര ലോകത്ത് മത്സരിച്ച് നിൽക്കുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എത്തിക്കൽ ബിഹേവിയർ ഓഫ് ദി കോമ്പറ്റേറ്റിംഗ് ഫേംസ് ഇൻഡ്യൂസ് ദ ബിസിനസ് ബിഹേവ് എത്തിക്കലി എസ്റ്റാബ്ലിഷ് മോറൽ കോഡ് ഓഫ് കോണ്ടാക്ട്. അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ നിലനിൽക്കുന്ന വ്യാപാര വാണിജ്യ ലോകത്ത് ആ ബിസിനസ് ഫേമിൽ വ്യത്യസ്തമായിട്ടുള്ള ധാർമ്മിക മൂല്യങ്ങളും ധാർമ്മിക സംസ്കാരങ്ങളും നടപ്പിലാക്കുമ്പോൾ ആ ബിസിനസ് ഓർഗനൈസേഷൻ്റെ കോമ്പറ്റേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ അവരുടെ ബിസിനസ് ഫേമിൽ നടപ്പിലാക്കിയേക്കുന്ന ധാർമ്മിക മൂല്യങ്ങളും ധാർമ്മിക സംസ്കാരങ്ങളും ഈ ഒരു ബിസിനസ് ഫേമിൻ്റെ ധാർമ്മിക മൂല്യങ്ങളെയും ധാർമ്മിക നിലവാരങ്ങളെയും വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. കാരണം കോമ്പറ്റേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ നടപ്പിലാക്കുന്ന ധാർമ്മിക മൂല്യങ്ങളെക്കാൾ കൂടുതൽ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ആളുകളെയും സമൂഹത്തെ സ്വാധീനിക്കുന്ന തരത്തിലായിരിക്കണം തങ്ങളുടെ ബിസിനസ് ഫേമിൻ്റെ ധാർമ്മിക മൂല്യങ്ങളും സമൂഹത്തോടുള്ള ഉത്തരവാദിത്വവും നടപ്പിലാക്കേണ്ടത്. ഈ തരത്തിലുള്ള കാര്യങ്ങൾ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ പുറത്തു നിന്നും ബിസിനസ് ഓർഗനൈസേഷൻ നടപ്പിലാക്കാൻ പോകുന്ന ധാർമ്മിക മൂല്യങ്ങളെ വളരെയധികം സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്. ഇത്രയുമാണ് പ്രധാനമായിട്ടും ബിസിനസ്സിൽ നടപ്പിലാക്കാൻ പോകുന്ന ധാർമ്മിക മൂല്യങ്ങളെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തൊക്കെ തരത്തിലുള്ള ആർഗ്യുമെൻറ്റ്സ് ഇൻ ഫേവർ ഓഫ് ദി ബിസിനസ് എത്തിക്സ്. പ്രധാനമായിട്ടും ബിസിനസ്സിൽ നടപ്പിലാക്കിയേക്കുന്ന ധാർമ്മിക മൂല്യങ്ങളെ അനുകൂലിക്കുന്ന ചില പ്രതിവാദങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യമാണ് ബിസിനസ് എത്തിക്സ് പ്രൊവൈഡ് എ ടൂൾ ഓഫ് ഡിസൈഡിങ് വെദർ എ പർട്ടിക്കുലർ ആക്ടിവിറ്റി ഷുഡ് ബി ഓർ പെർഫോംഡ് ഓർ നോട്ട്.
അതായത് ബിസിനസ്സിൽ ഒരു കാര്യം ചെയ്യണമോ വേണ്ടയോ എന്ന് ബിസിനസ്സിൽ ഒരു കാര്യം ചെയ്യണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ടൂളാണ് അല്ലെങ്കിൽ ഒരു ഉപകരണമാണ് എന്തെന്ന് പറയുന്നത് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. ബിസിനസ്സിലെ ശരിയായ കാര്യങ്ങൾ, തെറ്റായ കാര്യങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങൾ, ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ മുതലായവ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു പ്രവർത്തന നിലവാരത്തെ വേണമെങ്കിൽ നമുക്ക് ബിസിനസ് എത്തിക്സ് എന്ന് പറയാൻ സാധിക്കും. ഇറ്റ് ഈസ് ക്ലിയർലി ഡിറ്റർമൈൻ ഗുഡ് ബാഡ്, റൈറ്റ് ഓർ റോങ്, ജസ്റ്റിസ് ആൻഡ് ഇൻജസ്റ്റിസ്, വെർച്യൂ ആൻഡ് വൈസ് ആക്ഷൻസ് ആൻഡ് പെർഫോമൻസ് ഓഫ് എ ബിസിനസ് ആൻഡ് ദസ് ഹെൽപ്സ് ആൻഡ് എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, ധാർമ്മിക മൂല്യത്തിൻ്റെ ബിസിനസ്സിൽ നടപ്പിലാക്കിയേക്കുന്ന ധാർമ്മിക മൂല്യങ്ങൾ ബിസിനസ്സിൽ ശരിയായ രീതിയിലുള്ള ധാർമ്മിക തീരുമാനങ്ങൾ എടുക്കുവാൻ ബിസിനസ്സിനെ സഹായിക്കുന്നു. ബിസിനസ്സിൽ നല്ലത് ഏതാണ്, ചീത്ത ഏതാണ്, ശരി ഏതാണ്, തെറ്റേതാണ്, നീതി ഏതാണ്, അനീതി ഏതാണ്, അധർമ്മം ഏതാണ്, സൽക്കർമ്മം ഏതാണ്, ഈ മുതലായ എല്ലാ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ബിസിനസ്സിൽ ശരിയായ രീതിയിലുള്ള ധാർമ്മിക തീരുമാനങ്ങൾ എടുക്കാൻ ബിസിനസ്സിൻ്റെ സഹായിക്കുന്ന ഒരു പ്രവർത്തന നിലവാരത്തെയാണ് നമ്മൾ ബിസിനസ് എത്തിക്സ് കൊണ്ട് അർത്ഥമാക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യമാണ് ബിസിനസ് എത്തിക്സ് ഇസ് ക്രിയേറ്റ് എ ഫ്രെയിം വർക്ക് ഫോർ പ്രൊസീഡിങ് റൈറ്റ് ആക്ഷൻസ്. അതായത് ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ ശരിയായ ദിശയിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു നിലവാര മൂല്യങ്ങളുടെ ഒരു കൂട്ടത്തെയാണ് പ്രധാനമായിട്ടും ബിസിനസ് എത്തിക്സ് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഒരു ബിസിനസ്സിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ശരിയായ ദിശയിൽ കൊണ്ടുവരാൻ അല്ലെങ്കിൽ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തന നിലവാരങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് എന്തെന്ന് പറയുന്നത് ധാർമ്മിക മൂല്യങ്ങൾ എന്ന് പറയുന്നത്. ബിസിനസ് എത്തിക്സ് ഈസ് കൺസേൺഡ് വിത്ത് അബൌട്ട് ദ വാല്യൂസ് ഓഫ് അതേഴ്സ്, വാല്യൂസ് ഓഫ് സൊസൈറ്റി ആൻഡ് വാല്യൂസ് ഓഫ് ദി ഓർഗനൈസേഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സിൽ നടപ്പിലാക്കിയേക്കുന്ന ധാർമ്മിക മൂല്യങ്ങൾ പ്രധാനമായിട്ടും ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്നത് സമൂഹത്തിലെ ആളുകളുടെ ധാർമ്മിക മൂല്യങ്ങളുടെയും അതുപോലെ തന്നെ മറ്റ് ബിസിനസ് ഓർഗനൈസേഷനുകളുടെ ധാർമ്മിക മൂല്യങ്ങളുടെയും അതുപോലെ തന്നെ ഓരോ വ്യക്തികളുടെയും ധാർമ്മിക മൂല്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ബിസിനസ്സിൽ ധാർമ്മികപരമായിട്ടുള്ള നിലവാരത്തെ നടപ്പിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള ആളുകളോടുമുള്ള ധാർമ്മികത പാലിക്കുവാൻ ബിസിനസ്സുകാർ ബാധ്യസ്ഥരുമാണ്. പിന്നെ മറ്റൊരു കാര്യമാണ് ബിസിനസ് എത്തിക്സ് ഇസ് എ സെറ്റ് ഓഫ് കോഡ് ഓഫ് കോണ്ടക്ട് ഫോർ ദ ബിസിനസ് വിച്ച് റിഫൈൻ ആക്ഷൻ പെർഫോമൻസ് ഓഫ് ദി ബിസിനസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സിൻ്റെ പ്രവർത്തനക്രമവും ബിസിനസ്സിൻ്റെ ചുമതലകളും ബിസിനസ്സിൻ്റെ ഉത്തരവാദിത്തങ്ങളും പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള ഒരു നിയമസംഹിതയായിട്ടാണ് പ്രധാനമായിട്ടും ബിസിനസ്സിൽ നടപ്പിലാക്കിയേക്കുന്ന ധാർമ്മിക മൂല്യങ്ങൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. Business ethics tries to implant moral values in the functional areas of the business. ബിസിനസ്സിൽ നടപ്പിലാക്കിയേക്കുന്ന ധാർമ്മിക മൂല്യങ്ങൾ ബിസിനസ്സിൻ്റെ ഓരോ പ്രവർത്തന മേഖലകളിലും ഓരോ ധാർമ്മികതയും നട്ടുപിടിപ്പിക്കുവാൻ അല്ലെങ്കിൽ വളർത്തിയെടുക്കുവാൻ ശ്രമിക്കുന്നു. ബിസിനസ്സിൽ നടപ്പിലാക്കിയേക്കുന്ന ധാർമ്മിക മൂല്യങ്ങളും ധാർമ്മിക നിയമങ്ങളും ബിസിനസ് ഏർപ്പെടുന്ന ഓരോരോ പ്രവർത്തന മേഖലകളിലും ഓരോ പലതരത്തിലുള്ള ധാർമ്മിക ഉത്തരവാദിത്തങ്ങളെ ചുമതലപ്പെടുത്തുന്നതിനും അത് പൂർത്തീകരിക്കുന്നതിനും ബിസിനസ്സിനെ സഹായിക്കുന്നു. ആ തരത്തിൽ ബിസിനസ്സിൻ്റെ ഓരോ പ്രവർത്തന മേഖലകളിലും ധാർമ്മിക ഉത്തരവാദിത്തം സ്ഥാപിച്ചെടുക്കുന്നതിന് ബിസിനസ്സിൽ നടപ്പിലാക്കിയിരിക്കുന്ന ധാർമ്മിക മൂല്യങ്ങൾ സഹായിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യമാണ് ദ എത്തിക്കൽ സ്റ്റാൻഡേർഡ് സെറ്റ് ബൈ ദ ബിസിനസ് എത്തിക്സ് ഫെസിലിറ്റേറ്റ് ടു ഗുഡ് ഗവേണൻസ് സിസ്റ്റം ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു നല്ല രീതിയിലുള്ള ധാർമ്മിക മൂല്യങ്ങൾ നടപ്പിലാക്കിയിരിക്കുന്ന ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഭരണ സംവിധാനങ്ങൾ കാര്യക്ഷമമായിട്ട് പൂർത്തീകരിക്കുവാൻ ബിസിനസ് ഓർഗനൈസേഷന് സാധിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യമാണ് ബിസിനസ് എത്തിക്സ് ഈസ് നെസസറി ടു അവോയ്ഡ് ദ ഡിസ്ക്രിമിനേഷൻ ആൻഡ് എൻഷുർ ദി ഇക്വിറ്റി ഓഫ് ദി ബിസിനസ്. ബിസിനസ്സിലെ എല്ലാ മേഖലകളിലും തുല്യ അവകാശങ്ങളും ഉറപ്പുവരുത്തുന്നതിന് ധാർമ്മികത ബിസിനസ്സിനെ സഹായിക്കുന്നു. നീതി നിഷേധത്തെ ഇല്ലാതാക്കി മാറ്റുവാൻ ബിസിനസ്സിനെ ധാർമ്മിക മൂല്യങ്ങൾ സഹായിക്കുന്നു. ഇനി എന്താണ് ഈ ബിസിനസ്സിൽ ഈ ധാർമ്മിക മൂല്യങ്ങൾ നടപ്പിലാക്കുന്നതുകൊണ്ടുള്ള പ്രധാനപ്പെട്ട എഗനസ്റ്റ് ആയിട്ടുള്ള വാല്യൂസ് എന്തൊക്കെയാണെന്ന് നമുക്ക് പറഞ്ഞു നോക്കാം. എത്തിക്കൽ ആൻഡ് മോറൽ വാല്യൂസ് ഹാവ് നോ റോൾ ബിസിനസ് ആക്ടിവിറ്റീസ്. ബിസിനസ് ഓപ്പറേഷൻ ആർ എഫക്റ്റീവ്ലി റെഗുലേറ്റഡ് ബൈ ദി ലോ. ബിസിനസ്സിൽ പ്രധാനമായിട്ടും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ബിസിനസ്സിൻ്റെ ഓരോരോ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. ബിസിനസ്സിൻ്റെ ഓരോ ചുമതലകളും ഉത്തരവാദിത്തങ്ങളും സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കുവാനും ബിസിനസ്സിൻ്റെ തെറ്റായിട്ടുള്ള നടപടികളും തെറ്റായിട്ടുള്ള പ്രവർത്തനങ്ങളെയും നിയന്ത്രിച്ച് നിർത്തുന്നത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. അല്ലാണ്ട് ബിസിനസ്സിലെ ധാർമ്മിക മൂല്യങ്ങളല്ല. ബിസിനസ്സിലെ ധാർമ്മിക മൂല്യങ്ങൾക്ക് വലിയ പ്രാധാന്യമൊന്നും ഇല്ല എന്നാണ് ബിസിനസ്സിൽ നടപ്പിലാക്കാൻ പോകുന്ന ധാർമ്മിക മൂല്യങ്ങൾക്ക് എഗനസ്റ്റായിട്ട് വാദിക്കുന്ന ആളുകൾ പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യമാണ് മോറൽ ഒബ്ലിഗേഷൻസ് ആർ ഫുൾഫിൽഡ് ത്രൂ കംപ്ലയൻസ് വിത്ത് ലീഗൽ ഫോർമാലിറ്റീസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ബിസിനസ്സിൽ നടപ്പിലാക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള നിയമത്തിലൂടെയാണ് ബിസിനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ധാർമ്മിക ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കുന്നത്. അല്ലാണ്ട് ബിസിനസ്സിൽ നടപ്പിലാക്കുന്ന ധാർമ്മിക മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല ബിസിനസ്സിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ധാർമ്മിക ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കുന്നത് എന്നാണ് പറയുന്നത്.
പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോർ വാല്യൂസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ആർ മെൻറ്റ് ഫോർ പേഴ്സണൽ ലൈഫ് നോട്ട് ആപ്ലിക്കബിൾ ഇൻ ബിസിനസ്. അതായത് വ്യക്തിഗത ജീവിതത്തിലാണ് ധാർമ്മിക തത്വങ്ങൾക്കും ധാർമ്മിക മൂല്യങ്ങൾക്കും പ്രധാനമായിട്ടും പ്രാധാന്യമുള്ളത്. അല്ലാതെ ബിസിനസ്സിൻ്റെ ലാഭം നേടുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ബിസിനസ് വ്യാവസായിക വ്യാപാര പ്രവർത്തനങ്ങളിൽ അല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. എത്തിക്സ് ആൻഡ് ബിസിനസ് ഈസ് ടു കോൺഫ്ലിക്റ്റിംഗ് ഏരിയാസ് വിച്ച് ഇസ് കനോട്ട് മിക്സ്ഡ് വിത്ത് വൺ അനദർ. അതായത് ധാർമ്മിക മൂല്യങ്ങളും അതുപോലെ തന്നെ ബിസിനസ് എന്ന് പറയുന്നതും രണ്ടും രണ്ട് കാഴ്ചപ്പാടുള്ള സമീപന രീതികളാണ്. ഇവയെ രണ്ടും ഒരു സ്ഥലത്ത് ഒരുമിച്ച് പ്രവർത്തിപ്പിക്കുന്നത് നല്ലതല്ല. അവിടെ അത് തർക്കമുണ്ടാക്കാനേ അത് കാരണമാവുകയുള്ളൂ എന്നാണ് ഈ ബിസിനസ് എത്തിക്സിനെ എതിർക്കുന്നവർ പറയുന്നത്. ഇനി എന്തൊക്കെ തരത്തിലുള്ള സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ആണ് പ്രധാനമായിട്ടും ബിസിനസ്സിനുള്ളതെന്നാണ് നമ്മൾ അടുത്ത ടോപ്പിക്കിൽ പരിചയപ്പെടാൻ പോകുന്നത്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ബിസിനസ്. നമുക്കറിയാം ബിസിനസ് എന്ന് പറയുന്നത് ഒരു സാമൂഹിക പരിസ്ഥിതിയിലാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളും ബിസിനസ്സിൻ്റെ ചുമതലകളും സാമൂഹിക നീതിക്ക് അനുസൃതമായിട്ടും ആയിരിക്കണം പൂർത്തിയാക്കേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന പദത്തെ പ്രധാനമായിട്ടും ഉപയോഗിച്ചിരിക്കുന്നത്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് സമൂഹത്തോടുള്ള ബിസിനസ് പ്രവർത്തനങ്ങളുടെയും ബിസിനസ്സിൻ്റെയും ബാധ്യതയെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒരു പദം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതാണ് പറഞ്ഞിരിക്കുന്നത്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഈസ് ദ ടേം യൂസ്ഡ് ടു ഡിനോട്ട് ദ സോഷ്യൽ ഒബ്ലിഗേഷൻ ഓഫ് ദി ബിസിനസ് വൈൽ പെർഫോമിംഗ് ദി ആക്ടിവിറ്റീസ്. അതായത് വൈൽ പെർഫോമിംഗ് ഇറ്റ്സ് ആക്ടിവിറ്റീസ്. അതായത് ബിസിനസ് തങ്ങളുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവരുടെ സമൂഹത്തോടുള്ള ബാധ്യത എന്തുമാത്രമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദമാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അഥവാ സാമൂഹ്യ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ഇറ്റ്സ് എബൌട്ട് ഹൗ കമ്പനീസ് പെർഫോം ബിസിനസ് ഫങ്ഷൻസ് ടു പ്രൊഡ്യൂസ് ഓവറോൾ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഓൺ ദി സൊസൈറ്റി. അതായത് ബിസിനസ്സുകാർ തങ്ങളുടെ പ്രവർത്തനങ്ങളുമായിട്ടും തങ്ങളുടെ പ്രവർത്തനങ്ങളും ചുമതലകളും പൂർത്തീകരിക്കുമ്പോൾ അവർക്ക് എന്തുമാത്രം പോസിറ്റീവായിട്ടുള്ള ഒരു സ്വാധീനം സമൂഹത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സമൂഹത്തിൽ പോസിറ്റീവായിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അന്തരീക്ഷം എങ്ങനെ സമൂഹത്തിൽ സൃഷ്ടിക്കാൻ സാധിക്കുന്നുണ്ട്, അത് അറിയാൻ വേണ്ടിയാണ് പ്രധാനമായിട്ടും സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന പദം നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഈസ് എ കൺസെപ്റ്റ് വിച്ച് എൻകറേജ് ദ ബിസിനസ് എൻ്റർപ്രൈസസ് ടു പെർഫോം ദെയർ ആക്ടിവിറ്റീസ് ഇൻ എ മാനർ ദാറ്റ് മീറ്റ് ഓർ എക്സീഡ് ദ എത്തിക്കൽ ലീഗൽ കൊമേഴ്ഷ്യൽ എക്സ്പെക്റ്റേഷൻസ് ഓഫ് ദി സൊസൈറ്റി. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമൂഹിക ഉത്തരവാദിത്വം എന്നുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് സമൂഹത്തിൻ്റെ ധാർമ്മികപരവും വാണിജ്യപരവുമായ കാഴ്ചപ്പാടുകൾ നിറവേറ്റുന്ന രീതിയിൽ ബിസിനസ് സംരംഭകർ അവരുടെ പ്രവർത്തനങ്ങൾ നടത്തുവാൻ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ആശയത്തെയാണ്, അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാടിനെയാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അതായത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന പദം ബിസിനസ്സിൽ ഉപയോഗിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് സമൂഹത്തിൻ്റെയും ധാർമ്മികപരവും അതുപോലെ തന്നെ നിയമപരവും അതുപോലെ തന്നെ വ്യാപാര വ്യാവസായികപരവുമായിട്ടുള്ള കാഴ്ചപ്പാടുകളെ പൂർത്തീകരിക്കുവാൻ വേണ്ടി ബിസിനസ്സുകാർ നടത്തുന്ന വ്യത്യസ്ത പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ആശയത്തെയാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന പദം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഇറ്റ് എക്സാമിൻ വാട്ട് ബിസിനസ് ഗീവ് ടു സൊസൈറ്റി ഇൻ ബോർഡ് പെർസ്പെക്റ്റീവ്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഈസ് കണ്ടിന്യൂയിങ് കമ്മിറ്റ്മെൻറ്റ് ഓഫ് ബിസിനസ് ബിഹേവ് എത്തിക്കലി കോൺട്രിബ്യൂട്ട് ടു ഓവറോൾ ഡെവലപ്മെൻറ്റ് വൈൽ സാറ്റിസ്ഫാക്ടറി മീറ്റിംഗ് ദ disgravement interest of its shareholders as well as of the society as whole. അതായത് ഈ സമൂഹത്തിന് വേണ്ടി ബിസിനസ്സുകാർ എന്ത് ഉത്തരവാദിത്തമാണ് പൂർത്തിയാക്കുന്നത് എന്നാണ് പ്രധാനമായിട്ടും ഈ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന പദത്തിൽ കൂടി നമ്മൾ, അല്ലെങ്കിൽ ആശയത്തിൽ കൂടി നമ്മൾ പരിശോധിക്കുന്നത്. ഇതുകൂടാതെ തന്നെ സാമൂഹിക ഉത്തരവാദിത്വം എന്നുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് ഒരു ബിസിനസ് ധാർമ്മിക മൂല്യങ്ങൾ അതിൻ്റെ ധാർമ്മിക മൂല്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനും അതുകൂടാതെ തന്നെ അത് ഏത് സമൂഹത്തിലാണോ ആ ഒരു ബിസിനസ് സ്ഥാപനം നിലനിൽക്കുന്നത് ആ സമൂഹത്തിലെ സമഗ്ര വികസനം ഉറപ്പുവരുത്തുന്നതിനും വേണ്ടിയുള്ള സമൂഹത്തോടുള്ള ബിസിനസ് സ്ഥാപനത്തിൻ്റെ പ്രതിബദ്ധതയാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു ബിസിനസ് സ്ഥാപനം അത് നിലനിൽക്കുന്ന സമൂഹത്തോടുള്ള അതിൻ്റെ ധാർമ്മിക മൂല്യങ്ങളുടെ പൂർത്തീകരണവും അതുപോലെ തന്നെ അത് നിലനിൽക്കുന്ന സമൂഹത്തിലെ വികസനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുടെ പ്രതിബദ്ധതയും ആണ് പ്രധാനമായിട്ടും സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതുകൂടാതെ തന്നെ ആ ബിസിനസ് സ്ഥാപനത്തിൻ്റെ പങ്കാളികളോടും സമൂഹത്തോടുമുള്ള
ബിസിനസ്സിൻ്റെ ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കുന്നത് വഴി ബിസിനസ് നിലനിൽക്കുന്ന സമൂഹത്തോടും അതിൻ്റെ പങ്കാളികളുടെയും ആവശ്യങ്ങളെയും അതുപോലെ തന്നെ അവരോടുള്ള അവരുടെ പ്രതിബദ്ധതയും അവരോടുള്ള ഉത്തരവാദിത്വവും ബിസിനസ്സിന് പൂർത്തീകരിക്കാൻ സാധിക്കുന്നു. ബിസിനസ് നിലനിൽക്കുന്ന സമൂഹത്തോടും അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ പങ്കാളികളാകുന്ന ആളുകളോടുമുള്ള പ്രതിബദ്ധതയും അതുപോലെ തന്നെ ധാർമ്മിക മൂല്യങ്ങളുടെ പൂർത്തീകരണവും ഇതുകൂടാതെ തന്നെ അവരുടെ അവകാശങ്ങളുടെ സംരക്ഷണവുമാണ് പ്രധാനമായിട്ടും ബിസിനസ് സാമൂഹിക ഉത്തരവാദിത്തത്തിൽ കൂടി പൂർത്തീകരിക്കുന്നത്. ഇനി എന്തൊക്കെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് ബിസിനസ്സിൻ്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യമാണ് ടു ക്യാരി ഔട്ട് ഓൺ ബിസിനസ് ആക്ടിവിറ്റീസ് ഇൻ എ എത്തിക്കൽ വേ ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് ഓൾ ദി സൊസൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ബിസിനസ്സിലെ സാമൂഹിക ഉത്തരവാദിത്വം എന്ന് പറയുന്ന ഒരു പ്രതിബദ്ധത ബിസിനസ്സിൽ കൊണ്ടുവന്നേക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ധാർമ്മിക മൂല്യങ്ങൾക്കും അതുപോലെ തന്നെ സാമൂഹിക താല്പര്യങ്ങൾക്കും അനുസൃതമായിട്ടാണ് നടക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പ്രധാനമായിട്ടും ബിസിനസ്സിലെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒരു പ്രതിബദ്ധത കൊണ്ടുവന്നിരിക്കുന്നത്. ടു ഫേവറബിളി അഡ്രസ് സോഷ്യൽ നീഡ്സ് ആൻഡ് എക്സ്പെക്റ്റേഷൻ, അതായത് സാമൂഹികപരമായിട്ടുള്ള ആവശ്യങ്ങളെയും കാഴ്ചപ്പാടുകളെയും പരിഹരിക്കുന്നതിനും പൂർത്തീകരിക്കുന്നതിനും വേണ്ടിയുള്ള ബിസിനസ്സിൻ്റെ പ്രതിബദ്ധതയെ സൂചിപ്പിക്കുന്ന ഒന്നാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യമാണ് ടു ആക്ട് ഗീവ് മോർ ദാൻ ലീഗൽ റിക്വയർമെൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ഏത് പാരിസ്ഥിതിക ചുറ്റുപാടിലാണോ അല്ലെങ്കിൽ ഏത് സമൂഹത്തിലാണോ നിലനിൽക്കുന്നത് ആ സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം നിയമങ്ങളിൽ കൂടി പറഞ്ഞ് ഒരു ബിസിനസ് സ്ഥാപനം അതിനേക്കാൾ ഉപരി സ്വയം തോന്നി ആ ഒരു ബിസിനസ് സ്ഥാപനം സമൂഹത്തോടുള്ള അതിൻ്റെ ഉത്തരവാദിത്തങ്ങളും ബിസിനസ് സ്ഥാപനത്തിൻ്റെ പ്രതിബദ്ധതകളും പൂർത്തീകരിക്കുവാൻ വേണ്ടിയാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം ബിസിനസ്സിൽ നടപ്പിലാക്കിയേക്കുന്നത്. നമ്മൾക്കറിയാം ഓരോ ബിസിനസ് സ്ഥാപനവും സാമൂഹികമായിട്ട് പാലിക്കേണ്ട ഓരോ ഉത്തരവാദിത്തങ്ങളെ പറ്റിയും ഓരോരോ നിയമങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. അതുമാത്രമല്ല അതിനേക്കാൾ ഉപരിയായിട്ട് ബിസിനസ്സുകാർ കൂടുതൽ സമൂഹത്തിലേക്ക് ഇറങ്ങി വരികയും സമൂഹത്തോടുള്ള അവരുടെ ഓരോ ഉത്തരവാദിത്വവും നിയമത്തിനേക്കാൾ ഉപരിയായിട്ട് ചെയ്യുവാൻ വേണ്ടി അവരെ നിർബന്ധിക്കുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. തൽഫലമായിട്ട് നിയമത്തിൽ കൂടി പറയുന്നതിനേക്കാൾ നിയമത്തിൻ്റെ കാഴ്ചപ്പാടിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ തങ്ങൾക്ക് സ്വയം തോന്നി സമൂഹത്തോടുള്ള പ്രതിബദ്ധത പൂർത്തീകരിക്കുവാൻ ബിസിനസ്സുകാരെ സഹായിക്കുന്ന ഒന്നാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒരു ചുമതല. പിന്നെ മറ്റൊരു കാര്യമാണ് ടു ഒബ്സർവ് ഇക്വിറ്റി വൈൽ മീറ്റിംഗ് ദ റിക്വയർമെൻറ്റ്സ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓഫ് ദി ബിസിനസ്. അതായത് ബിസിനസ്സിൻ്റെ ഉടമസ്ഥന്മാരും അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ മറ്റ് പങ്കാളികളാകുന്ന വ്യക്തികളുടെയും ആവശ്യകതകൾ ബിസിനസ് പൂർത്തീകരിക്കുന്നത് തുല്യമായ രീതിയിലാണ് എന്ന് ഉറപ്പുവരുത്തുവാൻ സാമൂഹിക ഉത്തരവാദിത്തം ബിസിനസ്സിനെ സഹായിക്കുന്നു. ടു എൻഫോഴ്സ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ആൻ ഓർഗനൈസേഷൻ ടുവാർഡ്സ് എൻവയോൺമെൻറ്റ്, കൺസ്യൂമേഴ്സ്, എംപ്ലോയീസ് ആൻഡ് അതർ മെമ്പേഴ്സ് ഓഫ് ദി സൊസൈറ്റി. ഒരു ബിസിനസ് ഓർഗനൈസേഷന് അത് നിലനിൽക്കുന്ന പരിസ്ഥിതിയിലെ എല്ലാ ചുറ്റുപാടുകളോടുമുള്ള ഉത്തരവാദിത്തം പൂർണ്ണമായിട്ടും നിർവഹിക്കുവാൻ ബിസിനസ് ഓർഗനൈസേഷനെ പ്രാപ്തമാക്കുവാൻ സഹായിക്കുന്ന ഒന്നാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ബിസിനസ്സിനും ബിസിനസ്സിൻ്റെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ ഘടകങ്ങളോടുമുള്ള ഉത്തരവാദിത്തം പൂർത്തിയാക്കുന്നതിൽ ബിസിനസ്സിനെ സഹായിക്കുന്ന ഒന്നാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒരു ഘടകം. ബിസിനസ്സിൻ്റെ എംപ്ലോയീസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ കൺസ്യൂമേഴ്സ് ആയിക്കോട്ടെ, അതർ മെമ്പേഴ്സ് ഓഫ് സൊസൈറ്റി ബാക്കിയുള്ള മെമ്പർ ആയിക്കോട്ടെ, അങ്ങനെയുള്ള ബിസിനസ് നിലനിൽക്കുന്ന സൊസൈറ്റിയിലെ ബാക്കിയുള്ള അംഗങ്ങളായിക്കോട്ടെ, അവരോടൊക്കെയുള്ള എല്ലാ ഉത്തരവാദിത്വവും പൂർത്തീകരിക്കുവാൻ ബിസിനസ് ഓർഗനൈസേഷന് സാധിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ സാധിക്കുന്നു. പിന്നെ എന്തൊക്കെ തരത്തിൽ ബിസിനസ് തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ സമൂഹത്തോടുള്ള തങ്ങളുടെ പ്രതിബദ്ധതകൾ പൂർത്തീകരിക്കുമ്പോൾ എന്തൊക്കെ രീതിയിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഫോളോ ചെയ്യേണ്ടത് പിന്തുടരേണ്ടത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തന്നിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യമാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഹോണറിംഗ് ദി റൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവകാശങ്ങളെ ബഹുമാനിക്കുക എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ബിസിനസ് നിലനിൽക്കുന്ന സമൂഹത്തിലെ ആളുകളോടും അതുപോലെ തന്നെ ബിസിനസ് നിലനിൽക്കുന്ന സമൂഹത്തിലെ പല ഘടകങ്ങളോടുമുള്ള ഉത്തരവാദിത്വം പൂർത്തിയാക്കുമ്പോൾ ബാക്കിയുള്ള അംഗങ്ങളുടെ അവകാശങ്ങളെയും അതുപോലെ തന്നെ അവരുടെ റൈറ്റ്സിനെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത്. നമുക്ക് വായിച്ചു നോക്കാം എന്താ പറഞ്ഞേക്കണേന്ന്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഈസ്
business organization to honor the right of the society and its member, which include right of human beings and environment. A business should ensure the operations are conformity with the rights of different stakeholders. സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം ബിസിനസ് നിലനിൽക്കുന്ന പരിസ്ഥിതിയിലെ ആളുകളുടെ അവകാശങ്ങളെയും അവരുടെ അധികാരങ്ങളെയും ബഹുമാനിക്കുവാൻ പ്രേരിപ്പിക്കുന്നു. അതിൻ്റെ അകത്ത് ബിസിനസ്സിൻ്റെ പരിസ്ഥിതിയിലുള്ള ആളുകളും അതുപോലെ തന്നെ എന്താണ് ബിസിനസ്സിൻ്റെ ചുറ്റുപാടുമുള്ള ആളുകളുടെയും അവകാശങ്ങൾ അതിൻ്റെ അകത്ത് കടന്നു വരും. ഇതുകൂടാതെ തന്നെ പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് അതിൻ്റെ വ്യാപാര വാണിജ്യ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ ബിസിനസ് നിലനിൽക്കുന്ന സമൂഹത്തിലെയും വാണിജ്യ വ്യാപാര ലോകത്തെയും ആളുകളുടെ അവകാശങ്ങളെയും അധികാരങ്ങളെയും അവരുടെ താല്പര്യങ്ങളെയും അവരുടെ മൗലിക അവകാശങ്ങളെയും ഹനിക്കുന്ന രീതിയിലാകരുത്, അല്ലെങ്കിൽ എന്താണ് മുറിവേൽപ്പിക്കുന്ന രീതിയിലാകരുത് ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ. അപ്പോൾ സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം ബിസിനസ്സിനെ ബാക്കിയുള്ള ബിസിനസ് നിലനിൽക്കുന്ന സമൂഹത്തിലെ ആളുകളുടെ അവകാശങ്ങളെ എങ്ങനെയാണ് മാനിക്കേണ്ടത്, എങ്ങനെയാണ് അവരുടെ മൗലിക അവകാശങ്ങളെ മുറിവേൽക്കാത്ത രീതിയിൽ ബിസിനസ് പ്രവർത്തനങ്ങൾ നടത്തേണ്ടതെന്ന് ബിസിനസ്സിനെ ഓർമ്മപ്പെടുത്താൻ സഹായിക്കുന്നു. ഇതുകൂടാതെ തന്നെ ബിസിനസ്സിൽ പങ്കാളികളാകുന്ന ആളുകളുടെയും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വ്യക്തികളുടെയും എല്ലാവർക്കും തുല്യമായ അവകാശവും തുല്യമായിട്ടുള്ള അധികാരവും കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുവാനും ബിസിനസ്സിന് തുല്യമായ അധികാരം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനും ബിസിനസ്സിന് സാധിക്കുന്നു. ഇതാണ് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന പ്രിൻസിപ്പിൾസ് ഓഫ് കോൺട്രാക്ട് റൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് നിലനിൽക്കുന്ന സമൂഹത്തിലെ ആളുകളുടെ അവകാശങ്ങളെയും അവരുടെ മൗലിക ഉത്തരവാദിത്തങ്ങളെയും അതുപോലെ തന്നെ മൗലിക ധാർമ്മിക മൂല്യങ്ങളെയും ബഹുമാനിക്കാൻ ബിസിനസ് പ്രതിബദ്ധതയുള്ള ഒരു ആളാണ്. തൽഫലമായിട്ട് എന്താണ് ബിസിനസ്സിന് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ സാമൂഹിക ഉത്തരവാദിത്വം എന്ന് പറയുന്ന ഒരു ഘടകം ബിസിനസ് നിലനിൽക്കുന്ന പരിസ്ഥിതിയിൽ മറ്റുള്ളവരുടെ അവകാശങ്ങളെയും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളെയും ബഹുമാനിക്കുവാൻ വേണ്ടിയുള്ള ഒരു അവസരം പ്രദാനം ചെയ്യുന്നു. തൽഫലമായിട്ട് ബിസിനസ് സമൂഹത്തിൽ ചെയ്യുന്ന ഓരോ വ്യാപാര വാണിജ്യ പ്രവർത്തനങ്ങളും ബിസിനസ് നിലനിൽക്കുന്ന പരിസ്ഥിതിയിലെ ആളുകൾക്കും അവരുടെ അവകാശങ്ങൾക്കും മുറിവേൽക്കാത്ത തരത്തിലാകുമെന്ന് ഉറപ്പുവരുത്താൻ ബിസിനസ്സിന് ഇത് സഹായിക്കുന്നു. ഇതുകൂടാതെ തന്നെ ബിസിനസ്സിൻ്റെ ഉള്ളിലുള്ള ആളുകൾക്കും ബിസിനസ്സിൻ്റെ പുറത്തുള്ള ആളുകൾക്കും തുല്യമായ രീതിയിലുള്ള എല്ലാ മര്യാദകളും എല്ലാ ധാർമ്മിക മൂല്യങ്ങളും ധാർമ്മിക അവകാശങ്ങളും ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ ബിസിനസ്സിന് ഇത് പ്രാപ്തമാക്കുന്നു. പിന്നെ മറ്റൊരു കാര്യമാണ് പ്രിൻസിപ്പിൾസ് ഓഫ് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് തുല്യമായിട്ടുള്ള അല്ലെങ്കിൽ സന്തുലിതമായിട്ടുള്ള ഒരു അവകാശ തത്വം. അതാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഈ ഒരു സുസ്ഥിര തത്വം പ്രധാനമായിട്ടും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള പദ്ധതികളും അതുപോലെ തന്നെ ഉത്തരവാദിത്തങ്ങളും വിഭാവനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് പ്ലാൻ ചെയ്യുമ്പോൾ അത് നമ്മുടെ സമൂഹത്തിലെ ആളുകൾക്ക് സാമൂഹികമായിട്ടും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും ദീർഘകാലഘട്ടത്തേക്ക് വികസനം നൽകുന്ന തരത്തിലായിരിക്കണം ബിസിനസ്സിൻ്റെ ഓരോ പദ്ധതികളും പ്രവർത്തനങ്ങളും തയ്യാറാക്കേണ്ടത് എന്നാണ് പറഞ്ഞു വരുന്നത്. ദ പ്രിൻസിപ്പിൾസ് സ്റ്റേറ്റഡ് ദാറ്റ് ദ ബിസിനസ് പ്രാക്ടീസസ് ഷുഡ് ബി കോൺട്രിബ്യൂട്ട് ടു ദ ബാലൻസ്ഡ് ലോങ് ടൈം എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്. അതായത് സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും ദീർഘകാലഘട്ടത്തേക്ക് സന്തുലിതമായ വികസനം നൽകുന്ന രീതിയിലായിരിക്കണം ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളും പദ്ധതികളും വിഭാവനം ചെയ്യേണ്ടത് എന്നാണ് ഈ ഒരു പ്രിൻസിപ്പിൾ അനുസരിച്ച് പറയുന്നത്. അതായത് നമ്മൾ ഒരു ബിസിനസ് എന്ന് പറയുന്നത് ബിസിനസ് നിലനിൽക്കുന്ന സമൂഹത്തിൽ ധാരാളം വികസനങ്ങൾ കൊണ്ടുവരുന്നതിന് കാരണമായി മാറുന്നു. തൽഫലമായിട്ട് ബിസിനസ് നടപ്പിലാക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങളും പദ്ധതികളും ബിസിനസ് നിലനിൽക്കുന്ന ചുറ്റുപാടിൽ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും ദീർഘകാലഘട്ടത്തേക്ക് വികസനം കൊണ്ടുവരുന്ന തരത്തിലായിരിക്കണം ഓരോ പദ്ധതികളും അതുപോലെ തന്നെ ഓരോ പ്ലാനുകളും തയ്യാറാക്കേണ്ടത്. പിന്നെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യമാണ് ദ സോഷ്യൽ റിസോഴ്സസ് മസ്റ്റ് ബി യൂസ്ഡ് ഇൻ എ വേ ടു അഡ്രസ് ദ നീഡ്സ് ബോത്ത് പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ ജനറേഷൻ. അതായത് ബിസിനസ്സുകാർ അവരുടെ വ്യാവസായിക ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നത് സാമൂഹികപരമായിട്ടുള്ള റിസോഴ്സുകളെയായിരിക്കും, പ്രകൃതിദത്ത റിസോഴ്സുകളെയായിരിക്കും ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ തരത്തിലുള്ള റിസോഴ്സുകളെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ പ്രസൻറ്റിലെ അവസ്ഥയും അതായത് നമ്മുടെ വർത്തമാന കാലഘട്ടത്തിലെയും അതുപോലെ തന്നെ ഭാവി കാലഘട്ടത്തിലെയും ആവശ്യങ്ങളെ നിറവേറ്റുന്ന തരത്തിലായിരിക്കണം ഈ പ്രകൃതി റിസോഴ്സുകളെ ബിസിനസ് ഫേം അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടത്. ആ തരത്തിൽ പ്രകൃതി തന്നെ റിസോഴ്സ് ഉറവിടങ്ങൾ ബിസിനസ്സുകാർ ഏറ്റവും ഫലപ്രദമായ രീതിയിൽ വേണം വിനിയോഗിക്കുവാൻ. അത് ഭാവി തലമുറകളിലേക്കും കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതിയിലായിരിക്കണം ബിസിനസ് ഫേമിൻ്റെ ഓരോ പദ്ധതികളും പ്ലാനുകളും തയ്യാറാക്കേണ്ടതും.
നമുക്കറിയാം ഈ പ്രകൃതി റിസോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ബിസിനസ്സുകാർ വ്യാപാര വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഉൽപ്പന്നങ്ങളും സേവനങ്ങളും തയ്യാറാക്കുന്നത് അല്ലേ. അപ്പോൾ തൽഫലമായിട്ട് അവരുടെ അമിതമായ ചൂഷണം സാമൂഹികപരമായിട്ട് ഈ ബിസിനസ്സുകാർ നടത്തുന്ന അവരുടെ ശേഷലാഭത്തിന് അവരുടെ ശേഷിക്ക് വേണ്ടിയും അതുപോലെ തന്നെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയും അവർ പ്രകൃതി റിസോഴ്സുകളെ അല്ലെങ്കിൽ പ്രകൃതി ഉറവിടങ്ങളെ പ്രകൃതി വിഭവങ്ങളെ അന്യായമായിട്ട് ഉപയോഗിക്കുന്നത് സാമൂഹികപരമായിട്ടുള്ള വിപത്ത് അല്ലെങ്കിൽ ആപത്ത് വരുത്തി വെക്കുന്നതിന് കാരണമായി മാറുന്നു. ഇത് സാമൂഹികപരമായിട്ടുള്ള ധാർമ്മിക മൂല്യത്തിന് എഗനസ്റ്റ് ആണെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ബിസിനസ്സുകാർ ഓരോ പദ്ധതികളും അതുപോലെ തന്നെ ഓരോ പ്ലാനുകളും തയ്യാറാക്കുമ്പോഴും അവരുടെ ഓരോ പ്രവർത്തനങ്ങളും ചുമതലകളും പൂർത്തീകരിക്കുന്നത് സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും ദീർഘകാലഘട്ടത്തേക്ക് വികസനം കൊണ്ടുവരുന്ന രീതിയിലുമായിരിക്കണം. ഇതുകൂടാതെ തന്നെ പ്രകൃതി തന്നെ റിസോഴ്സുകളെ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നാച്ചുറൽ റിസോഴ്സുകളെ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ അത് വർത്തമാന കാലഘട്ടം പ്രസൻറ്റിലെയും അതുപോലെ തന്നെ വർത്തമാന കാലഘട്ടത്തിലെയും അല്ല എങ്കിൽ എന്താണ് ഫ്യൂച്ചർ നീഡ്സ് അല്ലെങ്കിൽ ഭാവി കാല ആവശ്യങ്ങളെയും മുൻകൂട്ടി കണ്ടതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ, പ്രകൃതി റിസോഴ്സുകളെ യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ പ്രകൃതി റിസോഴ്സുകളെ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ അവിടെ ഒരു സന്തുലിത അവസ്ഥ നിലനിർത്തുവാൻ നമ്മൾ ഇരിക്കുന്ന കാലഘട്ടത്തിലും അതുപോലെ തന്നെ ഭാവി കാലഘട്ടത്തിലേക്കും വേണ്ടി പ്രകൃതി റിസോഴ്സുകളെ സന്തുലിതമായിട്ട് വിനിയോഗിക്കുവാൻ ബിസിനസ്സുകാർ ശ്രമിക്കണമെന്നാണ് പറഞ്ഞു വരുന്നത്. It is a moral responsibilities of the business to preserve the environment and resource for meeting the needs of future generation. അതായത് ബിസിനസ്സുകാരുടെ ഒരു സാമൂഹിക ഉത്തരവാദിത്തമാണ് എന്തെന്ന് പറയുന്നത് പ്രകൃതി റിസോഴ്സുകളെയും പ്രകൃതി ഉറവിടങ്ങളെയും പ്രകൃതി വിഭവങ്ങളെയും അതുപോലെ തന്നെ എന്താണ് ബിസിനസ് നിലനിൽക്കുന്ന പരിസ്ഥിതിയെയും ഭാവി തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ വേണ്ടി ഫലപ്രദമായ രീതിയിൽ കൈമാറ്റം ചെയ്യുക എന്നത് ഏതൊരു ബിസിനസ് സംരംഭത്തിൻ്റെയും ഉത്തരവാദിത്തം തന്നെയാണ്. ഇത് ഫലപ്രദമായിട്ട് പൂർത്തീകരിക്കുവാൻ ബിസിനസ്സുകാർ പരമാവധി ശ്രമിക്കണം. അതിനനുസരിച്ചുകൊണ്ടായിരിക്കണം അവരുടെ ധാർമ്മിക മൂല്യങ്ങളും അവരുടെ ബിസിനസ് പദ്ധതികളും ബിസിനസ് ലക്ഷ്യങ്ങളും സ്ഥാപിക്കേണ്ടത്. A firm has to work with the government and civil society to clearly understand the role and responsibilities of sustainable development of the society. ഒരു ബിസിനസ് ഫേം ഒരു സാമൂഹിക ചുറ്റുപാടിൽ ഒരു സാമൂഹിക ചുറ്റുപാടിൽ നിന്നുകൊണ്ട് സമൂഹത്തോടും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഒപ്പവും തന്നെ തുല്യ പങ്കാളിത്തത്തോടു കൂടി നിന്നുകൊണ്ട് അവർ മനസ്സിലാക്കണം ഏത് രീതിയിലാണ് ഒരു സമൂഹത്തിൻ്റെ സുസ്ഥിര വികസനം സാധ്യമാവുക. അതിനനുസരിച്ചുകൊണ്ട് വേണം പദ്ധതികളും പ്ലാനുകളും തയ്യാറാക്കുവാൻ. അപ്പോൾ ബിസിനസ് നിലനിൽക്കുന്ന സാമൂഹിക ചുറ്റുപാടിൻ്റെ സുസ്ഥിര വികസനത്തിനും അതുപോലെ തന്നെ സന്തുലിതമായ വികസനത്തിനും സഹായിക്കുന്ന തരത്തിലുള്ള പദ്ധതികളും പ്ലാനുകളും ആയിരിക്കണം ബിസിനസ് തയ്യാറാക്കേണ്ടത്. അത് ഗവൺമെൻറ്റും അതുപോലെ തന്നെ ബാക്കിയുള്ള സാമൂഹിക ചുറ്റുപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാമൂഹിക ആളുകളുമായിട്ടും അതുപോലെ തന്നെ ഗവൺമെൻറ്റുമായിട്ടും തുല്യ പങ്കാളിത്തത്തോടു കൂടി നിന്നുകൊണ്ട് ബിസിനസ് നിലനിൽക്കുന്ന പരിസ്ഥിതിയിലെ അല്ലെങ്കിൽ സമൂഹത്തിലെ ആളുകളുടെ സന്തുലിത വികസനം സാധ്യമാകുന്ന തരത്തിലായിരിക്കണം ഓരോ ബിസിനസ് പദ്ധതികളും തയ്യാറാക്കേണ്ടത്. പിന്നെ മറ്റൊരു കാര്യമാണ്, അതായത് ബിസിനസ് ഓർഗനൈസേഷനുകൾ അത് നിലനിൽക്കുന്ന സമൂഹത്തിലെ വൈവിധ്യത്തെ ബഹുമാനിക്കുവാൻ സാധിക്കുന്ന തരത്തിലായിരിക്കണം അതിൻ്റെ ധാർമ്മിക മൂല്യങ്ങളും സാമൂഹിക ഉത്തരവാദിത്തങ്ങളും പൂർത്തീകരിക്കേണ്ടത്. അതായത് ഇപ്പം നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ പല രീതിയിലുള്ള ആളുകളും ഉണ്ടാകും. കറുത്ത ആളുകൾ, വെളുത്ത ആളുകൾ, അതുപോലെ തന്നെ സ്ത്രീ, പുരുഷൻ, അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സ്, അതുപോലെ തന്നെ പല കാസ്റ്റുള്ള ആളുകളുണ്ടാകും, പല ഏജിലുള്ള ആളുകളുണ്ടാകും. ഇങ്ങനെ പല നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് വളരെയധികം വൈവിധ്യത്തിൽ ജീവിക്കുന്ന ഒരാളുകളുടെ വലിയൊരു കളക്ഷനാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ വളരെയധികം വൈവിധ്യത്തോട് ജീവിക്കുന്ന വളരെയധികം വർണ്ണ വൈവിധ്യങ്ങളോട് കൂടി ജീവിക്കുന്ന അനേകം ആളുകളുടെയും അനേകം വ്യക്തികളുടെയും ഒരു സമ്പൂർണ്ണ രൂപമാണ് നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ബിസിനസ്സിൻ്റെ സാമൂഹിക ഉത്തരവാദിത്തങ്ങളും അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ സാമൂഹിക പ്രതിബദ്ധതകളും പൂർത്തീകരിക്കുമ്പോൾ ഈ വൈവിധ്യങ്ങളോട് വേർതിരിവ് കാണിക്കുവാനോ അല്ലായെങ്കിൽ വർണ്ണവിവേചനം കാണിക്കുവാനോ വൈവിധ്യ വിവേചനം കാണിക്കുവാനോ മുതിരരുത്. അവരെന്ത് ചെയ്യണം? അവർ എപ്പോഴും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ സാമൂഹ്യ വൈവിധ്യങ്ങൾ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളും അതുപോലെ തന്നെ തങ്ങളുടെ ധാർമ്മിക പ്രതിബദ്ധതകളും പൂർത്തീകരിക്കേണ്ടത് തുല്യമായ രീതിയിലായിരിക്കണം. ആരോടും അനീതിയോടുകൂടി അല്ലെങ്കിൽ ഒരു തുല്യത ഇല്ലാത്ത രീതിയിൽ ആകരുത് അവരുടെ ഓരോ ഉത്തരവാദിത്തങ്ങളും. അതാണ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത്. ആൻഡ് ഓർഗനൈസേഷൻ ഷുഡ് നോട്ട് ഡിസ്ക്രിമിനേറ്റ് its people on the basis of gender, religion, race, nationality, disability, age, political affiliation. A firm has to recognize its diversity and show the respect to it all business practices. അതായത്
ബിസിനസ് ഓർഗനൈസേഷനുകൾക്ക് സമൂഹത്തിലെ വൈവിധ്യങ്ങളെ ബഹുമാനിക്കുവാൻ സാധിച്ചിട്ടുണ്ടാകണം. ഒരു ബിസിനസ് ഓർഗനൈസേഷനും അത് നിലനിൽക്കുന്ന സമൂഹത്തിലെ ആളുകളെ വിവേചന രീതിയിൽ കാണരുത്. അവരുടെ ഉത്തരവാദിത്തങ്ങളും വിവേചന രീതിയോടുകൂടി ആയിരിക്കരുത് സമൂഹത്തിൽ പൂർത്തീകരിക്കേണ്ടത്. ഒരു ലിംഗഭേദത്തിൻ്റെ അടിസ്ഥാനത്തിലോ മതം, വംശം, ദേശീയത, വൈകല്യം, പ്രായം മുതലായിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ ബന്ധം മുതലായിട്ടുള്ള മുതലായവയുടെ അടിസ്ഥാനത്തിലൊന്നും എന്ത് ചെയ്യരുത്. ബിസിനസ് ഓർഗനൈസേഷൻ അതിൻ്റെ പ്രതിബദ്ധതകളും ഉത്തരവാദിത്തങ്ങളും പൂർത്തിയാക്കുമ്പോൾ ഈ രീതിയിലുള്ള വർണ്ണ വിവേചനമോ അല്ലെങ്കിൽ വൈവിധ്യ വിവേചനമോ കാണിക്കരുത്. സമൂഹത്തിലെ വൈവിധ്യത്തെയും അതുപോലെ തന്നെ വ്യത്യസ്ത ചിന്താധാരകളെയും ഒരുപോലെ തന്നെ ബഹുമാനിക്കുവാനും മാനിക്കുവാനും ബിസിനസ് ഓർഗനൈസേഷൻ സാധിക്കണം. അത് സമൂഹത്തിലെ എല്ലാ വൈവിധ്യങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുന്ന രീതിയിലായിരിക്കണം ബിസിനസ്സിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കേണ്ടത്. ഇനി മറ്റൊരു കാര്യമാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡയലോഗ് എന്ന് പറയുന്നത്, സംഭാഷണത്തിലുള്ള തത്വം എന്ന് പറയുന്നത്. അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ വ്യത്യസ്തമായിട്ടുള്ള പങ്കാളികളായിട്ടും അതുപോലെ തന്നെ സമൂഹത്തിലെ മറ്റ് വ്യക്തികളുമായിട്ടും വ്യാപാര വാണിജ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ ആരുടെയും വ്യക്തിത്വത്തെയും അല്ല എങ്കിൽ അവരുടെ മൗലിക അവകാശങ്ങളെയോ ഹനിക്കുന്ന രീതിയിലുള്ള സംഭാഷണങ്ങളോ സംഭാഷണ ശകലങ്ങളോ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. എല്ലാവരുടെയും അഭിപ്രായങ്ങളെ കേൾക്കുവാനും അതുപോലെ തന്നെ അവരുമായിട്ട് നല്ല രീതിയിലുള്ള വ്യാപാര വാണിജ്യ ബന്ധം കൊണ്ടുപോകുവാനും സാധിക്കുന്ന തരത്തിലുള്ള സംഭാഷണങ്ങളും നയരൂപേണയുള്ള വാക്കുകളുമായിരിക്കണം പ്രധാനമായിട്ടും ബിസിനസ് പ്രവർത്തനങ്ങളിൽ ഉപയോഗിക്കേണ്ടത്. ആ ഒരു കാര്യമാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡയലോഗ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇൻ ഓർഡർ ടു അവോയ്ഡ് ദ ഡിഫറൻസ് ഒപ്പീനിയൻ ആൻഡ് കോൺഫ്ലിക്റ്റ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ഹൗ ടു എൻ്റർ ഇൻടു ആൻ ഓപ്പൺ ഡയലോഗ് വിത്ത് റെലവൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അതായത് ഒരു ബിസിനസ് അത് നിലനിൽക്കുന്ന പരിസ്ഥിതിയിലെ വ്യത്യസ്ത ആളുകളുമായിട്ടും പങ്കാളികളുമായിട്ടും വ്യത്യസ്തമായിട്ടുള്ള വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോൾ ഉണ്ടാകാവുന്ന തർക്കങ്ങളും അഭിപ്രായ ഭിന്നതകളും ഒഴിവാക്കുവാൻ വേണ്ടി തുറന്ന രീതിയിലുള്ള ഒരു സംഭാഷണ പ്രവർത്തനത്തിലേക്കായിരിക്കണം ബിസിനസ് നീങ്ങേണ്ടത്. തൽഫലമായിട്ട് വ്യത്യസ്ത ഭിന്നാഭിപ്രായങ്ങളെയും അതുപോലെ തന്നെ തർക്കങ്ങളെയും ഒഴിവാക്കിക്കൊണ്ട് എല്ലാവർക്കും ഒത്തൊരുമയോടുകൂടി സാമ്പത്തിക സാമൂഹിക വികസനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നു. ആ തരത്തിലേക്ക് ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ മാറ്റിമറിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് തുറന്ന രീതിയിലുള്ള സംഭാഷണ രീതി എന്ന് പറയുന്നത്. എ ഫേം ഷുഡ് അഡോപ്റ്റ് ദ പോളിസീസ് ഓഫ് ഡയലോഗ് ആൻഡ് കോൺഷ്യൻസ് ഇൻ ഓൾ ബിസിനസ് ആക്ടിവിറ്റീസ്. അതായത് ബിസിനസ് നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാകാവുന്ന സംഭാഷണത്തിലും നയരൂപത്തിലുള്ള സംഭാഷണ വാക്കുകളും അതുപോലെ തന്നെ തുറന്ന സംഭാഷണ രീതിയുമായിരിക്കണം അവലംബിക്കേണ്ടത്. അങ്ങനെ ഒരു നയമായിരിക്കണം ബിസിനസ്സിൽ നടപ്പിലാക്കേണ്ടത്. എങ്കിൽ മാത്രമേ ബിസിനസ്സിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും ക്രിയാത്മകമായും കാര്യക്ഷമമായിട്ടും ഒരു ബിസിനസ് ഓർഗനൈസേഷന് പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി മറ്റൊരു കാര്യമാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത്. സമഗ്രതയുടെ തത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ business should maintain high standard of integrity. It must show honesty in all dealings. Theft, bribery, corruption, and other fraudulent practices must be avoided in the business transactions. ബിസിനസ് ഏർപ്പെടുന്ന എല്ലാ മേഖലയിലും സമഗ്രത എല്ലാ മേഖലയിലും ഒരു പ്രവർത്തന നിലവാരവും അതുപോലെ തന്നെ സത്യസന്ധതയും സുതാര്യതയും ഉണ്ടായിരിക്കണമെന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ബിസിനസ് സമൂഹത്തോട് വച്ചു പുലർത്തുന്ന ഉത്തരവാദിത്തങ്ങളിലും അതുപോലെ തന്നെ പ്രതിബദ്ധതകളിലും സമ്പൂർണ്ണ സത്യസന്ധതയും അതുപോലെ തന്നെ സുതാര്യതയും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ സമൂഹത്തിന് ബിസിനസ്സിനെ കൊണ്ട് നല്ല രീതിയിലുള്ള ബിസിനസ് ചെയ്യുന്ന വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ബിസിനസ് നടത്തുന്ന വ്യത്യസ്തമായിട്ടുള്ള സേവനങ്ങളും സമൂഹത്തിൻ്റെ നന്മയ്ക്കായിട്ട് ഫലപ്രദമായിട്ട് നമുക്ക് വിനിയോഗിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത്. എ ബിസിനസ് ഷുഡ് മെയിൻറ്റെയിനിങ് ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ഇൻറ്റഗ്രിറ്റി. അതായത് ബിസിനസ്സിൻ്റെ എല്ലാ പ്രവർത്തന മേഖലകളിലും എല്ലാ ഇടപാടുകളിലും എല്ലാ ഉത്തരവാദിത്തങ്ങളിലും പ്രതിബദ്ധതകളിലും തുല്യമായിട്ടും അതുപോലെ തന്നെ സംഗ്രഹമായിട്ടും വേണ്ടിയുള്ള ഒരു പ്രവർത്തന നിലവാരം കൊണ്ടുവരണം. ഇതുകൂടാതെ ഇറ്റ് മസ്റ്റ് ഷോ ഹോണസ്റ്റി ഇൻ ഓൾ ഡീലിങ്സ്. അതായത് ബിസിനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളിലും എല്ലാ പ്രവർത്തനങ്ങളിലും സത്യസന്ധതയും സുതാര്യതയും ഉണ്ടായിട്ടുണ്ടാകണം. തെഫ്റ്റ്, ബ്രൈബറി, കറപ്ഷൻ ആൻഡ് അതർ ഫ്രോഡുലന്റ് പ്രാക്ടീസ് മസ്റ്റ് ബി അവോയ്ഡ് ഇൻ ദി ബിസിനസ് ട്രാൻസാക്ഷൻസ്. അതായത് ബിസിനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ കള്ളത്തരമോ അല്ല എങ്കിൽ ചൂഷണമോ അല്ല എങ്കിൽ മോശമായിട്ടുള്ള മോഷണമോ അല്ലെങ്കിൽ ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസോ മുതലായ കാര്യങ്ങളൊന്നും ഉണ്ടാകരുത്. അങ്ങനെയുള്ളവയെ പരമാവധി ഒഴിവാക്കുവാൻ ശ്രമിക്കണമെന്നാണ് പറയുന്നത്. ഇനി മറ്റൊരു കാര്യമാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഫെയർനെസ് അഥവാ സുതാര്യത ഉണ്ടായിരിക്കണം ബിസിനസ്സിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും.
അതായത് ന്യായം ഉണ്ടായിരിക്കണം, സുതാര്യത ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഓൾ ദ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഓഫ് ബിസിനസ് ഷുഡ് ബി ഫോർമുലേറ്റഡ് ഓൺ ദ ബേസ് ഓഫ് ജസ്റ്റിസ് ആൻഡ് ഫെയർനെസ്. അതായത് ബിസിനസ്സിൻ്റെ എല്ലാ നയങ്ങളും എല്ലാ പരിപാടികളും രൂപവൽക്കരിക്കേണ്ടത് നീതിബോധത്തിൻ്റെയും അതുപോലെ തന്നെ സത്യസന്ധതയുടെയും അടിസ്ഥാനത്തിലായിരിക്കണം എന്നാണ് പ്രധാനമായിട്ടും പറയുന്നത്. ബിസിനസ്സിൽ നടത്തപ്പെടുന്ന എല്ലാ പരിപാടികളും അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും പ്രോഗ്രാമുകളും സത്യസന്ധതയുടെയും അതുപോലെ തന്നെ ന്യായബോധത്തിൻ്റെയും അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിട്ടുള്ളവയായിരിക്കണം. ദ ഇൻട്രസ്റ്റ് ഓഫ് ദി സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് മസ്റ്റ് ബി ട്രീറ്റഡ് ഈക്വലി സോ ആസ് ടു ഹാവ് ഗീവ് ജസ്റ്റിസ് ടു ഓൾ. അതായത് ബിസിനസ്സിൻ്റെ പങ്കാളികളായിട്ടുള്ള ആളുകൾക്കും അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ പ്രവർത്തനത്തിൽ സഹായിക്കുന്ന ആളുകൾക്കും തുല്യമായിട്ടുള്ള നീതിബോധം ഉറപ്പുവരുത്തിയിട്ടുണ്ടാകണം. ഫെയർനെസ് പ്രിൻസിപ്പിൾസ് ഈസ് ഇൻക്ലൂഡ് റീസണബിൾ റിട്ടേൺ ടു ദി ഷെയർ ഹോൾഡേഴ്സ്, adequate salary and working conditions to the employees, best quality product and service to the customers, accuracy and computation payment of tax to the government, and rational use of social resources. അതായത് നമുക്കറിയാം ബിസിനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളും പദ്ധതികളും തയ്യാറാക്കുന്ന എന്തിനാ വേണ്ടിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സിൻ്റെ ദീർഘകാല നിലനിൽപ്പിനും അതുപോലെ തന്നെ ബിസിനസ്സിന് ലാഭകരമായിട്ടുള്ള സെയിൽസ് ഉണ്ടാകുവാനും വേണ്ടിയാണ്, അല്ലേ? ബിസിനസ്സിൻ്റെ ഉൽപ്പന്നങ്ങളുടെ വ്യാപാര വാണിജ്യം മൂലം വർദ്ധിക്കുവാനും ബിസിനസ്സിന് വളരെ ദീർഘകാലത്തേക്ക് വേണ്ടിയുള്ള ലാഭം ഉണ്ടാകുവാനും വേണ്ടിയാണ് ബിസിനസ് വ്യത്യസ്തമായിട്ടുള്ള പദ്ധതികളും പ്രോഗ്രാമുകളും നടപ്പിലാക്കുന്നത്. ഈ നടപ്പിലാക്കുന്ന പദ്ധതികളിലും അതുപോലെ തന്നെ പ്രോഗ്രാമുകളിലും സമൂഹത്തോടുള്ള ഉത്തരവാദിത്വവും അതുപോലെ തന്നെ നീതിയും ഉൾപ്പെടുത്തിയിട്ടുണ്ടാകണം എന്നാണ് പറയുന്നത്. ഇതിന് ഉദാഹരണമാണ് ഒന്നാമത്തെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ന്യായബോധത്തിൻ്റെ പ്രിൻസിപ്പിൾസ് അനുസരിച്ചുകൊണ്ട് ബിസിനസ്സിൻ്റെ മുതലാളിമാരായിട്ടിരിക്കുന്ന ആളുകൾക്ക് ന്യായമായ രീതിയിലുള്ള വരുമാനം ഉണ്ടായിരിക്കണം. ബിസിനസ്സിൽ പങ്കാളികളായിട്ട് അല്ലെങ്കിൽ ബിസിനസ്സിൽ മൂലധനം മുടക്കിയിരിക്കുന്ന ആളുകൾക്ക് ന്യായമായ രീതിയിൽ വരുമാനം ഉണ്ടാകണം. അതുപോലെ തന്നെ എന്താണ് ബിസിനസ്സിൽ ബിസിനസ്സിൽ തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് നല്ല രീതിയിലുള്ള ജോലി ചെയ്യാൻ വേണ്ടിയുള്ള സാഹചര്യവും പരിസ്ഥിതിയും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ന്യായമായ രീതിയിലുള്ള വരുമാനവും അവർക്ക് നൽകിയിട്ടുണ്ടാകണം. ഇതുകൂടാതെ തന്നെ കസ്റ്റമേഴ്സായിട്ടുള്ള ആളുകളാണ് എങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റൊരു വ്യക്തിയാണ്. കസ്റ്റമേഴ്സായിട്ടുള്ള ആളുകൾക്ക് ക്വാളിറ്റിയുള്ള സാധനങ്ങളും സേവനങ്ങളും ന്യായമായ വിലയ്ക്ക് നൽകിയിട്ടുണ്ടാകണം. അതുകൂടാതെ തന്നെ വിൽപ്പനാനന്തര സേവനങ്ങളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകണം. പിന്നെ സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിലെ ആളുകൾക്കും അതുപോലെ തന്നെ സാമൂഹിക റിസോഴ്സുകൾ പ്രകൃതിദത്ത റിസോഴ്സുകളെയും ശരിയായ രീതിയിലും ഫലപ്രദമായ രീതിയിലുമായിരിക്കണം വിനിയോഗിക്കേണ്ടത്. ഈ തരത്തിലായിരിക്കണം ബിസിനസ്സിൻ്റെ പദ്ധതികളും അതുപോലെ തന്നെ പ്ലാനുകളും തയ്യാറാക്കുമ്പോൾ ഉൾക്കൊള്ളിക്കേണ്ട ന്യായബോധം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യമാണ് പ്രിൻസിപ്പിൾസ് ഓഫ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. പരസ്പര സഹകരണത്തോടു കൂടി വേണം ബിസിനസ്സിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ എല്ലാ ചുമതലകളും ഉത്തരവാദിത്തങ്ങളും സാമൂഹിക പ്രതിബദ്ധതകളും പൂർത്തീകരിക്കുവാൻ. ദ പ്രിൻസിപ്പിൾസ് ഓഫ് കോർപ്പറേഷൻ ഈസ് റിക്വയർഡ് ടു ബിസിനസ് ഓർഗനൈസേഷൻ അഡോപ്റ്റ് ഡെമോക്രാറ്റിക് ആൻഡ് പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ ഓഫ് മാനേജ്മെൻറ്റ്. എംപ്ലോയീസ് മസ്റ്റ് ഗീവൺ സഫിഷ്യൻറ്റ് ഓപ്പർച്യൂണിറ്റി ടു ദ മാനേജ്മെൻറ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. അതായത് പ്രിൻസിപ്പിൾസ് ഓഫ് കോർപ്പറേഷൻ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് ഓർഗനൈസേഷനുകൾ പ്രധാനമായിട്ടും സ്വീകരിക്കേണ്ടത് ജനാധിപത്യപരമായ പങ്കാളിത്തത്തോടു കൂടിയുള്ള ഒരു മാനേജരിക്കൽ ഭരണ സംവിധാനമാണ് ബിസിനസ്സിൽ നടപ്പിലാക്കേണ്ടതെന്നാണ് പറയുന്നത്. അതായത് ജനാധിപത്യ പങ്കാളിത്തത്തോടു കൂടിയ തുല്യ പങ്കാളിത്തത്തോടു കൂടിയ ജനാധിപത്യപരമായ ഒരു ഭരണ സംവിധാനമാണ് പ്രധാനമായിട്ടും ബിസിനസ്സിൽ നടപ്പിലാക്കേണ്ടത്. ഇതുകൂടാതെ തന്നെ ബിസിനസ്സിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിലും ചുമതലകളിലും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എംപ്ലോയീസായിട്ടുള്ള എല്ലാ ആളുകൾക്കും തുല്യ പ്രാധാന്യവും തുല്യ അവസരങ്ങളും നൽകണമെന്നാണ് പ്രിൻസിപ്പിൾസ് ഓഫ് കോർപ്പറേഷൻ പറയുന്നത്. അതുകൂടാതെ തന്നെ ദ വ്യൂസ് ആൻഡ് ഒപ്പീനിയൻസ് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് മസ്റ്റ് ബി ഹേർഡ് ആൻഡ് കൺസിഡർഡ് ഇൻ ഓൾ ബിസിനസ് ആക്ടിവിറ്റീസ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ വ്യക്തികളുടെയും അഭിപ്രായങ്ങളും അവരുടെ പങ്കാളിത്തവും ബിസിനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും കൂട്ടിച്ചേർക്കേണ്ടത് അനിവാര്യമാണ്. തൽഫലമായിട്ട് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും അതുപോലെ തന്നെ എല്ലാ എംപ്ലോയീസിൻ്റെയും തുല്യ പങ്കാളിത്തത്തോടും തുല്യ അഭിപ്രായ സ്വാതന്ത്ര്യത്തോടും കൂടി വേണം എന്ത് ചെയ്യാൻ ബിസിനസ്സിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും തീരുമാനങ്ങൾ എടുക്കുകയും അവ നടപ്പിലാക്കുകയും ചെയ്യേണ്ടത്. ഇങ്ങനെ പരസ്പര സഹകരണത്തോടു കൂടിയായിരിക്കണം ബിസിനസ്സിൻ്റെ ചുമതലകളും അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ ഉത്തരവാദിത്തങ്ങളും പൂർത്തീകരിക്കേണ്ടത്. പങ്കാളികളായിട്ടുള്ള ആളുകളുടെ അഭിപ്രായങ്ങളെയും അവരുടെ ആശയങ്ങളെയും കേൾക്കുവാനുള്ള ഒരു അവസരം ബിസിനസ് പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെ എല്ലാവരുടെയും അഭിപ്രായങ്ങളെയും ആശയങ്ങളെയും പരിപൂർണമായ സഹകരണത്തോടും ഒത്തൊരുമയോടും കൂടി വേണം ബിസിനസ്സിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ബിസിനസ്സിൽ നടപ്പിലാക്കുവാൻ. ഇനി മറ്റൊരു കാര്യമാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ചാരിറ്റി എന്ന് പറയുന്നത്. ദാനധർമ്മത്തിലുള്ള പ്രധാനപ്പെട്ട ബിസിനസ് ചെയ്യുന്ന ചാരിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബിസിനസ്സിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തത്തെ പറ്റിയാണ് ഇത് പറയുന്നത്. ചാരിറ്റി ഈസ് എ പ്രിൻസിപ്പിൾ ഡിമാൻഡ് ദ ബിസിനസ് ഹൗസസ് ഷോ കമ്പൻസേഷൻ ടുവാർഡ്സ്
humankind, the business has to participate the charitable activities of the society to assist in the project improve the quality of life of its members. പ്രധാനമായിട്ടും ബിസിനസ് എന്ന് പറയുന്നത് സമൂഹത്തിലെ ആളുകളോട് പ്രത്യേക ഉത്തരവാദിത്വം അതുപോലെ തന്നെ പ്രതിബദ്ധതയും ഉള്ള ഒരു വിഭാഗമാണ് ബിസിനസ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ബിസിനസ്സുകാർ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സമൂഹത്തിലെ ആളുകളുടെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടിയുള്ള ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളിൽ പങ്കാളികളാവുകയും അതുകൂടാതെ തന്നെ സമൂഹത്തിലെ ആളുകളുടെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടിയുള്ള പദ്ധതികളിലും മറ്റ് പ്ലാനുകളിലും സംഭാവനകൾ നൽകുകയും ചെയ്യുക. തൽഫലമായിട്ട് സമൂഹത്തോടും അതുപോലെ തന്നെ സമൂഹത്തോടുള്ള പ്രതിബദ്ധതയും ഉത്തരവാദിത്വം പൂർത്തീകരിക്കാൻ ശ്രമിക്കുക. ഇതാണ് പ്രധാനമായിട്ടും പ്രിൻസിപ്പിൾസ് ഓഫ് ചാരിറ്റി കൊണ്ട് അർത്ഥമാക്കുന്നത്. സമൂഹത്തിലെ ആളുകളുടെ ജീവിത നിലവാരം ഉയർത്തുവാനും അതുപോലെ തന്നെ സാമൂഹിക സാമ്പത്തിക വികസനത്തിനും വേണ്ടിയുമുള്ള പദ്ധതികളിലും പ്ലാനുകളിലും പങ്കാളികളാവുകയും ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളുമായി ഏകോപിപ്പിച്ചുകൊണ്ട് സാമൂഹിക സാമ്പത്തിക വികസന പദ്ധതികളിൽ സംഭാവനകൾ നൽകുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദ പ്രിൻസിപ്പിൾസ് ഓഫ് കോർഡിയാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗഹാർദ്ദത്തോടു കൂടിയായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, സൗഹാർദ്ദപരമായിട്ടുള്ള രീതിയിലായിരിക്കണം ബിസിനസ് ഓർഗനൈസേഷൻ അവരുടെ പ്രവർത്തനങ്ങൾ സമൂഹത്തോടുള്ള അവരുടെ പ്രവർത്തനങ്ങളും പ്രതിബദ്ധതകളും പൂർത്തിയാക്കേണ്ടത്. ദ പ്രിൻസിപ്പിൾസ് ഓഫ് കോർഡിയാലിറ്റി ഇൻസിസ്റ്റ് ടു മെയിൻറ്റെയിനിങ് harmonious relation with the different stakeholders, love, respect, care, comparison, sharing of gains and important aspects of cordiality. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വ്യത്യസ്ത പങ്കാളികളുമായിട്ട് അത് ചിലപ്പോൾ ഓണറാകാം, എംപ്ലോയീസ് ആകാം, കസ്റ്റമേഴ്സ് ആകാം, ക്രെഡിറ്റേഴ്സ് ആകാം, സപ്ലൈസ് ആകാം, സമൂഹത്തിലുള്ള മറ്റ് ആളുകളാകാം. ഇവരോടൊക്കെയും വളരെയധികം സൗഹാർദ്ദപരമായിട്ടുള്ള വ്യാപാര വാണിജ്യ ബന്ധങ്ങളായിരിക്കണം ബിസിനസ്സുകാർ നിലനിർത്തേണ്ടത്. എങ്കിൽ മാത്രമേ ബിസിനസ് ഓർഗനൈസേഷന് ദീർഘകാലം നിലനിൽക്കുവാനും ലാഭേച്ഛയോടുകൂടി മുന്നോട്ട് പോകുവാനും സാധിക്കുകയുള്ളൂ. ഇത്തരത്തിൽ ബിസിനസ്സിൻ്റെ ഉത്തരവാദിത്തങ്ങളും പ്രതിബദ്ധതകളും പൂർത്തിയാക്കാൻ ശ്രമിക്കുക. ബിസിനസ്സിൽ പങ്കാളികളാകുന്ന ആളുകളോട് സ്നേഹം, അനുകമ്പ, ബഹുമാനം, അതുപോലെ തന്നെ യോജിപ്പ്, അതുപോലെ തന്നെ പരിചരണം, അതുപോലെ തന്നെ എന്താണ് ഷെയറിങ് മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ടായിരിക്കണം. ബിസിനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള എംപ്ലോയീസും അതുപോലെ തന്നെ മാനേജ്മെൻറ്റും തമ്മിൽ സഹകരണം ഉണ്ടാവുക. അതുപോലെ തന്നെ എന്താണ് അതുപോലെ തന്നെ സമൂഹത്തിലെ ഓരോ കസ്റ്റമേഴ്സിന് വേണ്ട റെസ്പെക്റ്റ് മുതലായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക. ഇതുകൂടാതെ തന്നെ സമൂഹത്തിലെ ആളുകളുമായിട്ട് തങ്ങളുടെ ബിസിനസ്സിൻ്റെ ലാഭം ചാരിറ്റി മുഖേന പങ്കിടുക. ഈ തരത്തിൽ ബിസിനസ്സിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം പ്രതിബദ്ധതകളും പൂർത്തിയാക്കുന്ന തരത്തിലായിരിക്കണം പ്രധാനമായിട്ടും കൊണ്ടുപോകേണ്ടത്. പിന്നെ മറ്റൊരു കാര്യമാണ് പ്രിൻസിപ്പിൾസ് ഓഫ് സേഫ്റ്റി. സുരക്ഷിതത്തിനുള്ള പ്രാധാന്യം എന്തുമാത്രമാണ് ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളിൽ സമൂഹത്തോട്, ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. സേഫ്റ്റി പ്രിൻസിപ്പിൾസ് ഹൈലൈറ്റ് എസെൻഷ്യലിറ്റി എൻഷുറിംഗ് ദ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് ഓഫ് ദി എംപ്ലോയീസ്. An organization has to formulate adequate programs avoiding accident, injuries, pollution, illness at the workplace. അതായത് സേഫ്റ്റി കൊണ്ട് അർത്ഥമാക്കുന്നത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സിന് സുരക്ഷാ പ്രാധാന്യത്തിനായിരിക്കണം കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്. അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകളെയാണ്. എംപ്ലോയീസ് വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് സുരക്ഷിതമായിട്ടുള്ള ജോലി ചെയ്യുവാനുള്ള ഒരു വർക്കിംഗ് അന്തരീക്ഷമായിരിക്കണം ബിസിനസ് ഓർഗനൈസേഷൻ ഉറപ്പുവരുത്തേണ്ടത്. അതിന് ബിസിനസ്സിൻ്റെ വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന എംപ്ലോയീസിന് അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് അവർക്ക് സുരക്ഷിതമായിട്ടുള്ള വർക്കിംഗ് അന്തരീക്ഷവും അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള ഒരു വർക്കിംഗ് അന്തരീക്ഷവും ആയിരിക്കണം പ്രധാനമായിട്ടും ഉണ്ടാകേണ്ടത്. അതിനു വേണ്ടിയായിരിക്കണം ബിസിനസ് ഓർഗനൈസേഷൻ വ്യത്യസ്തമായിട്ടുള്ള പദ്ധതികളും പ്രോഗ്രാമുകളും നടപ്പിലാക്കേണ്ടത്. ബിസിനസ് തങ്ങളുടെ ലാഭത്തിന് വേണ്ടിയും അതുപോലെ തന്നെ വ്യാപാര വാണിജ്യ മൂല്യം ഉയർത്തുന്നതിന് വേണ്ടി നടത്തപ്പെടുന്ന വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമുകളും വ്യത്യസ്തമായിട്ടുള്ള പദ്ധതികളിലും അതിൽ പങ്കാളികളാകുന്ന ആളുകളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന രീതിയിലായിരിക്കണം പദ്ധതികൾ വിഭാവനം ചെയ്യേണ്ടത്. പരമാവധി അപകടങ്ങൾ, അതുപോലെ തന്നെ മലിനീകരണങ്ങൾ, അതുപോലെ തന്നെ പരിക്കുകൾ, രോഗങ്ങൾ മുതലായവ പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ടുള്ള പദ്ധതികളും പ്ലാനുകളുമായിരിക്കണം ജോലി സ്ഥലങ്ങളിൽ ബിസിനസ് ഓർഗനൈസേഷനുകൾ നടപ്പിലാക്കേണ്ടത്. ഇത്രയുമാണ് പ്രധാനമായിട്ടും സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ സാമൂഹിക ഉത്തരവാദിത്തത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ബിസിനസ് ഓർഗനൈസേഷനുകൾ പാലിക്കേണ്ട നിയമങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പ്രധാനമായിട്ടും പഠിക്കാൻ പോകുന്ന മറ്റൊരു കാര്യമാണ് എലമെൻറ്റ്സ് ഓഫ് ടൈപ്പ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദി ബിസിനസ്. അതായത് വ്യത്യസ്ത തരത്തിലുള്ള സാമൂഹിക പ്രതിബദ്ധതകൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് ബിസിനസ്സിൻ്റേതെന്ന്.
അതായത് ബിസിനസ് ഈ സാമ്പത്തിക ബിസിനസ്സിൻ്റെ സാമൂഹിക ഉത്തരവാദിത്തത്തിൻ്റെ ഘടകങ്ങളായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പ്രധാനമായിട്ടും പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കണോമിക് റെസ്പോൺസിബിലിറ്റി, അതായത് സാമ്പത്തികപരമായിട്ടുള്ള എന്ത് ഉത്തരവാദിത്തമാണ് ബിസിനസ്സിന് സമൂഹത്തോടുള്ളത്, ആ ഒരു കാര്യമാണ് പ്രധാനമായിട്ട് പഠിക്കാൻ പോകുന്നത്. എ ബിസിനസ് ഹാസ് എക്കണോമിക് റെസ്പോൺസിബിലിറ്റീസ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഇറ്റ് ഹാസ് ഗീവ് പ്രോഫിറ്റ് ടു ഓണേഴ്സ്, ഫെയർ റിമ്യൂണറേഷൻ ടു എംപ്ലോയീസ്, വാല്യുബിൾ പ്രൊഡക്റ്റ് സർവീസ് ടു കസ്റ്റമേഴ്സ്, ഇൻട്രസ്റ്റ് ടു ദി ക്രെഡിറ്റേഴ്സ്, ടാക്സ് ടു ദി ഗവൺമെൻറ്, ദെയർ ബൈ എക്കണോമിക് പ്രോഗ്രസ് ഓഫ് ഓൾ ദി സൊസൈറ്റി. നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനത്തിന് വേണ്ടി സമൂഹത്തിലെ ബിസിനസ്സിൻ്റെ പങ്കാളികളായിട്ടുള്ള ആളുകളുടെ ഉത്തരവാദിത്വം ബിസിനസ് പൂർത്തീകരിക്കേണ്ടത് അനിവാര്യമാണ്. അതിലൊന്നാണ് സാമ്പത്തികപരമായിട്ടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. മെമ്പേഴ്സായിട്ടുള്ള ആളുകൾ, ബിസിനസ്സിന് മൂലധനം മുടക്കുന്ന ഓണേഴ്സായിട്ടുള്ള ആളുകൾക്ക് ലാഭവും അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കി മാറ്റാൻ സഹായിക്കുന്ന എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകൾക്ക് ന്യായമായ വേതനവും അതുപോലെ തന്നെ ബിസിനസ്സിനെ നിലനിർത്തിക്കൊണ്ട് പോകുന്ന കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് മൂല്യമുള്ള സാധനങ്ങളും സേവനങ്ങളും ബിസിനസ്സിന് പണം തന്ന് സഹായിച്ച ക്രെഡിറ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ഇൻട്രസ്റ്റ്, ബിസിനസ്സിന് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള അടിസ്ഥാന നിയമ സംഹിതകളും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി തന്ന ഗവൺമെൻറ്റിന് ടാക്സ് എമൗണ്ട് മുതലായവയൊക്കെയും കൊടുത്തുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനത്തിൻ്റെ പങ്കാളിയാകാൻ ഉള്ള ഉത്തരവാദിത്തം, നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനത്തിൻ്റെ പങ്കാളിയാകാനുള്ള ഉത്തരവാദിത്തം പ്രധാനമായിട്ടും നമ്മുടെ ബിസിനസ്സിനുണ്ട്. പിന്നെ മറ്റൊരു കാര്യമാണ് the first and the foremost moral obligation of the business is fulfill economic responsibility to different stakeholders. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ബിസിനസ്സിൻ്റെ ഏറ്റവും പ്രഥമമായിട്ടുള്ള സാമൂഹിക ഉത്തരവാദിത്വം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സിൽ പങ്കാളികളാകുന്ന ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ സാമ്പത്തികപരമായിട്ടുള്ള ഉത്തരവാദിത്വം, അവരോടുള്ള സാമ്പത്തികപരമായിട്ടുള്ള ഉത്തരവാദിത്വം ബിസിനസ് പ്രഥമമായിട്ട് തന്നെ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇനി മറ്റൊരു കാര്യമാണ് ലീഗൽ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത്. നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷൻ്റെ പ്രവർത്തനങ്ങളെ ശരിയായ ദിശയിൽ കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒന്നാണ് നിയമങ്ങൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ടു റെസ്പെക്ട് കംപ്ലൈ വിത്ത് ദ ലോ ഓഫ് ദി ലാൻഡ്. എ ബിസിനസ് ഹാസ് ഫോളോ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇസ് ഫ്രെയിംഡ് ബൈ ദ നേഷൻസ് ടു സ്ട്രിക്റ്റ് ആൻഡ് ഡിസിപ്ലിൻഡ് മാനർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ നിയമസംഹിതകളോടും നിയമവ്യവസ്ഥകളോടുമുള്ള ബഹുമാനവും അതുപോലെ തന്നെ ആദരവും അനുസരണയും ബിസിനസ്സിൻ്റെ എല്ലാ പ്രവർത്തന മേഖലകളിലും ഉണ്ടായിരിക്കണം. അതുകൂടാതെ തന്നെ ബിസിനസ് ഏത് സ്ഥലത്താണോ നിൽക്കുന്നത് ആ സാമൂഹിക ചുറ്റുപാടിലെ നിയമങ്ങളും നിയമവ്യവസ്ഥകളും അനുസരിക്കുവാനുള്ള ഉത്തരവാദിത്തം ആ ബിസിനസ്സിനുണ്ട്. ബിസിനസ്സിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നിയമവിധേയമായിട്ടായിരിക്കണം നടക്കേണ്ടത്. പിന്നെ മറ്റൊരു കാര്യമാണ് എത്തിക്കൽ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദി ബിസിനസ് ഒബ്സർവ് ദ എത്തിക്കൽ സ്റ്റാൻഡേർഡ് മോറൽ കോഡ് ഓഫ് ദി കോണ്ടക്ട് വൈൽ പെർഫോമിംഗ് ഇറ്റ്സ് ഓപ്പറേഷൻ. Ethical responsibilities demand the business practice high good behavior, avoid wrong and unfair trade practices. എന്ന് വെച്ച് കഴിഞ്ഞാൽ ധാർമ്മികപരമായിട്ടുള്ള ബിസിനസ്സിൻ്റെ ഉത്തരവാദിത്തത്തെ പറ്റിയാണ് ഇതിനിവിടെ പറയുന്നത്. ഇറ്റ്സ് റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് ടു ഒബ്സർവ് ദ എത്തിക്കൽ സ്റ്റാൻഡേർഡ് ആൻഡ് മോറൽ കോഡ് ഓഫ് കോണ്ടക്ട് വൈൽ പെർഫോമിംഗ് ഇറ്റ്സ് ഓപ്പറേഷൻസ്. അതായത് ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളിലും ബിസിനസ്സിൻ്റെ ചുമതലകളും നിർവഹിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ധാർമ്മിക മൂല്യങ്ങളും അതുപോലെ തന്നെ ധാർമ്മിക ഉത്തരവാദിത്തങ്ങളും ധാർമ്മിക നിലവാരങ്ങളും അടങ്ങിയിട്ടുണ്ട് എന്ന് ബിസിനസ്സുകാർ ഉറപ്പുവരുത്തേണ്ടത് ബിസിനസ്സുകാരുടെ ഉത്തരവാദിത്തമാണ്. എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി ഈസ് ഡിമാൻഡ് എ ബിസിനസ് ടു പ്രാക്ടീസ് ഹൈ ഗുഡ് ബിഹേവിയർ ടു അവോയ്ഡ് റോങ് അൺഫെയർ പ്രാക്ടീസസ്. അതായത് ബിസിനസ്സുകാരുടെ ഏതൊരു പ്രവർത്തനത്തിലും ബിസിനസ്സിൻ്റെ ചുമതല പൂർത്തീകരണത്തിലും ബിസിനസ്സുകാർ ധാർമ്മിക മൂല്യങ്ങളും ധാർമ്മിക നിലവാരവും ഉൾപ്പെടുത്തേണ്ടത് ബിസിനസ്സുകാരുടെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സുകാരുടെ പ്രവർത്തനങ്ങളിൽ തെറ്റും ശരിയും കണ്ടുപിടിക്കുവാനും അതുപോലെ തന്നെ തെറ്റായിട്ടുള്ള പ്രവർത്തനങ്ങളെ അവസാനിപ്പിക്കുവാനും ധാർമ്മിക ഉത്തരവാദിത്വം ബിസിനസ്സുകാരെ സഹായിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യമാണ് സോഷ്യൽ വെൽഫെയർ എന്ന് പറയുന്നത്. സാമൂഹികപരമായിട്ടുള്ള ക്ഷേമം ഉറപ്പുവരുത്തുക എന്നതും ബിസിനസ്സുകാരുടെ ഒരു സാമൂഹിക ഉത്തരവാദിത്തമാണ്. ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ബിസിനസ് ടേക്ക് എഫോർട്ട് സെർവ് ദ സൊസൈറ്റി in which it exists. The business has to encourage employees contribute welfare of the society as much they can. അതായത് ബിസിനസ് ഏത് സമൂഹത്തിലാണോ നിലനിൽക്കുന്നത് ആ സമൂഹത്തിലെ ആളുകൾക്ക് വേണ്ട സേവനങ്ങൾ പ്രദാനം ചെയ്യുക എന്നത് ആ ബിസിനസ്സിൻ്റെ ചുമതല തന്നെയാണ്. അതുകൂടാതെ തന്നെ എന്താണ്, ആ ബിസിനസ് നിലനിൽക്കുന്ന സമൂഹത്തിലെ ആളുകൾക്ക് ധാരാളം തൊഴിലവസരങ്ങൾ കൊടുക്കുന്നത് വഴി സമൂഹത്തിലെ ആളുകളുടെ സാമൂഹ്യക്ഷേമം ഉറപ്പുവരുത്താൻ സാധിക്കും. ദ ബിസിനസ് ഹാസ് ടു പാർട്ടിസിപ്പേറ്റ് ദ ചാരിറ്റബിൾ ആക്ടിവിറ്റീസ് ഇൻ ദി സൊസൈറ്റി ടു അസിസ്റ്റ് ദ പ്രോജക്റ്റ് ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് ദി കമ്മ്യൂണിറ്റി. ഇത് കൂടാതെ തന്നെ എന്താണ്, ബിസിനസ് നിലനിൽക്കുന്ന സമൂഹത്തിലെ ആളുകളുടെ ജീവിതക്ഷേമത്തിനും ജീവിത
നിലവാരം ഉയർത്തുവാനും വേണ്ട ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുവാനും അതുകൂടാതെ തന്നെ സാമൂഹിക വികസനം ഉറപ്പുവരുത്തുന്ന തരത്തിലുള്ള ഗവൺമെൻറ് പദ്ധതികളിൽ പങ്കാളികളാകുവാനും ബിസിനസ്സുകാർ ശ്രമിക്കേണ്ടത് അനിവാര്യമാണ്. ഇതും ബിസിനസ്സിൻ്റെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബിസിനസ്സിൻ്റെ സാമൂഹിക ഉത്തരവാദിത്വം കൊണ്ട് സമൂഹത്തിനുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ബിസിനസ്സുകാർക്കുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യമാണ് ഇറ്റ് ബ്രിങ് ഗുഡ് റിലേഷൻ വിത്ത് ഹൗസ്. It bring good reputation to business houses which help them attract and retain efficient employees. It bring good reputation to business houses which help them to attract and retain efficient employees. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ വളരെയധികം മനോഹരമായിട്ട് സമൂഹത്തോട് പൂർത്തിയാക്കി കഴിഞ്ഞാൽ സമൂഹത്തിൻ്റെ ഇടയിൽ ആ ഒരു ബിസിനസ് സംരംഭത്തിന് നല്ല രീതിയിലുള്ള പ്രതിച്ഛായ വളർത്തിയെടുക്കാൻ അത് കാരണമായി മാറുന്നു. ഇതുകൂടാതെ തന്നെ എംപ്ലോയീസിനോടുള്ള കടപ്പാടും എംപ്ലോയീസിനോടുള്ള പ്രതിബദ്ധതയും ഉത്തരവാദിത്വം ഒരു ബിസിനസ് ഓർഗനൈസേഷന് പൂർത്തീകരിക്കാൻ കഴിഞ്ഞാൽ കാര്യക്ഷമതയുള്ള ഒരു വർക്ക് ഫോഴ്സിന് ബിസിനസ് ഓർഗനൈസേഷൻ നിലനിർത്തിക്കൊണ്ട് പോകാനും സാധിക്കുന്നു. ഇത് ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഉയർച്ചയ്ക്ക് കാരണമായി മാറുന്നു. ടു എൻകറേജ് ഫെയർ ബിസിനസ് പ്രാക്ടീസസ്, അതായത് ബിസിനസ്സിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് നടപ്പിലാക്കി കഴിഞ്ഞാൽ ബിസിനസ് ഓർഗനൈസേഷനിൽ ന്യായമായ രീതിയിലുള്ള ബിസിനസ് പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുവാൻ സാധിക്കുന്നു. It helps the business houses to comply with the legal and ethical standard. ബിസിനസ് ഓർഗനൈസേഷന് നിയമപരവും അതുപോലെ തന്നെ ധാർമ്മികപരവുമായിട്ടുള്ള നിലവാരം വെച്ച് പുലർത്തുവാൻ സാധിക്കുന്നു. തൽഫലമായിട്ട് ബിസിനസ്സിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നിയമപരവും അതുപോലെ തന്നെ ധാർമ്മികപരവുമായിട്ടുള്ള മാനദണ്ഡങ്ങൾ സന്തുലിതമായ അവസ്ഥയിൽ കൊണ്ടുപോകുവാനും അതിനനുസരിച്ചുകൊണ്ട് ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്തുവാനും സാധിക്കുന്നു. ബിസിനസ്സിൻ്റെ അകത്ത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവരുന്നതിലൂടെ ബിസിനസ് ഓർഗനൈസേഷന് ധാർമ്മികവും അതുപോലെ തന്നെ നിയമപരവുമായിട്ടുള്ള മാനദണ്ഡങ്ങൾ സമൂഹത്തോട് കർശനമായി പാലിക്കുവാൻ സാധിക്കുന്നു. തൽഫലമായിട്ട് ബിസിനസ് ഓർഗനൈസേഷന് സമൂഹത്തിലെ ആളുകൾക്ക് വേണ്ട മെച്ചപ്പെട്ട രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിന് ഇത് കാരണമായി മാറുന്നു. ഓക്കെ, അപ്പോൾ നിയമപരവും അതുപോലെ തന്നെ ധാർമ്മികപരവുമായിട്ടുള്ള നിലവാരത്തിൽ ബിസിനസ് പ്രവർത്തനങ്ങളെ സന്തുലിതമായിട്ട് കൊണ്ടുപോകാൻ ബിസിനസ് ഓർഗനൈസേഷനെ സഹായിക്കുന്ന ഒന്നാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് എൻകറേജ് ഫെയർ യൂസ് ഓഫ് സൊസൈറ്റിയൽ റിസോഴ്സസ്, അതായത് നമ്മുടെ പ്രകൃതിദത്ത ഉറവിടങ്ങളെയും വിഭവങ്ങളെയും ശരിയായ രീതിയിൽ ഫലപ്രദമായി വിനിയോഗിക്കുവാൻ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ബിസിനസ്സിനെ സഹായിക്കുന്നു. ഇറ്റ് ഹെൽപ്പ് ടു മെയിൻറ്റെയിൻ കോഡിയൽ റിലേഷൻ വിത്ത് ഡിഫറെൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അതായത് നമ്മുടെ ബിസിനസ്സിൻ്റെ വ്യത്യസ്ത പങ്കാളികളുമായിട്ട് ദൃഢമായതും നല്ല രീതിയിലുമുള്ള വ്യാപാര വാണിജ്യ ബന്ധം നിലനിർത്തുവാൻ ബിസിനസ്സിനെ സഹായിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യമാണ് ഇറ്റ് ഡിഫറൻഷിയേറ്റ് ദ ഫെയിം ഫ്രം ഇറ്റ്സ് കോമ്പറ്റേറ്റേഴ്സ് ആൻഡ് പ്രൊഡക്റ്റ് ഗെറ്റ് യൂണിക് ഇമേജ് ഇൻ ദി മാർക്കറ്റ്, അതായത് ബിസിനസ് ഓർഗനൈസേഷനിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നടപ്പിലാക്കുന്നത് വഴി കോമ്പറ്റേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കിടയിൽ തങ്ങളുടെ ബിസിനസ് ഫെയിമിന് ഒരു മത്സര നേട്ടം കൈവരിക്കുവാനും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ ഒരു തനതായിട്ടുള്ള ഒരു യുണീക്ക് ഇമേജ് ഉണ്ടാക്കിയെടുക്കുവാനും തനതായിട്ടുള്ള ഒരു പ്രതിച്ഛായ വളർത്തിയെടുക്കുവാനും ബിസിനസ്സുകാരെ സഹായിക്കുന്നു. ഇറ്റ് ഇൻക്രീസ് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദി ബിസിനസ് ഫെയിം ഇൻ ലോങ് റൺ, അതായത് ദീർഘകാലഘട്ടത്തിലേക്ക് വേണ്ടിയുള്ള ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ദീർഘകാലഘട്ടത്തിലേക്ക് നിലനിൽക്കാൻ വേണ്ടിയുള്ള ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ദീർഘകാലഘട്ടത്തേക്ക് നിലനിൽക്കാൻ വേണ്ടിയുള്ള ലാഭത്തിലേക്ക് അല്ലെങ്കിൽ ഉയർച്ചയിലേക്കും സാമ്പത്തിക നേട്ടത്തിലേക്കും ബിസിനസ് ഓർഗനൈസേഷനെ എത്തിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. കാരണം ഒരു ബിസിനസ് ഓർഗനൈസേഷന് സമൂഹത്തോടുള്ള പ്രതിബദ്ധത പൂർത്തിയാക്കുന്ന വഴി ബിസിനസ്സിൻ്റെ ദീർഘകാല നിലനിൽപ്പിന് ഇത് കാരണമായി മാറുന്നു. ആ ബിസിനസ് ഫെയിമിൻ്റെ സാധനങ്ങൾക്കും ആ ബിസിനസ് ഫെയിം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്കും സേവനങ്ങൾക്കും വിപണിയിൽ നല്ല മതിപ്പുണ്ടാകുന്നു. തൽഫലമായിട്ട് ആ ബിസിനസ് ഓർഗനൈസേഷന് ദീർഘകാലത്തേക്ക് നിലനിൽക്കാൻ വേണ്ടിയുള്ള ലാഭം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു. എംപ്ലോയീസ് ഗെറ്റ് ഫെയർ വേജസ് ആൻഡ് ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ, ആ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നടപ്പിലാക്കിയിരിക്കുന്ന ബിസിനസ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് അവരുടെ അധ്വാനത്തിനൊത്ത നല്ല ശമ്പളവും അതുപോലെ തന്നെ നല്ല പ്രതിഫലവും അവർക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ബിസിനസ് അന്തരീക്ഷവും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു.
ഇറ്റ് ഹെൽപ്സ് ടു ദ കസ്റ്റമേഴ്സ് ഗെറ്റ് ബെസ്റ്റ് ക്വാളിറ്റി ഓഫ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ്. അതായത് ബിസിനസ്സിലെ ധാർമ്മിക മൂല്യങ്ങളും സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നടപ്പിലാക്കുന്നത് വഴി ബിസിനസ് ഓർഗനൈസേഷൻ ക്വാളിറ്റിയുള്ള സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിച്ച് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നതിന് കാരണമായി തീരുന്നു. തൽഫലമായിട്ട് കസ്റ്റമേഴ്സായിട്ടുള്ള ആളുകൾക്ക് കൂടുതൽ ഗുണമേന്മയുള്ള സാധനങ്ങളും സേവനങ്ങളും സമൂഹത്തിൽ നിന്ന് ലഭിക്കാൻ കാരണമായി മാറുന്നു. ഇത് ദ ഷെയർ ഹോൾഡേഴ്സ് ഗെറ്റ് റീസണബിൾ റേറ്റ് ഓഫ് റിട്ടേൺ ഫോർ ദ ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് ബിസിനസ്സിൽ മൂലധനം മുടക്കുന്ന ആളുകൾക്ക് തങ്ങൾ മുടക്കുന്ന മൂലധനത്തിന് അനുസൃതമായിട്ട് നല്ല രീതിയിലുള്ള പ്രതിഫലം കിട്ടുന്നതിന് എന്ത് കാരണമായി മാറുന്നു? ബിസിനസ്സിൽ ധാർമ്മിക മൂല്യങ്ങളും സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നടപ്പിലാക്കുന്നത് കാരണമായി മാറുന്നു. ഇറ്റ് മിനിമൈസ് ഗവൺമെൻറ് കൺട്രോൾസ് ആൻഡ് റെഗുലേഷൻസ്. നമുക്കറിയാം ഒരു ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ച് നിർത്തുന്നത് ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഗവൺമെൻറ് അതോറിറ്റീസ് നടപ്പിലാക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചുകൊണ്ടാണ്. എന്നാൽ ബിസിനസ്സിലെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും ധാർമ്മിക മൂല്യങ്ങളും നടപ്പിലാക്കുന്നതിലൂടെ ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻസും ഗവൺമെൻറ് ഇടപെടലുകളും കുറയ്ക്കുവാനും അതുവഴി എന്താണ് ഗവൺമെൻറ്റിന് ബിസിനസ് പ്രവർത്തനങ്ങളിലുള്ള മേൽനോട്ടം നിയന്ത്രണം കുറയ്ക്കുവാനും ഗവൺമെൻറ്റിന് ഒരു റിലാക്സേഷൻ കിട്ടുവാനും സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും ധാർമ്മിക മൂല്യങ്ങൾ ബിസിനസ്സിൽ നടപ്പിലാക്കുന്നത് വഴി കാരണമാകുന്നു. കാരണം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചുകൊണ്ട് ഒരു ബിസിനസ് ഫേമിനെ നിയന്ത്രിച്ച് നിർത്തുന്നതിനേക്കാൾ വളരെയധികം എളുപ്പമാണ് ഒരു ബിസിനസ്സിൻ്റെ സമൂഹത്തോടുള്ള ഉത്തരവാദിത്തം എന്തെന്ന് വ്യക്തമാക്കുന്നതും അതുപോലെ തന്നെ ധാർമ്മിക മൂല്യങ്ങൾ ബിസിനസ്സിൽ സ്ഥാപിക്കുന്നതും. തൽഫലമായിട്ട് ബിസിനസ് ഓർഗനൈസേഷൻ ഈ ഒരു ധാർമ്മിക മൂല്യത്തിനും സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസും നല്ല രീതിയിൽ പൂർത്തിയാക്കുന്ന വഴി ഗവൺമെൻറ് ഇൻ്റർവെൻഷൻസ് ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളുടെ മേലുള്ളത് കുറയ്ക്കുവാൻ കാരണമായി മാറുന്നു. ഇത് the government will relieved from over exploitation of resource pollutions and other harmful ബിസിനസ് ആക്ടിവിറ്റീസ്. അതായത് നമ്മുടെ ബിസിനസ്സിലെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസും അതുപോലെ തന്നെ ധാർമ്മിക മൂല്യങ്ങളും നടപ്പിലാക്കുന്നത് വഴി ബിസിനസ് ഓർഗനൈസേഷൻസ് തെറ്റായ രീതിയിൽ ബിസിനസ് നിലനിൽക്കുന്ന പരിസ്ഥിതിയിൽ ഉറവിടങ്ങളെയും പ്രകൃതി വിഭവങ്ങളെയും ഉപയോഗിക്കാതിരിക്കുവാനും അതുപോലെ തന്നെ എന്താണ് പ്രകൃതിയിലുള്ള മലിനീകരണത്തിൻ്റെ തോത് ഒരു പരിധിവരെ കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ സമൂഹത്തിലെ ആളുകൾക്ക് ദോഷകരമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുന്നത് ഇല്ലാതാക്കുവാനും ഇതുവഴി സാധ്യമാകുന്നു. തൽഫലമായിട്ട് എന്താണ് ഒരു ഇക്കോ ഫ്രണ്ട്ലി അന്തരീക്ഷം ബിസിനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്തരീക്ഷത്തെ വളർത്തിയെടുക്കാൻ ബിസിനസ്സുകാർക്ക് സാധിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യമാണ് ബിസിനസ്സിലെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും അതുപോലെ തന്നെ എന്താണ് ധാർമ്മിക മൂല്യങ്ങളും നടപ്പിലാക്കുന്നത് വഴി സമൂഹത്തിലെ കസ്റ്റമേഴ്സായിട്ടുള്ള ആളുകൾക്ക് ഗുണമേന്മയുള്ള സാധനങ്ങളും സേവനങ്ങളും ലഭിക്കുന്നതിന് കാരണമായി മാറുന്നു. ദോഷകരമായിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം നിർത്തുന്നു. അതുപോലെ തന്നെ പരിസ്ഥിതി മലിനീകരണവും പ്രകൃതി വിഭവങ്ങളുടെ അമിത ചൂഷണം ഇല്ലാതാക്കുവാനും ഇക്കോ ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും ബിസിനസ്സുകാരെ സഹായിക്കുന്ന ഒന്നാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും ധാർമ്മിക മൂല്യങ്ങളും ബിസിനസ്സിൽ നടപ്പിലാക്കുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ഗുഡ് റിലേഷൻ വിത്ത് ദ ഡിഫറെൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓഫ് ദി ബിസിനസ്. അതായത് ബിസിനസ്സിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അതായത് ക്രെഡിറ്റേഴ്സ് ആകാം, കസ്റ്റമേഴ്സ് ആകാം, എംപ്ലോയീസ് ആകാം, ഓണർ ആകാം, ഡെപ്റ്റേഴ്സ് ആകാം, ഗവൺമെൻറ് ആകാം, ഈ തരത്തിലുള്ള ആളുകളുമായിട്ട് നല്ല രീതിയിലുള്ള വ്യാപാര വാണിജ്യ ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകാൻ ബിസിനസ്സിനെ സഹായിക്കുന്ന ഒന്നാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഇനി ഓരോ വ്യക്തികളോടുമുള്ള സമൂഹത്തിലെ ബിസിനസ്സിൻ്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ബിസിനസ് ഓർഗനൈസേഷൻ ഓരോ സ്റ്റേക്ക് ഹോൾഡേഴ്സിനോടും പൂർത്തീകരിക്കേണ്ട സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് വിശകലനം ചെയ്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യമാണ് റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ഷെയർ ഹോൾഡേഴ്സ്. അതായത് ഒരു ബിസിനസ് സംരംഭത്തിന് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള മൂലധനം മുടക്കുന്ന വ്യക്തികളെയാണ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അവരോടുള്ള ബിസിനസ്സിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തത്തെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്നാമത്താണ് റീസണബിൾ ഡിവിഡൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യമാണ് റീസണബിൾ ഡിവിഡൻഡ് എന്ന് പറയുന്നത് ന്യായമായിട്ടുള്ള ഡിവിഡൻഡ് എല്ലാ രീതിയിലും എല്ലാ മാസവും അതിൻ്റെ പങ്കാളികളായിട്ടുള്ള ബിസിനസ്സിൻ്റെ ഉടമസ്ഥർക്ക് തീർച്ചയായിട്ടും ലഭിക്കണം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് കമ്പനി ടു പേ റീസണബിൾ ഡിവിഡൻഡ് ടു ദി ഷെയർ ഹോൾഡേഴ്സ് ഇൻ ടൈം. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്തമാണ് ആ കമ്പനിയിൽ മൂലധനം മുടക്കിയിരിക്കുന്ന വ്യക്തികൾക്ക് ആ ബിസിനസ് ഫേമിൻ്റെ ലാഭവിഹിതം ന്യായമായ സമയത്ത് ന്യായമായ രീതിയിൽ കൊടുക്കുക എന്നുള്ളത്. ഇതാണ് ആദ്യത്തെ ഷെയർ ഹോൾഡറിനോടുള്ള ബിസിനസ് ഓർഗനൈസേഷൻ്റെ സാമൂഹിക ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യമാണ് എത്തിക്കൽ അഡ്മിനിസ്ട്രേഷൻ. അതായത് സത്യസന്ധവും ന്യായമായിട്ടുള്ള വിവരങ്ങളായിരിക്കണം ബിസിനസ് ഓർഗനൈസേഷൻ അതിൽ മൂലധനം മുടക്കിയിരിക്കുന്ന വ്യക്തികൾക്ക് നൽകേണ്ടത്. ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദി കമ്പനി ടു എൻഷുർ effective use of money invested in shareholders through the efficient and clear management.
അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ മൂലധനം മുടക്കിയിരിക്കുന്ന ബിസിനസ് പങ്കാളികളുടെ പണം ബിസിനസ് എന്തൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും ഏതൊക്കെ മേഖലയിലുമാണ് ചെലവഴിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമായിട്ടും അത് പൂർണ്ണമായിട്ടും സത്യസന്ധമായിട്ടുള്ളതും അതുപോലെ തന്നെ ന്യായമായിട്ടുള്ള വിവരങ്ങളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഓഹരി ഉടമകൾക്ക് നൽകിയിട്ടുണ്ടാകണം. എങ്കിൽ മാത്രമേ ബിസിനസ് ഓർഗനൈസേഷനിൽ ഈ ഒരു ഓഹരി ഉടമകൾ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഉടമസ്ഥർ മുടക്കിയിരിക്കുന്ന പണം ഏതൊക്കെ രീതിയിലാണ് ശരിയായ രീതിയിൽ വിനിയോഗിച്ചിട്ടുള്ളത് എന്ന് കൃത്യമായിട്ടും ആ ഒരു ബിസിനസ്സിൻ്റെ ഉടമസ്ഥർക്ക് മനസ്സിലാവുകയുള്ളൂ. ബിസിനസ് ഓഹരി ഉടമകളുടെ മൂലധനം ഏതൊക്കെ മേഖലകളിലാണ് ചിലവഴിച്ചതെന്നും അതിനെപ്പറ്റിയുള്ള മതിയായ വിവരങ്ങൾ ശരിയായ രീതിയിൽ ബിസിനസ്സിൻ്റെ ഓണേഴ്സിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടാകണം. എങ്കിൽ മാത്രമേ ശരിയായ രീതിയിലുള്ള ബിസിനസ് ഭരണ സംവിധാനം ബിസിനസ്സിൽ നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ, ബിസിനസ് ഓർഗനൈസേഷനിൽ ഭാവിയിലേക്ക് വേണ്ട പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ബിസിനസ് ഉടമസ്ഥരെ അത് സഹായിക്കുകയുള്ളൂ. പിന്നെ മറ്റൊരു കാര്യമാണ് ട്രൂ ആൻഡ് ഫെയർ ഇൻഫർമേഷൻ. അതായത് സത്യസന്ധവും അതുപോലെ തന്നെ ന്യായമായിട്ടുമുള്ളതും സുതാര്യമായിട്ടുള്ള വിവരങ്ങൾ കൃത്യമായിട്ടും എന്ത് ചെയ്യുക, കൃത്യമായിട്ടും അതിൻ്റെ ഓഹരി ഉടമകൾക്ക് നൽകുക. അതാണ് പ്രധാനമായിട്ടും പറയുന്നത്. സത്യവും ന്യായമായിട്ടുള്ള ബിസിനസ് വിവരങ്ങൾ കൃത്യമായിട്ട് എന്ത് കൊടുത്തിട്ടുണ്ടാകണം, ബിസിനസ്സിൻ്റെ ഓഹരി ഉടമകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടാകണം. ദ ബിസിനസ് ഹാസ് ടു ഗീവ് ദ ഷെയർ ഹോൾഡേഴ്സ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ഇറ്റ്സ് ഓപ്പറേഷൻ. അതായത് ബിസിനസ്സിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സത്യസന്ധവും ന്യായമായിട്ടുള്ള കാര്യങ്ങളെ അതിന് ആ ബിസിനസ് സ്ഥാപനത്തിന് മൂലധനം മുടക്കിയിരിക്കുന്ന ബിസിനസ് പങ്കാളികൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടാകണം. അല്ല എങ്കിൽ ബിസിനസ് ഓർഗനൈസേഷൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട് സത്യസന്ധമായിട്ടും ന്യായമായ രീതിയിലും അതാത് മൂലധനം മുടക്കിയിരിക്കുന്ന ബിസിനസ് ഓണേഴ്സിനെ അറിയിച്ചിട്ടുണ്ടാകണം. ദ ഇൻഫർമേഷൻ പ്രൊവൈഡ് ഷെയർ ഹോൾഡേഴ്സ് മസ്റ്റ് ആക്യുറേറ്റ്, ക്ലിയർ ആൻഡ് കംപ്ലീറ്റ് ഇൻ ഓൾ റെസ്പെക്ട്. അതായത് ഓഹരി ഉടമകൾക്ക് ബിസിനസ് നൽകുന്ന എല്ലാ വിവരങ്ങളും പൂർണ്ണമായതും അതുപോലെ തന്നെ വളരെയധികം വ്യക്തമായതും കൃത്യതയുള്ളതുമായിരിക്കണം. എങ്കിൽ മാത്രമേ ബിസിനസ്സിൻ്റെ ഉടമസ്ഥർക്ക് ബിസിനസ്സിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ തീരുമാനമെടുക്കുവാനും അതുപോലെ തന്നെ ബിസിനസ് ഓർഗനൈസേഷനിലെ ഓരോരോ സാഹചര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള പദ്ധതികൾക്കും വേണ്ടി ഈ ഒരു വിവരങ്ങൾ വിനിയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ബിസിനസ് ഓർഗനൈസേഷൻ്റെ പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റീസ് ആണ്. ഒന്ന്, ബിസിനസ് ഓർഗനൈസേഷൻ ബിസിനസ്സിൻ്റെ ഓണേഴ്സിനോട് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിനോട് മൂലധനം മുടക്കുന്ന വ്യക്തികളോട് ഉള്ള ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഉത്തരവാദിത്തത്തെ പറ്റിയാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്താണ്, അവർ മുടക്കുന്ന മൂലധനത്തിന് ആനുപാതികമായിട്ട് അവർക്ക് ന്യായമായ രീതിയിൽ ബിസിനസ് ഓർഗനൈസേഷൻ ലാഭവിഹിതം കൊടുത്തിട്ടുണ്ടാകണം, റീസണൽ ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ടാകണം. എഫിഷ്യൻറ്റ് അഡ്മിനിസ്ട്രേഷൻ, അതായത് നല്ല രീതിയിലുള്ള ഭരണ സംവിധാനം നടപ്പിലാക്കുവാൻ വേണ്ടി ബിസിനസ് ഓർഗനൈസേഷൻ മൂലധനം മുടക്കിയിരിക്കുന്ന വ്യക്തികൾക്ക് അവർ വിനിയോഗിച്ചേക്കുന്ന മൂലധനം എന്തൊക്കെ മേഖലകളിലാണ് ഫലപ്രദമായിട്ട് വിനിയോഗിച്ചേക്കുന്നതെന്ന് ബിസിനസ് കൃത്യമായിട്ടും അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ ബിസിനസ്സിൻ്റെ ഓണേഴ്സിനെ അറിയിച്ചിട്ടുണ്ടാകണം. എങ്കിൽ മാത്രമേ ശരിയായ രീതിയിലുള്ള ഭരണ സംവിധാനം ബിസിനസ്സിൽ നടപ്പിലാവുകയുള്ളൂ. പിന്നെ ബിസിനസ്സിൽ മൂലധനം മുടക്കിയിരിക്കുന്ന വ്യക്തികൾക്ക് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ നൽകേണ്ട വിവരങ്ങൾ എന്ന് പറയുന്നത് കൃത്യവും അതുപോലെ തന്നെ സുതാര്യമുള്ളതുമായിരിക്കണം. ഒരു ബിസിനസ് ഓർഗനൈസേഷന് ബിസിനസ്സിൽ മൂലധനം മുടക്കിയിരിക്കുന്ന വ്യക്തികൾക്ക് നൽകേണ്ട വിവരങ്ങൾ പൂർണ്ണവും കൃത്യതയാർന്നതും അതുപോലെ തന്നെ സുതാര്യമായിട്ടുള്ളവയായിരിക്കണം, വ്യക്തതയുള്ളതുമായിരിക്കണം. എങ്കിൽ മാത്രമേ ഷെയർ ഹോൾഡേഴ്സിന് ബിസിനസ് ഓർഗനൈസേഷൻ്റെ പ്രോഗ്രസ് എന്തുമാത്രമുണ്ട് എന്ന് വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. ഇനി മറ്റൊരു കാര്യമാണ് റെസ്പോൺസിബിലിറ്റി ടുവാർഡ്സ് ദി എംപ്ലോയീസ്. അതായത് ബിസിനസ്സിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ സഹായിക്കുന്ന വ്യക്തികളെ വിളിക്കുന്ന പേരാണ് എംപ്ലോയീസ് എന്ന് പറയുന്നത്. ഇവർ എംപ്ലോയർക്ക് വേണ്ടി അല്ലെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷന് വേണ്ടി അവർ ബിസിനസ്സിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായിട്ടും ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുന്നു. അവരാണ് ബിസിനസ് ഓർഗനൈസേഷൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ബിസിനസ് ഓർഗനൈസേഷനെ സഹായിക്കുന്നത്. ഒന്നാമത്തെ കാര്യമാണ് ഫെയർ റിമ്യൂണറേഷൻ. അതായത് ന്യായമായ രീതിയിലുള്ള വേതനം നൽകിയിട്ടുണ്ടാകണം. ഒരു ബിസിനസ് വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് അവർക്ക് ന്യായമായ വേതനം ലഭിക്കുവാനുള്ള അധികാരമുണ്ട്. അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കും അവർ ചെയ്യുന്ന ജോലിഭാരവും അനുസരിച്ചുകൊണ്ടായിരിക്കണം അവരുടെ വേതനം നിർണ്ണയിക്കേണ്ടത്. സേഫ് ആൻഡ് സെക്യൂർ വർക്കർ എൻവയോൺമെൻറ്റ്, അതായത് സുരക്ഷിതത്വവും അതുപോലെ തന്നെ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചിട്ടുള്ള ജോലി അന്തരീക്ഷമായിരിക്കണം പ്രധാനമായിട്ടും ബിസിനസ്സിലെ എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ ബിസിനസ് ഓർഗനൈസേഷനോട് പൂർണ്ണമായിട്ട് ആത്മാർത്ഥത പുലർത്തിക്കൊണ്ട് കൂടുതൽ കാര്യക്ഷമതയോടുകൂടി എംപ്ലോയീസിന് വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിനു വേണ്ടിയുള്ള സേഫ്റ്റി മെഷർമെൻറ്റ്സ് എല്ലാം എടുത്തിട്ടുണ്ടാകണം. പിന്നെ മറ്റൊരു കാര്യമാണ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ കരിയർ അഡ്വാൻസ്മെൻറ്റ്. തങ്ങളുടെ ഏതൊരു ബിസിനസ് ഫേമിലും എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കരിയറിനും അവരുടെ ഭാവി ഗ്രോത്തിനും വേണ്ടിയാണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഏതൊരു ബിസിനസ് ഫേമിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് പുതിയ അറിവുകൾ പഠിക്കുവാനും അതുപോലെ തന്നെ തങ്ങളുടെ കഴിവുകൾ ഫലപ്രദമായിട്ട് വിനിയോഗിക്കുവാനും തങ്ങൾ ഏത് മേഖലയിലാണ് ജോലി ചെയ്യുന്നത് അവിടെ കൂടുതൽ
പരിശീലനവും പരിജ്ഞാനവും സിദ്ധിക്കുന്ന തരത്തിലായിരിക്കണം ഏതൊരു എംപ്ലോയിക്കും വേണ്ടിയുള്ള ജോലി വിഭാവനം ചെയ്യേണ്ടത് ബിസിനസ് ഫേമിൽ. പിന്നെ മറ്റൊരു കാര്യമാണ് പ്രോപ്പർ സെറ്റിൽമെൻറ്റ് ഓഫ് ഗ്രീവൻസസ്. എംപ്ലോയീസിൻ്റെ പരാതികളും എംപ്ലോയീസിൻ്റെ പരിഭവങ്ങളും ശരിയായ രീതിയിൽ പരിഹരിക്കുക എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പിന്നെ കോഡി റിലേഷൻഷിപ്പ്, അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗഹൃദ ബന്ധങ്ങളുമായി ബിസിനസ് ഓർഗനൈസേഷനും അതുപോലെ ബിസിനസ് ഓർഗനൈസേഷൻ്റെ മാനേജ്മെൻറ്റും അതുപോലെ തന്നെ എംപ്ലോയീസും തമ്മിൽ സൗഹൃദപരമായിട്ടുള്ള വ്യാപാര വാണിജ്യ ബന്ധങ്ങളും തൊഴിൽ ബന്ധങ്ങളും ഉണ്ടാക്കിയെടുക്കുക. ആഡിക്കേറ്റ് വെൽഫെയർ ഫെസിലിറ്റീസ് എക്സെട്ര, അതായത് ഒരു എംപ്ലോയീസിൻ്റെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുന്ന തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക, എംപ്ലോയീസിൻ്റെ ക്ഷേമം ഉറപ്പുവരുന്ന തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക. ഇത്രയുമാണ് പ്രധാനപ്പെട്ടത്. ഇനി മറ്റൊരു കാര്യമാണ് കൺസ്യൂമേഴ്സ് ആയിട്ടുള്ള ആളുകളോടുള്ള ബിസിനസ് ഓർഗനൈസേഷൻ്റെ പ്രധാനപ്പെട്ട ചുമതലകൾ എന്തൊക്കെയാണ്. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ നിലനിൽക്കാൻ കാരണം എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സ് തന്നെയാണ് അല്ലേ. അപ്പോൾ അവരോടുമുള്ള ഉത്തരവാദിത്വം ശരിയായ രീതിയിൽ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഒന്നാമത്തെ കാര്യമാണ് സാറ്റിസ്ഫാക്ഷൻ ദി നീഡ്സ്, അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ ന്യായമായ വിലയിൽ ന്യായമായ ക്വാളിറ്റിയിൽ അവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നതാണ് അവരുടെ ബിസിനസ് ഓർഗനൈസേഷൻ കസ്റ്റമേഴ്സിനോടുള്ള ഏറ്റവും ആദ്യത്തെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അവ കസ്റ്റമേഴ്സായിട്ടുള്ള ആളുകളുടെ ആവശ്യങ്ങളും അവരുടെ അഭിരുചികളും അവരുടെ ആഗ്രഹങ്ങളും എന്തെന്ന് മനസ്സിലാക്കുക എന്നതാണ് പ്രധാനമായിട്ടും ബിസിനസ് ഓർഗനൈസേഷൻ്റെ കസ്റ്റമേഴ്സിലുള്ള ഉത്തരവാദിത്വം. അതിനനുസരിച്ച് കൊണ്ട് വേണം അവരുടെ ആവശ്യങ്ങളെയും അവരുടെ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കുന്ന രീതിയിലുള്ള ഉൽപ്പന്നങ്ങളായിരിക്കണം അവർക്ക് വിതരണം ചെയ്യേണ്ടത്. ദ പ്രൊഡക്റ്റ് മസ്റ്റ് ബി സാറ്റിസ്ഫൈ ദ നീഡ്സ് ഓഫ് ദി കൺസ്യൂമർ ബെസ്റ്റ് പോസിബിൾ മാർക്കറ്റ്. ശരിയായ രീതിയിൽ കസ്റ്റമേഴ്സായിട്ടുള്ള ആളുകളുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ വേണ്ടിയിട്ടുള്ളവയായിരിക്കണം ഉൽപ്പാദകൻ്റെ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഉൽപ്പാദകൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങൾ ശരിയായ രീതിയിൽ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ടാകണം. പിന്നെ മറ്റൊരു കാര്യമാണ് ബെസ്റ്റ് ക്വാളിറ്റിയുള്ള സാധനങ്ങളായിരിക്കും, ഗുണമേന്മ കൂടിയ സാധനങ്ങളായിരിക്കണം പ്രധാനമായിട്ടും കസ്റ്റമേഴ്സിന് കൊടുക്കേണ്ടത്. കസ്റ്റമേഴ്സായിട്ടുള്ള ആളുകൾക്ക് ക്വാളിറ്റി ഈസ് ദ ഫിറ്റ്നസ് ഫോർ യൂസ് ഓഫ് പ്രോഡക്റ്റ്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് പ്രോഡക്റ്റ് ഇൻക്ലൂഡ് പ്യൂരിറ്റി, യൂട്ടിലിറ്റി, ഡ്യൂറബിലിറ്റി. അതായത് ഒരു ഉൽപ്പന്നം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നത്തിൻ്റെ ഉപയോഗത്തിന് വേണ്ടിയുള്ള ഒരു യോഗ്യതയാണ് അതിൻ്റെ ഗുണനിലവാരം എന്ന് പറയുന്നത്. ഒരു ഉൽപ്പന്നം കസ്റ്റമേഴ്സിന് ഉപയോഗിക്കാൻ പ്രാപ്തമാണോ എന്ന് തീരുമാനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘട്ടമാണെന്ന് പറയുന്നത്. ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു ഉൽപ്പന്നത്തിൻ്റെ കാര്യക്ഷമത എന്തുമാത്രമുണ്ട്, അതിൻ്റെ ഉപയോഗത അതിൻ്റെ പ്രയോജനം അതിൻ്റെ പ്രാപ്തി എന്തുമാത്രമുണ്ട് എന്ന് വിലയിരുത്തുന്ന ഒരു ഘട്ടമാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഇത് ഉൽപ്പന്നത്തിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഘടകമായിട്ട് കണക്കാക്കപ്പെടുന്നത്. നമ്മൾ അതിൻ്റെ ഉൽപ്പന്നത്തിൻ്റെ ശുദ്ധത, അതിൻ്റെ ഉപയോഗ രീതി, അതിൻ്റെ കാലദൈർഘ്യം മുതലായവയാണ് ഒരു ഉൽപ്പന്നത്തിൻ്റെ ഗുണമേന്മയെ തീരുമാനിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. സോ കസ്റ്റമേഴ്സായിട്ടുള്ള ആളുകളുടെ ആവശ്യങ്ങളെ നിറവേറ്റാൻ പ്രാപ്തിയുള്ള ഗുണമേന്മയുള്ള സാധനങ്ങളായിരിക്കണം കസ്റ്റമേഴ്സിന് വിതരണം ചെയ്ത് കൊടുക്കേണ്ടത്. ദ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് ഓഫർഡ് ബൈ ദ ഫേം മസ്റ്റ് മീറ്റ് ദ ക്വാളിറ്റി എക്സ്പെക്ടേഷൻ ഓഫ് ദി കസ്റ്റമേഴ്സ്. അതായത് സാധനങ്ങളോ സേവനങ്ങളോ കസ്റ്റമേഴ്സിന് വിതരണം ചെയ്യുമ്പോൾ അവരുടെ ഗുണമേന്മപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളെ പൂർത്തീകരിക്കുന്ന തരത്തിലായിരിക്കണം ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ഫെയർ പ്രൈസ്, ന്യായമായ വിലയ്ക്കായിരിക്കണം കസ്റ്റമേഴ്സിന് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ടത്. ദ പ്രൈസ് ഓഫ് പ്രോഡക്റ്റ് മേ ബി റീസണബിൾ ആൻഡ് അഫോർഡബിൾ ടു ദി കസ്റ്റമേഴ്സ്. ഇറ്റ് ഈസ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് ദി ബിസിനസ് ചാർജ് പ്രൈസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ കോസ്റ്റ് ഓഫ് യൂട്ടിലിറ്റി ക്വാളിറ്റി ഓഫ് ദി പ്രൊഡക്റ്റ്. അതായത് കസ്റ്റമേഴ്സിന് താങ്ങാവുന്ന രീതിയിലായിരിക്കണം ഉൽപ്പന്നങ്ങളുടെ വില കസ്റ്റമേഴ്സിൽ നിന്നും ഈടാക്കേണ്ടത്. ഒരു അത് ബിസിനസ്സുകാർക്ക് കസ്റ്റമേഴ്സിനോടുള്ള ഒരു ഉത്തരവാദിത്തമാണ്. കസ്റ്റമേഴ്സിന് താങ്ങാവുന്ന, കസ്റ്റമേഴ്സിന് ന്യായമായ വിലയിലായിരിക്കും, കസ്റ്റമേഴ്സിന് റീസണബിൾ ആയിട്ടുള്ള പ്രൈസിലായിരിക്കണം സാധനങ്ങളും സേവനങ്ങളും കസ്റ്റമേഴ്സിന് എത്തിച്ചു കൊടുക്കേണ്ടത്. ഓരോ ഉൽപ്പന്നത്തിൻ്റെയും ക്വാളിറ്റിയും അതിൻ്റെ ഗുണമേന്മയും അതിൻ്റെ ഉപയോഗരീതിയും അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം ഒരു ഉൽപ്പന്നത്തിൻ്റെ പ്രൈസ് നിശ്ചയിക്കേണ്ടത്. അത് കസ്റ്റമേഴ്സിന് താങ്ങാവുന്ന രീതിയിലായിരിക്കണം ആ വില നിർണ്ണയം നടത്തേണ്ടത്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് ദ ക്വാളിറ്റി ആൻഡ് യൂട്ടിലിറ്റി ഓഫ് ദി പ്രോഡക്റ്റ് ഇസ് ലോ കമ്പയർഡ് ടു ഇറ്റ്സ് പ്രൈസ് ദെൻ ഇറ്റ് ഈസ് അഗൈൻസ്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദി കസ്റ്റമേഴ്സ്. അതായത് ഒരു ഉൽപ്പന്നത്തിൻ്റെ വിലയും അതിൻ്റെ ഗുണനിലവാരവും ഒരു ഉൽപ്പന്നത്തിൻ്റെ ഉപയോഗവും അതിൻ്റെ ഗുണനിലവാരവും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ അതിൻ്റെ വില കുറവാണെങ്കിൽ അത് കസ്റ്റമേഴ്സിൻ്റെ താല്പര്യങ്ങൾക്ക് എഗനസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതായത് കസ്റ്റമേഴ്സ് ഒരു ഉൽപ്പന്നത്തിൻ്റെ വിലയും അതിൻ്റെ ഗുണമേന്മയും അതിൻ്റെ ഉപയോഗ രീതിയും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ വിലയ്ക്ക് അനുസൃതമായ രീതിയിൽ ഗുണമേന്മയും ഉപയോഗ
ഫലപ്രാപ്തിയും അതിനില്ല എങ്കിൽ ആ തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് കസ്റ്റമറുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ്. സോ ന്യായമായ വിലയിൽ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പ്രാപ്തിയുള്ള ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ ദീർഘകാല ഉപയോഗമുള്ള ഉൽപ്പന്നങ്ങളുമായിരിക്കണം കസ്റ്റമേഴ്സിന് ന്യായമായ വിലയിൽ വിതരണം ചെയ്ത് കൊടുക്കേണ്ടത്. ആ തരത്തിൽ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും പൂർത്തീകരിക്കാൻ ബിസിനസ്സുകാരന് സാധിച്ചിട്ടുണ്ടാകണം. പിന്നെ മറ്റൊരു കാര്യമാണ് ബെറ്റർ റിലേഷൻഷിപ്പ് ആൻഡ് സർവീസ്. അതായത് മികച്ച രീതിയിലുള്ള ബന്ധങ്ങളും സേവനങ്ങളും കസ്റ്റമേഴ്സുമായിട്ട് നിലനിർത്തിക്കൊണ്ട് പോകുവാൻ ബിസിനസ് ഓർഗനൈസേഷൻ ശ്രദ്ധിച്ചിട്ടുണ്ടാകണം. എങ്കിൽ മാത്രമേ ഒരു ബിസിനസ് ഓർഗനൈസേഷന് ദീർഘകാലത്തേക്ക് വാണിജ്യ വ്യാപാര ബന്ധങ്ങൾ വലിയൊരു കസ്റ്റമർ സമൂഹമായിട്ട് നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ബിസിനസ് മെയിൻറ്റെയിൻ കോഡിയർ റിലേഷൻഷിപ്പ് വിത്ത് കസ്റ്റമേഴ്സ്, ഓഫർ ബെറ്റർ സെയിൽസ് ആൻഡ് സെയിൽസ് ആഫ്റ്റർ സർവീസ് ടു ദം. അതായത് കസ്റ്റമേഴ്സുമായിട്ട് മികവാർന്ന രീതിയിലുള്ള ഒരു വാണിജ്യ വ്യാപാര ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകാൻ ബിസിനസ്സുകാർ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാകണം. അതിനുവേണ്ടി കസ്റ്റമറിന് ഉൽപ്പന്നങ്ങൾ വിൽക്കുമ്പോഴും ഉൽപ്പന്നങ്ങൾ വിറ്റതിന് ശേഷമുള്ള മെയിൻ്റനൻസ്, അതുപോലെ തന്നെ റിപ്പയറിങ് മുതലായിട്ടുള്ള സേവനങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ടാകണം. ഇതൊക്കെയും കസ്റ്റമേഴ്സുമായിട്ട് ദീർഘകാല വാണിജ്യ വ്യാപാര ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകാൻ ഒരു ബിസിനസ്സുകാരനെ സഹായിക്കുന്ന ഒന്നാണ്. ഇനി മറ്റൊരു കാര്യമാണ് ബിസിനസ്സിൻ്റെ ഓണർ മൂലധനം മുടക്കിയത് തികയാതെ വരുമ്പോൾ ബിസിനസ് പലതരത്തിലുള്ള വ്യക്തികളുടെ കയ്യിൽ നിന്നും ബിസിനസ് ഓർഗനൈസേഷൻ മുന്നോട്ട് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള പണം കടത്തിന് വാങ്ങും. ആ തരത്തിലുള്ള വ്യക്തികളെ വിളിക്കുന്ന പേരാണ് ക്രെഡിറ്റേഴ്സ്. അവരോടുള്ള ഉത്തരവാദിത്വം എങ്ങനെയാണ് ബിസിനസ് ഓർഗനൈസേഷൻ പൂർത്തീകരിക്കേണ്ടത്, അവരോടുള്ള ഉത്തരവാദിത്വം എന്തൊക്കെയെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യമാണ് ഗീവിങ് ആഡിക്വേറ്റ് സെക്യൂരിറ്റീസ് ഫോർ ലോൺസ്. അതായത് ബിസിനസ് ഓർഗനൈസേഷന് മൂലധനം മുടക്കുന്ന ബിസിനസ് ഓണേഴ്സിൻ്റെ കയ്യിൽ പണം തികയാതെ വരുമ്പോൾ ബിസിനസ്സുകാർ മുന്നോട്ടുള്ള ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പണം കണ്ടെത്താൻ വേണ്ടി ക്രെഡിറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്നു. അങ്ങനെയാണെങ്കിൽ അതിന് ലോൺ എന്തെങ്കിലും വാങ്ങുമ്പോൾ അതിന് മതിയായ സെക്യൂരിറ്റി കൊടുക്കുക. ഉദാഹരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂല്യമുള്ള എന്തെങ്കിലും ക്രെഡിറ്റേഴ്സ് തരുന്ന പണത്തിന് മൂല്യമുള്ള എന്തെങ്കിലും വസ്തു അവർക്ക് പണയത്തിനായിട്ട് കൊടുക്കുക. തൽഫലമായിട്ട് എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ, ആ ക്രെഡിറ്റേഴ്സിന് പണം തിരിച്ചു വാങ്ങുവാനുള്ള ഒരു വോയിസ് അവിടെ ഉണ്ടാവുകയുള്ളൂ. ആ തരത്തിൽ എന്താണ് ന്യായമായ രീതിയിൽ എന്താണ് വായ്പ നൽകുന്ന വായ്പയ്ക്ക് ആവശ്യമായിട്ടുള്ള സെക്യൂരിറ്റീസ് ബിസിനസ്സുകാർ ക്രെഡിറ്റേഴ്സിന് നൽകണം. ഇത് അവരുടെ ഒരു ഉത്തരവാദിത്തമാണ്. പിന്നെ മറ്റൊരു കാര്യമാണ് ഗീവിങ് കൊളാട്രൽ സെക്യൂരിറ്റീസ് ഇഫ് നീഡഡ്. അതായത് ബിസിനസ്സുകാർക്ക് പണം വായ്പ നൽകുന്ന ക്രെഡിറ്റേഴ്സ് ഏതെങ്കിലും തരത്തിൽ കൊളാട്രൽ സെക്യൂരിറ്റീസ് ആവശ്യപ്പെടുകയാണെങ്കിൽ അത് കൊടുക്കുവാൻ ആര് ബാധ്യതയുള്ളവരാണ്? തീർച്ചയായിട്ടും ബിസിനസ്സുകാർ ബാധ്യതയുള്ളവരാണ്. അത് പൂർത്തിയാക്കുക. ബിസിനസ്സിന് പണം നൽകുന്ന ക്രെഡിറ്റേഴ്സ് ഏതെങ്കിലും തരത്തിൽ കൊളാട്രൽ സെക്യൂരിറ്റീസ് ആവശ്യപ്പെടുകയാണെങ്കിൽ അത് നൽകുവാൻ ബിസിനസ്സുകാർ ക്രെഡിറ്റേഴ്സിനോട് ബാധ്യതയുള്ളവരാണ്. പിന്നെ മറ്റൊരു കാര്യമാണ് ഗീവിങ് ആഡിക്വേറ്റ് ഗ്യാരൻറ്റീസ് ഫോർ റീപേയ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് ഇൻട്രസ്റ്റ്. അതായത് ബിസിനസ് ഓർഗനൈസേഷൻ ക്രെഡിറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വായ്പയായിട്ട് വാങ്ങിയേക്കുന്ന എമൗണ്ടും അതിൻ്റെ പലിശ എമൗണ്ടും സമയബന്ധിതമായിട്ട് തിരിച്ചു കൊടുക്കാമെന്ന വാഗ്ദാനം ക്രെഡിറ്റേഴ്സുമായിട്ട് കരാറായിട്ട് കൊടുക്കുക. ഇപ്പോൾ ക്രെഡിറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എത്ര രൂപയാണ് വായ്പയായിട്ട് വാങ്ങിയേക്കുന്നത് ആ പ്രിൻസിപ്പൽ എമൗണ്ടും അതിൻ്റെ പലിശ എമൗണ്ടും സമയബന്ധിതമായിട്ട് തിരിച്ചു നൽകാമെന്നുള്ള വാഗ്ദാനം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രേഖകൾ ക്രെഡിറ്റേഴ്സുമായിട്ട് ചർച്ച ചെയ്ത് പരസ്പര ധാരണയിലെത്തുക. പിന്നെ മറ്റൊരു കാര്യമാണ് പേയ്മെൻറ്റ് ഇൻട്രസ്റ്റ് അറ്റ് ദ എഗ്രീഡ് റേറ്റ് ഓഫ് ടൈം. അതായത് എത്ര രൂപയാണ് ക്രെഡിറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നും കടമായിട്ട് വാങ്ങിയേക്കുന്നത്, ആ കടമായിട്ട് വാങ്ങിയേക്കുന്ന പൈസയ്ക്ക് എത്ര രൂപയാണ് ഇൻട്രസ്റ്റ് ആ ഒരു ക്രെഡിറ്റർ ചാർജ് ചെയ്യുന്നത് അത് സമയബന്ധിതമായിട്ട് കൊടുത്ത് തീർക്കാൻ ബിസിനസ്സുകാർ ശ്രമിക്കുക. പിന്നെ മറ്റൊരു കാര്യമാണ് റീപേയ്മെൻറ്റ് ഓഫ് ദി പ്രിൻസിപ്പൽ അറ്റ് ദ ടൈം ഇൻ ടൈം. അതായത് എത്ര രൂപയാണ് ലോൺ എടുത്തിരിക്കുന്നത് ആ ലോൺ എടുത്തിരിക്കുന്ന എമൗണ്ട് സമയബന്ധിതമായിട്ട് എന്നാണ് ലോണിൻ്റെ കാലാവധി അവസാനിക്കുന്നത് ആ ഡേറ്റിൽ തന്നെ കൃത്യമായിട്ട് തിരിച്ചടയ്ക്കാൻ ശ്രമിക്കുക. ഇത്രയുമാണ് ക്രെഡിറ്റേഴ്സിനോടുള്ള ബിസിനസ് ഓർഗനൈസേഷൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യമാണ് ബിസിനസ് ഓർഗനൈസേഷൻ സാധനങ്ങളും സേവനങ്ങളും സപ്ലൈ ചെയ്യുന്ന സപ്ലൈസ് ആയിട്ടുള്ള ആളുകളോടുള്ള ബിസിനസ് ഓർഗനൈസേഷൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളാണ് പറയുന്നത്. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ നിലനിന്ന് പോകുവാനും കസ്റ്റമേഴ്സായിട്ടുള്ള ആളുകൾക്ക് സാധനങ്ങൾ സമയബന്ധിതമായിട്ട് എത്തിച്ചു കൊടുക്കാനും ബിസിനസ് ഓർഗനൈസേഷനെ സഹായിക്കുന്ന ഒരാളുകളാണ് സപ്ലൈസ് എന്ന് പറയുന്നത്. Suppliers is a person institution who supply require raw materials or capital goods to the business. The interest of suppliers are purchasing power creditworthiness of the business. അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ സാധനങ്ങൾ സേവനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കളും അതുപോലെ തന്നെ ഫിനിഷ്ഡ് ഗുഡ്സും ഇതുകൂടാതെ തന്നെ സാധനങ്ങൾ സേവനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ ഗുഡ്സും
സപ്ലൈ ചെയ്യുന്ന വിതരണക്കാരെ വിളിക്കുന്ന പേരാണ് സപ്ലയർ എന്ന് പറയുന്നത്. ഇതൊരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ ആയിരിക്കാം. ഇനി സപ്ലയേഴ്സ് പ്രധാനമായിട്ടും ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിസിനസ് ഓർഗനൈസേഷൻ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുവാനുള്ള അവരുടെ കഴിവും അതുപോലെ തന്നെ പൈസ സമയബന്ധിതമായിട്ട് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള അവരുടെ ക്രെഡിറ്റ് വർത്തിനെസ്സിനെയുമാണ് പ്രധാനമായിട്ടും ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഭാഗത്തു നിന്നും സപ്ലയേഴ്സ് പ്രതീക്ഷിക്കുന്നത്. ഇനി അവരോടുള്ള പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫുൾഫിൽ ദി ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് പർച്ചേസ്. ഒരു ബിസിനസ്സുകാരൻ സപ്ലയറുടെ കയ്യിൽ നിന്ന് ക്യാപിറ്റൽ ഗുഡ്സോ റോ മെറ്റീരിയൽസോ അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സോ വാങ്ങുമ്പോൾ സപ്ലയറുമായി ഏർപ്പെട്ടിരിക്കുന്ന പർച്ചേസ് കരാറിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കണ്ടീഷൻസും എല്ലാ കാര്യങ്ങളും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകണം. അപ്പോൾ സാധനങ്ങളും സേവനങ്ങളും സപ്ലയറുടെ കയ്യിൽ നിന്നും ഒരു ബിസിനസ്സുകാരൻ വാങ്ങുമ്പോൾ വെച്ചിരിക്കുന്ന പർച്ചേസ് കരാറിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കാൻ ശ്രമിക്കുക. പിന്നെ മറ്റൊരു കാര്യമാണ് ഗീവ് ആഡിക്വേറ്റ് ഡീറ്റെയിൽസ് ആൻഡ് ഡോക്യുമെൻറ്റ്സ് റിക്വയർഡ് ബൈ ദ സപ്ലയർ. ഫോർ എക്സാമ്പിൾ ടാക്സ് രജിസ്ട്രേഷൻ നമ്പർ, റിട്ടേൺ ഓർഡർ, ബാങ്ക് ഡീറ്റെയിൽസ്, ട്രാൻസ്പോർട്ടേഷൻ, ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ക്രെഡിറ്റ് നോട്ട് എക്സെട്ര. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് സാധനങ്ങളും സേവനങ്ങളും പർച്ചേസ് ചെയ്യുമ്പോൾ ബിസിനസ്സുകാരായിട്ടുള്ള ആളുകൾ സപ്ലയർ ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട വിവരങ്ങളും പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സും അവർക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാകണം. ഉദാഹരണം ടാക്സ് രജിസ്ട്രേഷൻ നമ്പർ, റിട്ടേൺ വേഡ്സ്, അതുപോലെ തന്നെ ബാങ്ക് ഡീറ്റെയിൽസ്, ട്രാൻസ്പോർട്ടേഷൻ, അതുപോലെ തന്നെ ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ക്രെഡിറ്റ് നോട്ട് മുതലായവയൊക്കെ സമയബന്ധിതമായിട്ട് സപ്ലയേഴ്സ് ആവശ്യപ്പെടുമ്പോൾ ബിസിനസ്സുകാരായിട്ടുള്ള ആളുകൾ സപ്ലയേഴ്സിന് കൊടുക്കാൻ ബാധ്യതയുള്ള ഡോക്യുമെൻറ്റ്സാണിത്. ഇത് സമയബന്ധിതമായിട്ട് സപ്ലയേഴ്സ് ആവശ്യപ്പെടുമ്പോൾ കൊടുക്കുക. പിന്നെ മറ്റൊരു കാര്യമാണ് ഗീവ് ചെക്ക് ആൻഡ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഇഫ് നെസസറി. അതായത് സപ്ലയേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് സാധനങ്ങളും സേവനങ്ങളും ബിസിനസ്സുകാർക്ക് നൽകുമ്പോൾ ബിസിനസ്സുകാരുടെ കയ്യിൽ നിന്നും ഉറപ്പ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യും, സാധനങ്ങളും സേവനങ്ങളുടെ മൂല്യം തിരിച്ചു കിട്ടാൻ വേണ്ടി ഉറപ്പ് കിട്ടാൻ വേണ്ടി സപ്ലയേഴ്സ് ചില സമയത്ത് ചെക്കുകളോ അല്ലെങ്കിൽ ഡിമാൻഡ് ഡ്രാഫ്റ്റോ ആവശ്യപ്പെട്ടേക്കാം. അത് ആവശ്യമുണ്ടെങ്കിൽ ബിസിനസ്സുകാർ സപ്ലയേഴ്സിന് കൊടുക്കാൻ ബാധ്യതയുള്ളവരാണ്. പിന്നെ മറ്റൊരു കാര്യമാണ് സെറ്റിൽമെൻറ്റ് ദ പേയ്മെൻറ്റ് ഇൻ ടൈം. ഓക്കെ, ബിസിനസ്സുകാർ സപ്ലയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിരിക്കുന്ന സാധനങ്ങൾക്കും സേവനങ്ങൾക്കും അതുപോലെ തന്നെ റോ മെറ്റീരിയൽസ്, ക്യാപിറ്റൽ ഗുഡ്സ്, ഫിനിഷ്ഡ് ഗുഡ്സ് എന്നിവയ്ക്കൊക്കെ വാങ്ങിയിരിക്കുന്ന ആ ഉൽപ്പന്നങ്ങളുടെ വില സമയബന്ധിതമായിട്ട് തന്നെ സപ്ലയേഴ്സിന് കൊടുത്ത് തീർക്കാൻ ബിസിനസ്സുകാർ ബാധ്യതരാണ്. പെൻഡിങ് ഇടരുത് എന്നാണ് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യമാണ് റെസ്പോൺസിബിലിറ്റി ടുവാർഡ്സ് ദ ഗവൺമെൻറ് എന്ന് പറയുന്നത്. അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ നിലനിൽക്കുന്ന സമൂഹത്തിലെ ഗവൺമെൻറ്റിനോടുള്ള ബിസിനസ് ഓർഗനൈസേഷൻ്റെ പ്രധാനപ്പെട്ട ചുമതലകൾ എന്തൊക്കെയെന്നാണ് പറയുന്നത്. The government is an actors and regulatory mechanism. It will enact rules and laws for running the business accounts with the interest of the nations. The stake of government businesses include taxes, levies, subsidies, and financial aid. The important responsibilities of a business towards the government are as follows. അതായത് പ്രധാനമായിട്ടും ഗവൺമെൻറ്റിനോടുള്ള ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഉത്തരവാദിത്തത്തെ പറ്റിയാണ് പറയുന്നത്. ഗവൺമെൻറ് എന്ന് പറയുന്നത് ഒരു റെഗുലേറ്ററി മെക്കാനിസം പോലെയാണ് ആക്ട് ചെയ്യുന്നത്. ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ താല്പര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തുവാനും ക്രമപ്പെടുത്തുവാനും ആവശ്യമായിട്ടുള്ള നിയമങ്ങളും നിയമസംഹിതകളും നടപ്പിലാക്കുന്നു. ഇതുകൂടാതെ തന്നെ ഗവൺമെൻറ് ബിസിനസ്സിൽ പങ്കാളികളാകുന്ന ഒരു വ്യക്തിയാണ്. ഗവൺമെൻറ് ബിസിനസ് ഓർഗനൈസേഷൻ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഫണ്ടുകളും അതുപോലെ തന്നെ സബ്സിഡികളും പ്രദാനം ചെയ്യാറുണ്ട്. അപ്പോൾ തൽഫലമായിട്ട് ഗവൺമെൻറ്റും ബിസിനസ് എന്ന് പറയുന്നത് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ താല്പര്യങ്ങൾ അനുസൃതമായിട്ടായിരിക്കണം ബിസിനസ് ഓർഗനൈസേഷൻ തങ്ങളുടെ പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തേണ്ടത്. ഗവൺമെൻറ്റിനോടുള്ള വ്യത്യസ്തമായിട്ടുള്ള ബാധ്യതകളും വ്യത്യസ്തമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളും സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കുക എന്നതാണ് ബിസിനസ് ഓർഗനൈസേഷൻ ഗവൺമെൻറ്റിനോടുള്ള ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. ടാക്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ബിസിനസ് ഓർഗനൈസേഷൻ്റെ വരുമാനം നിശ്ചിത പരിധിയിൽ കൂടുതലായി കഴിഞ്ഞാൽ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടയ്ക്കുക, അതുപോലെ തന്നെ ഗവൺമെൻറ് നൽകുന്ന സബ്സിഡികളും അർഹമായ സബ്സിഡികളും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സർവീസ് സേവനങ്ങളും സമയബന്ധിതമായിട്ട് അടച്ചു പൂർത്തിയാക്കുക മുതലായിട്ടുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. പിന്നെ ഗവൺമെൻറ് നടപ്പിലാക്കിയ നിയമങ്ങൾക്കും നിയമസംഹിതകൾക്കും അനുസൃതമായിട്ട് ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തുക ക്രമപ്പെടുത്തുക എന്നതും ബിസിനസ് ഓർഗനൈസേഷൻ്റെ പ്രധാനപ്പെട്ട ചുമതലയാണ്. കംപ്ലൈ വിത്ത് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അതായത് ബിസിനസ് ഓർഗനൈസേഷൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഗവൺമെൻറ് നടപ്പിലാക്കിയേക്കുന്ന നിയമങ്ങൾക്കും നിയമസംഹിതകൾക്കും അനുസൃതമായിട്ടായിരിക്കണം. ഒബ്റ്റെയിൻ ലൈസൻസ് ആൻഡ് രജിസ്ട്രേഷൻ റിക്വയർഡ് ഫോർ ബിസിനസ് ഓപ്പറേഷൻ. അതായത് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന
റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചുകൊണ്ട് ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന ബിസിനസ് പ്രവർത്തനങ്ങൾ ചെയ്യണമെങ്കിൽ ലൈസൻസും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൽ നിന്ന് രജിസ്ട്രേഷനും നേടിയിട്ടുണ്ടാകണം. പിന്നെ മറ്റൊരു കാര്യമാണ് ഫർണിഷിംഗ് ദ റിപ്പോർട്ട് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഡോക്യുമെൻറ്റ്സ് റിക്വയർഡ് ബൈ ദ ഗവൺമെൻറ് ബിസിനസ് ഫേമുകളോട് ആവശ്യപ്പെടുന്ന വ്യത്യസ്തമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സും റിപ്പോർട്ടുകളും സമയബന്ധിതമായിട്ട് ഗവൺമെൻറ്റിൻ്റെ കൈകളിൽ എത്തിച്ചിട്ടുണ്ടാകണം. ഉദാഹരണം റിപ്പോർട്ടുകൾ, വ്യത്യസ്തമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ, ഡോക്യുമെൻറ്റ് മുതലായവയൊക്കെ ഗവൺമെൻറ് ആവശ്യപ്പെടുന്ന സമയത്ത് സമയബന്ധിതമായിട്ട് ഗവൺമെൻറ് കൈകളിലേക്ക് എത്തിക്കുക. പിന്നെ പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ഡ്യൂട്ടീസ് ഫീ ഇൻ ടൈം, അതായത് ഗവൺമെൻറ്റിൻ്റെ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ബിസിനസ് പേയ്മെൻറ്റ് ലാഭം ഒരു നിശ്ചിത പരിധിയിൽ കൂടുതലാക്കുമ്പോൾ ഗവൺമെൻറ് നിഷ്കർഷിച്ചിരിക്കുന്ന ടാക്സ് എമൗണ്ടും അതുപോലെ തന്നെ ഫീസും മുതലായവ സമയബന്ധിതമായിട്ട് ഗവൺമെൻറ് അടച്ചിട്ടുണ്ടാകണം. ഇനി മറ്റൊരു കാര്യമാണ് റെസ്പോൺസിബിലിറ്റീസ് ടുവാർഡ് ദി സൊസൈറ്റീസ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ബിസിനസ് ഓർഗനൈസേഷൻ നിലനിൽക്കുന്നത് ഏത് സമൂഹത്തിലാണോ ആ സമൂഹത്തിലുള്ള ആളുകളോടുള്ള ഉത്തരവാദിത്തം ബിസിനസ് ഓർഗനൈസേഷൻ സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കിയിട്ടുണ്ടാകണം. കാരണം ഒരു ബിസിനസ് ഓർഗനൈസേഷൻ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിലാണ്. സമൂഹത്തിലെ ആളുകളുടെ താല്പര്യങ്ങൾക്കും അവരുടെ ഇഷ്ടത്തിനും അനുസരിച്ചുകൊണ്ട് മാത്രമേ ബിസിനസ് ഓർഗനൈസേഷൻ ഒരു സമൂഹത്തിൽ ദീർഘകാലം നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. സൊസൈറ്റി ഈസ് റെഫർ ടു കമ്മ്യൂണിറ്റി വിച്ച് ദ ബിസിനസ് ഇസ് എക്സിറ്റ്. ദ സൊസൈറ്റി ഓൾസോ എക്സ്പെക്ട് മെയിൻ ബെനിഫിറ്റ് ഫ്രം ദി ബിസിനസ് സച്ച് ആസ് എംപ്ലോയ്മെൻറ്റ്, എൻവയൺമെൻറ്റ് ഫ്രണ്ട്ലി ഓപ്പറേഷൻ, ഷെയർസ് എക്സെട്ര. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ നിലനിൽക്കുന്നത് ഏത് സമൂഹത്തിലാണോ ആ ചുറ്റുപാടിനെയാണ് സൊസൈറ്റി കൊണ്ട് അർത്ഥമാക്കുന്നത്. ബിസിനസ് നിലനിൽക്കുന്ന സമൂഹത്തിലെ ആളുകൾ ബിസിനസ് ഓർഗനൈസേഷനിൽ നിന്ന് വ്യത്യസ്തമായുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ സമൂഹത്തിലെ ആളുകൾ ധാരാളം തൊഴിലവസരങ്ങൾ, അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ മൂലധനം, ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുക, അതുകൂടാതെ തന്നെ ബിസിനസ്സുമായിട്ട് വലിയ രീതിയിലുള്ള വാണിജ്യ വ്യാപാര ബന്ധങ്ങൾ പടുത്തുയർത്തുക. ഈ തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും സൊസൈറ്റി ബിസിനസ് ഓർഗനൈസേഷനിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളാണ്. എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യമാണ് ഫെയർ യൂസ് ഓഫ് സോഷ്യൽ റിസോഴ്സസ്, അതായത് ന്യായമായ രീതിയിൽ സാമൂഹിക ഉറവിടങ്ങളെയും പ്രകൃതി വിഭവങ്ങളെയും ശരിയായ രീതിയിൽ ഫലപ്രദമായ രീതിയിൽ വിനിയോഗിക്കുക, അമിതമായി ചൂഷണം ചെയ്യാതിരിക്കുക. ജനറേറ്റ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദ മെമ്പേഴ്സ് ഓഫ് ദി സൊസൈറ്റി, ബിസിനസ് നിലനിൽക്കുന്ന സമൂഹത്തിലെ ആളുകൾക്ക് ധാരാളം തൊഴിലവസരങ്ങൾ പ്രദാനം ചെയ്യുക. തൽഫലമായിട്ട് ആ സമൂഹത്തിലെ ആളുകളുടെ ജീവിത നിലവാരം, ആളുകളുടെ പെർ ക്യാപിറ്റ ഇൻകം കൂടുന്നതായിരിക്കും. എൻഗേജ് എൻവയൺമെൻറ്റ് ഫ്രണ്ട്ലി ഓപ്പറേഷൻസ്, അതായത് ബിസിനസ് നിലനിൽക്കുന്ന സമൂഹത്തിലെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൗഹാർദ്ദപരമായിട്ടുള്ള ബിസിനസ് പ്രവർത്തനങ്ങൾ നടത്തുക. കീപ്പ് എൻവയൺമെൻറ്റ് ഹെൽത്തി ആൻഡ് ക്ലീൻ, അതായത് ബിസിനസ് നിലനിൽക്കുന്ന പരിസ്ഥിതി എന്ന് പറയുന്നത് വളരെയധികം ശുചിയായും വളരെയധികം ശുചിത്വമുള്ളതായും സൂക്ഷിക്കുക, ആരോഗ്യപരമായ രീതിയിൽ സൂക്ഷിക്കുക. കോൺട്രിബ്യൂട്ട് ദ വെൽഫെയർ ഓഫ് പ്രോഗ്രസ് ഓഫ് ദി സൊസൈറ്റി, അതായത് ബിസിനസ് നിലനിൽക്കുന്ന സമൂഹത്തിലെ ആളുകളുടെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടി ഗവൺമെൻറ്റിലേക്ക് സംഭാവനകളും അതുപോലെ തന്നെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുക. ഇത്രയുമാണ് ബിസിനസ് ഓർഗനൈസേഷൻ സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന മറ്റൊരു കാര്യമാണ് ആർഗ്യുമെൻറ്റ്സ് ഇൻ ഫേവർ ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സിൻ്റെ സാമൂഹിക ഉത്തരവാദിത്വം അനുകൂലിക്കുന്നവർ ബിസിനസ്സിൽ സാമൂഹിക ഉത്തരവാദിത്വം ഉണ്ടാകണം, അല്ലെങ്കിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കൊണ്ടുവരണമെന്ന് അനുകൂലിക്കുന്നവർ പറയുന്ന കാര്യങ്ങളാണ് തൊട്ട് താഴേക്ക് പറയുന്നത്. ആർഗ്യുമെൻറ്റ്സ് ഇൻ ഫേവർ ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, സമൂഹത്തോടുള്ള ബിസിനസ്സിൻ്റെ ഉത്തരവാദിത്വം എന്തൊക്കെയാണ്, അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ടാസ്ക് ബിസിനസ്സിൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്, ഈ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയുന്നത്. ബിസിനസ്സിൽ സാമൂഹിക ഉത്തരവാദിത്വം കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുന്ന ആളുകളുടെ പ്രധാനപ്പെട്ട അഭിപ്രായങ്ങൾ ഇങ്ങനെയാണ്. ദ ഇൻക്രീസ് റേറ്റ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ, എമർജൻസ് ഓഫ് ന്യൂ economic policies of globalization, liberalization, privatization, touch market conditions, cutthroat competition led to many unfair business practices and social problems. Therefore, business organizations have social responsibility to resolve these problems. അതായത് വർദ്ധിച്ചു വരുന്ന വ്യവസായവൽക്കരണവും അതുപോലെ തന്നെ പുതിയ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായിട്ട് കടന്നു വന്നിരിക്കുന്ന ആഗോളവൽക്കരണവും അതുപോലെ തന്നെ ഉദാരവൽക്കരണവും അതുപോലെ തന്നെ സ്വകാര്യവൽക്കരണവും ബിസിനസ്സുകൾക്കിടയിൽ അല്ലെങ്കിൽ വ്യാപാര വാണിജ്യ ലോകത്ത് കടുത്ത മത്സരങ്ങളും അതുപോലെ തന്നെ കടുത്ത മത്സരങ്ങളും തെറ്റായ രീതിയിലുള്ള അമിത ചൂഷണവും അതുപോലെ തന്നെ തെറ്റായിട്ടുള്ള ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളും കടന്നു വരുന്നതിന് കാരണമായി മാറി. തൽഫലമായിട്ട് ബിസിനസ് ഓർഗനൈസേഷനുകൾ നടത്തിയിട്ടുള്ള തെറ്റായിട്ടുള്ള പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ അമിത ചൂഷണവും നിയമവിധേയമല്ലാത്ത പ്രവർത്തനങ്ങളും നമ്മുടെ പാരിസ്ഥിതിയെയും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തെയും വളരെയധികം ദോഷകരമായിട്ട് ബാധിച്ചു. ഈ തരത്തിലുള്ള ദോഷകരമായി ബാധിച്ചേക്കുന്ന പ്രവർത്തനങ്ങളൊക്കെയും അവസാനിപ്പിക്കുവാനും ദോഷകരമായി ബാധിച്ചവയൊക്കെയും നികത്തിക്കൊണ്ട് ഇവയ്ക്കൊക്കെ നഷ്ടപരിഹാരം നൽകേണ്ടതും ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിന് ബിസിനസ് പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ഉണ്ടായ ദൂഷ്യവശങ്ങളും അതുപോലെ
അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതിക്ക് ഉണ്ടായേക്കുന്ന ദൂഷ്യവശങ്ങളും ശരിയായ രീതിയിൽ പരിഹരിക്കേണ്ടത് ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഉത്തരവാദിത്വം ആയതുകൊണ്ട് തന്നെ ബിസിനസ് ഓർഗനൈസേഷനിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒരു ഘടകം ആഡ് ചെയ്യുന്നത് നല്ലതെന്ന് മറ്റുള്ള വ്യക്തികൾ ഈ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അനുകൂലിക്കുന്ന ആളുകൾ അഭിപ്രായപ്പെടുന്നു. അതായത് വർദ്ധിച്ചു വരുന്ന ആഗോളവൽക്കരണവും അതുപോലെ തന്നെ വ്യവസായവൽക്കരണവും സ്വകാര്യവൽക്കരണവും ഉദാരവൽക്കരണവും ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട് പുതിയതായിട്ട് നടപ്പിലാക്കിയ സാമ്പത്തിക നയങ്ങളുമൊക്കെ എന്താണ് ബിസിനസ്സുകാർക്ക് കൂടുതൽ വ്യവസായങ്ങൾ ആരംഭിക്കുവാനുള്ള ഒരു പ്രവണതയുണ്ടാക്കി. തൽഫലമായിട്ട് കൂടുതൽ വ്യവസായങ്ങൾ ആരംഭിച്ചതോടുകൂടി അവ പ്രകൃതി വിഭവങ്ങളെയും സമൂഹത്തെയും വളരെയധികം ദോഷകരമായ രീതിയിൽ ബാധിക്കുന്ന തരത്തിലുള്ള ബിസിനസ് പ്രവർത്തനങ്ങൾ നടത്തുവാനും ബിസിനസ് ന്യായമല്ലാത്ത രീതിയിലുള്ള യുക്തിരഹിതമായ ബിസിനസ് പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. തൽഫലമായിട്ട് എന്താണ് നമ്മുടെ പരിസ്ഥിതിക്കും സമൂഹത്തിനും വളരെയധികം ദോഷകരമായിട്ടുള്ള കാര്യങ്ങളുണ്ടായി. ഇവ പരിഹരിക്കുവാനുള്ള ഉത്തരവാദിത്വം ആർക്ക് തന്നെയാണ്? ബിസിനസ് ഓർഗനൈസേഷന് തന്നെയാണ് എന്ന് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അനുകൂലിക്കുന്ന വ്യക്തികൾ വാദിക്കുന്നു. അതുകൊണ്ട് തന്നെ ബിസിനസ്സുകാർ തന്നെ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തുവാൻ വേണ്ടിയാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഘടകം ബിസിനസ്സിൽ ആഡ് ചെയ്യണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നത്. പിന്നെ മറ്റൊരു കാര്യമാണ് ഇറ്റ് ഈസ് ആൻ അഡ്വൈസബിൾ ഫോർ ബിസിനസ് ഓർഗനൈസേഷൻ ടു ഫോളോ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി സോ മിനിമൈസ് ദ ഗവൺമെൻറ് റെഗുലേഷൻസ് ആൻഡ് ഇൻ്റർഫിയറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് ഓർഗനൈസേഷനിലെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അഥവാ സാമൂഹിക ഉത്തരവാദിത്വം എന്ന് പറയുന്ന ഒരു ഘടകം ആഡ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. തൽഫലമായിട്ട് ബിസിനസ് ഓർഗനൈസേഷന് അവർ സമൂഹത്തിൽ ചെയ്യുന്ന വ്യത്യസ്തമായിട്ടുള്ള വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങളിൽ സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം അതുപോലെ തന്നെ സാമൂഹികപരമായിട്ടുള്ള മര്യാദകളും മാനദണ്ഡങ്ങളും പാലിക്കുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. തൽഫലമായിട്ട് ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണങ്ങളും ഗവൺമെൻറ് ഇടപെടലുകളും ബിസിനസ് ലോകത്ത് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കുന്നു. ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണങ്ങളും ഗവൺമെൻറ് ഇടപെടലുകളും ഗവൺമെൻറ്റിനെ ചുരുക്കിക്കൊണ്ട് മറ്റ് മേഖലയിൽ ഗവൺമെൻറ്റിന് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും ബിസിനസ് മേഖലകളിൽ ഉണ്ടാകുന്ന ഗവൺമെൻറ് ഇൻ്റർവെൻഷൻസ് കുറയ്ക്കുവാനും ഇതുവഴി ഒരു കാരണമായി മാറുന്നു എന്നാണ് പറയുന്നത്. മറ്റ് സാമൂഹിക ഉത്തരവാദിത്വം അല്ലെങ്കിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒരു ടാസ്ക് ബിസിനസ്സുകാരുടെ മേഖലയിൽ കൊണ്ടുവന്നില്ല എങ്കിൽ ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ ശരിയായ ദിശയിൽ നിയന്ത്രിക്കാൻ വേണ്ടി ഗവൺമെൻറ് കൂടുതൽ ഇടപെടലുകളും കൂടുതൽ അധിനിവേശവും നടത്തേണ്ടതായിട്ട് വരും. തൽഫലമായിട്ട് ഗവൺമെൻറ് വളരെയധികം സമയം സ്പെൻഡ് ചെയ്ത് വേണം ഓരോ ബിസിനസ് ഓർഗനൈസേഷൻ്റെയും പ്രവർത്തനങ്ങളെ പറ്റി വിലയിരുത്തുവാനും അവയെ നിയന്ത്രിച്ച് കൊണ്ടുവരുവാനും. അത് വളരെയധികം ഗവൺമെൻറ് ബുദ്ധിമുട്ടുള്ളൊരു ടാസ്ക് തന്നെയാണ്. ഇത് ഇല്ലാതാക്കുവാൻ ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കി ഗവൺമെൻറ് മറ്റ് മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് ബിസിനസ്സിൻ്റെ ഉള്ളിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ടാസ്ക് കൊണ്ടുവരുന്നത് വഴി എന്താണ് ഗവൺമെൻറ് ഇടപെടലുകൾ ചുരുക്കുവാനും ഗവൺമെൻറ് മറ്റ് മേഖലകളുടെ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സാധിക്കുന്നു. തൽഫലമായിട്ട് ബിസിനസ് ഓർഗനൈസേഷൻ അവരവരുടെ നിലനിൽപ്പിന് വേണ്ടി സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒബ്ലിഗേഷൻ വളരെ മനോഹരമായിട്ട് പൂർത്തീകരിക്കുകയും ചെയ്യും. പിന്നെ മറ്റൊരു കാര്യമാണ് ബിഗ് ഓർഗനൈസേഷൻ എംപ്ലോയ് ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി ആൻഡ് ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ therefore they have moral obligation to utilize large sum of resources to meet social needs. പല ബിസിനസ് ഓർഗനൈസേഷനുകളും വളരെയധികം തുക മുടക്കി ധാരാളം എംപ്ലോയി റിസോഴ്സിനെ ഫലപ്രദമായ രീതിയിൽ അവരുടെ ബിസിനസ് ഫേമിന് വേണ്ടി വിനിയോഗിക്കാറുണ്ട്. അത് ഈ സമൂഹത്തിൽ നിന്ന് തന്നെയാണ് ഈ വലിയൊരു എംപ്ലോയി വിഭവത്തെ ബിസിനസ്സുകാർ തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഫലപ്രദമായിട്ട് വിനിയോഗിക്കുന്നത്. സോ എംപ്ലോയി സമൂഹത്തോടുള്ള അവരുടെ പ്രതിബദ്ധത പൂർത്തീകരിക്കുവാൻ വേണ്ടി അവരിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒരു ടാസ്ക് കൊണ്ടുവരുന്നത് വളരെയധികം നല്ലതാണ്. കാരണം സമൂഹത്തിലെ വ്യത്യസ്തമായിട്ടുള്ള റിസോഴ്സുകളെ ഫലപ്രദമായ രീതിയിൽ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് ഏതൊരു ബിസിനസ് ഓർഗനൈസേഷനും അവർക്ക് വേണ്ട ലാഭവും അവരുടെ ബിസിനസ്സിൻ്റെ വ്യാപാര വാണിജ്യ വളർച്ചയ്ക്ക് വേണ്ടി ഇവരെ ഉപയോഗിക്കുന്നത്. തൽഫലമായിട്ട് എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകളുടെ ആവശ്യങ്ങളെയും അവരുടെ താല്പര്യങ്ങളെയും യഥാക്രമം പൂർത്തീകരിക്കുക എന്നത് ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഉത്തരവാദിത്തമാണ്. അവർക്ക് ന്യായമായ രീതിയിൽ വേതനം നൽകുക, അതുകൂടാതെ തന്നെ അവർക്ക് നല്ല രീതിയിൽ വർക്ക് കണ്ടീഷൻസ് കൊടുക്കുക, അവരുടെ അവകാശങ്ങളെയും താല്പര്യങ്ങളെയും സംരക്ഷിച്ച് നിർത്തുക. ഇതൊക്കെ ആ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഉത്തരവാദിത്തങ്ങളാണ്. ഇവ ശരിയായ രീതിയിൽ പൂർത്തീകരിക്കണമെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷനിലുള്ള സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒരു ടാസ്ക് കൊണ്ടുവരുന്നത് വളരെയധികം നല്ലതാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. ബിസിനസ് ഓർഗനൈസേഷൻ യൂട്ടിലൈസ് സ്കെയർ നാച്ചുറൽ റിസോഴ്സസ് ഓഫ് ദി സൊസൈറ്റി സോ ദേ ഹാവ് മോറൽ ഒബ്ലിഗേഷൻ ടു റീഇംബേഴ്സ് ദ സൊസൈറ്റി ഈക്വൽ എമൗണ്ട് സർവീസ് ആൻഡ് ബെനിഫിറ്റ്. അതായത് ബിസിനസ് ഓർഗനൈസേഷൻ അവരുടെ വ്യാപാര വാണിജ്യ പ്രവർത്തനങ്ങളുടെ നേട്ടങ്ങൾക്ക് വേണ്ടി ഫലപ്രദമായി വിനിയോഗിക്കുന്നത് സമൂഹത്തിലെ സ്കെയർ ആയിട്ടുള്ള റിസോഴ്സുകളെയാണ്. ഈ പ്രകൃതിദത്ത റിസോഴ്സുകളെ അവർ അമിതമായി ചൂഷണം ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഫലപ്രദമായി വിനിയോഗിച്ചുകൊണ്ടാണ് അവരുടെ ബിസിനസ് ഫേമിൻ്റെ നേട്ടങ്ങളും ആ ബിസിനസ് ഫേമിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളും ചെയ്യുന്നത്. സോ ഈ സമൂഹത്തിൽ നിന്നുമാണ് അവർ ഈ പ്രകൃതി റിസോഴ്സുകളെയും അതുപോലെ തന്നെ സ്കെയർ ആയിട്ടുള്ള റിസോഴ്സുകളെയും അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി ഫലപ്രദമായിട്ട് വിനിയോഗിക്കുന്നത്. ഈ സമൂഹത്തിൽ നിന്ന് എത്ര മൂല്യമുള്ള പ്രകൃതി റിസോഴ്സുകളെയാണോ അവരിങ്ങനെ അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്, അതിന് തുല്യമായിട്ടുള്ള സേവനങ്ങളും തുല്യമായിട്ടുള്ള പ്രത്യുപകാരവും സമൂഹത്തിന് ചെയ്തു കൊടുക്കാൻ ആ ബിസിനസ് ഓർഗനൈസേഷനിലുള്ളവർ ബാധ്യതയുള്ളവരാണ്. തൽഫലമായിട്ടാണ് ബിസിനസ് ഓർഗനൈസേഷൻ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒരു ടാസ്ക് കൊണ്ടുവരണമെന്ന്
സാധിക്കുമെന്ന് ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അനുകൂലിക്കുന്നവർ പറയുന്നത്. കാരണം സമൂഹത്തിൽ നിന്നാണ് ബിസിനസ് ഓർഗനൈസേഷൻ വളരാൻ വേണ്ടിയുള്ള എല്ലാ പ്രകൃതി റിസോഴ്സുകളെയും കണ്ടെത്തുന്നതും അവയെ ഫലപ്രദമായ രീതിയിൽ ബിസിനസ്സുകാർ ഉപയോഗിക്കുന്നതും അവരുടെ വളർച്ചയുടെ ഭാഗമായിട്ട് അത് മാറ്റുന്നതും. തൽഫലമായിട്ട് എന്താണ്, അവർ ഈ സമൂഹത്തിൽ നിന്ന് എടുക്കുന്ന ഈ റിസോഴ്സുകൾക്ക് തുല്യമായ മൂല്യമുള്ള സേവനങ്ങളും സർവീസുകളും സമൂഹത്തിന് തിരിച്ചു കൊടുക്കാൻ അവർ ബാധ്യതയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ആ ബിസിനസ്സിലെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ടുവരുന്നത് വളരെയധികം നല്ലതാണ്. പിന്നെ മറ്റൊരു കാര്യമാണ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഈസ് ആൻ എസെൻഷ്യൽ ഫോർ ലോങ് ടൈം സർവൈവൽ ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ബിക്കോസ് പീപ്പിൾ വിൽ ഡിസ്കാർഡ് ഓർഗനൈസേഷൻ വിച്ച് ആർ ഫംഗ്ഷൻ എഗൻസ്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദി സൊസൈറ്റി. അതായത് സമൂഹത്തിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷന് ദീർഘകാലം നിലനിൽക്കണമെങ്കിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ സാമൂഹിക ഉത്തരവാദിത്വം എന്ന് പറയുന്ന ഒരു ടാസ്ക് ബിസിനസ്സിൽ ഉള്ളത് നല്ലത് തന്നെയാണ്. കാരണം സമൂഹത്തിലെ ആളുകളുടെ താല്പര്യങ്ങൾക്ക് എഗനസ്റ്റായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ബിസിനസ് ഓർഗനൈസേഷന് സമൂഹത്തിൽ ദീർഘകാലം നിലനിൽക്കാൻ സാധിക്കുകയില്ല. സോ സമൂഹത്തിലെ ആളുകളുടെ താല്പര്യങ്ങളെയും അവകാശങ്ങളെയും സംരക്ഷിക്കുവാനും സമൂഹത്തിലെ ആളുകളോടുള്ള ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഉത്തരവാദിത്തങ്ങളെയും പൂർത്തീകരിക്കുവാനും ബിസിനസ് ഓർഗനൈസേഷൻ സാധിച്ചിട്ടുണ്ടാകണം. ഇതുകൂടാതെ തന്നെ ബിസിനസ് ഏത് സമൂഹത്തിലാണോ നിലനിൽക്കുന്നത് ആ സമൂഹത്തിലെ ആളുകളുടെ താല്പര്യങ്ങളും ആഗ്രഹങ്ങളും അവരുടെ ആവശ്യകതകളും മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു ബിസിനസ് ഓർഗനൈസേഷന് മാത്രമേ ദീർഘകാലത്തേക്ക് ആ വ്യാപാര വാണിജ്യ ലോകത്ത് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒരു ടാസ്ക് ബിസിനസ് ഓർഗനൈസേഷൻ കൊണ്ടുവരുന്നത് വളരെയധികം നല്ലതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഈസ് നെസസറി ടു അറ്റൈൻ യൂണിക് ഇമേജ് ഫോർ ദി ബിസിനസ് social responsibility is necessary to attain unique image for the firm in the industry. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ് ഫേമിന് വ്യാപാര വാണിജ്യ ലോകത്ത് തങ്ങളുടേതായിട്ടുള്ളൊരു പ്രതിച്ഛായയും ഒരു കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ തങ്ങളുടെ ബിസിനസ് ഫേമിന് ഒരു ബ്രാൻഡ് ഇമേജും വളർത്തിയെടുക്കാൻ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ബിസിനസ് ഫേമിനെ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്താണ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം ബിസിനസ് ഫേമിൽ കൊണ്ടുവരുന്നത് നല്ലതാണ്. ബിസിനസ് ഏറ്റവും കൂടുതൽ മികവാർന്ന രീതിയിൽ സാമൂഹിക ഉത്തരവാദിത്തം പൂർത്തിയാക്കുന്ന ബിസിനസ് ഫേമുകൾക്ക് വാണിജ്യ വ്യാപാര ലോകത്ത് കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ നല്ലൊരു പ്രതിച്ഛായ വളർത്തിയെടുക്കാനും തങ്ങളുടേതായിട്ടുള്ള ഒരു ബ്രാൻഡ് ഇമേജ് സ്ഥാപിച്ചെടുക്കാനും സാധിക്കുന്നു. ഇത് ബിസിനസ് ഓർഗനൈസേഷൻ്റെ ദീർഘകാല നിലനിൽപ്പിനെ സഹായിക്കുന്ന ഒന്നാണ്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇൻക്രീസ് ദ സെയിൽസ് ആൻഡ് കസ്റ്റമർ ബേസ് ഓഫ് എ ഫേം. പീപ്പിൾ ഓൾവേസ് ലൈക്ക് ഡീൽസ് വിത്ത് ദ ഓർഗനൈസേഷൻ വിച്ച് ലോയൽ ഓഫ് ദി സൊസൈറ്റി. അതായത് സമൂഹത്തിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ശരിയായ രീതിയിൽ അല്ലെങ്കിൽ സാമൂഹിക ഉത്തരവാദിത്വം ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുന്ന ഒരു ബിസിനസ് ഓർഗനൈസേഷന് സമൂഹത്തിൻ്റെ ഇടയിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്കും തങ്ങളുടെ ബിസിനസ് പ്രവർത്തനങ്ങൾക്കും കൂടുതൽ മൂല്യവും ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വിൽപ്പനാ മൂല്യവും ലഭിക്കുന്നു. സാമൂഹിക ഉത്തരവാദിത്വം ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുന്ന ഒരു ബിസിനസ് ഓർഗനൈസേഷന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സമൂഹത്തിൽ ദീർഘകാല നിലനിൽപ്പ് ഉണ്ടാവുകയുള്ളൂ. ശരിയായ രീതിയിൽ സാമൂഹിക പ്രവർത്തനം നടത്തുന്ന ബിസിനസ് ഓർഗനൈസേഷന് ജനങ്ങൾക്കിടയിൽ നല്ലൊരു വിശ്വസ്തത ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു. തൽഫലമായിട്ട് കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ സാമൂഹിക ഉത്തരവാദിത്വം സത്യസന്ധമായിട്ട് പൂർത്തീകരിക്കുന്ന ബിസിനസ് ഓർഗനൈസേഷൻ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളോടും അതുപോലെ തന്നെ അവരുടെ ബിസിനസ് പ്രവർത്തനങ്ങളോടും വളരെയധികം വിശ്വസ്തത ജനിക്കുന്നത് കാരണമായി മാറുന്നു. തൽഫലമായിട്ട് കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ ആ തരത്തിലുള്ള ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഉൽപ്പന്നങ്ങളുടെ വിപണനം പോലും കൂടുവാനും കൂടുതൽ കസ്റ്റമേഴ്സിനെ നിലനിർത്തിക്കൊണ്ട് പോകുവാനും ആ തരത്തിലുള്ള ബിസിനസ് ഓർഗനൈസേഷൻ സാധിക്കുകയും ചെയ്യുന്നു. ഇത്രയുമാണ് പ്രധാനമായിട്ടും സാമൂഹിക ഉത്തരവാദിത്വം അനുകൂലിക്കുന്നവർ പറയുന്നത്. ഒന്നാമത്തെ കാര്യമാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന മറ്റൊരു കാര്യമാണ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ബിസിനസ്സിൽ നടപ്പിലാക്കുന്നതിൽ എതിർക്കുന്ന ആളുകൾ പറയുന്ന അവകാശവാദങ്ങൾ എന്തൊക്കെയെന്നാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യമാണ്, മോറൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂസ് ആർ റിലവൻറ്റ് ഇൻ ബിസിനസ്. ദ സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ് ഇസ് പ്രോഫിറ്റ് മേക്കിംഗ്. അതായത് സാമൂഹികവും ധാർമ്മികപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയുന്നത് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമുള്ള കാര്യമല്ല. കാരണം ബിസിനസ്സിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാഭം നേടുക എന്ന് പറയുന്ന ലക്ഷ്യമാണ് ഉള്ളത്. അതുകൊണ്ട് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒന്നും ബിസിനസ്സിൽ നടപ്പിലാക്കേണ്ടതെന്നാണ് പറഞ്ഞു വരുന്നത്. ഓർഗനൈസേഷൻ ഫോക്കസ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് കനോട്ട് ഫേസ് മാർക്കറ്റ് കോമ്പറ്റേറ്റേഴ്സ് ടു അറ്റൈൻ ഫിനാൻഷ്യൽ പ്രോഗ്രസ്. അതായത് മറ്റൊരു പോയിൻ്റാണ് പറയുന്നത്, ബിസിനസ് ഫേം ധാർമ്മിക മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ബിസിനസ് ഫേമിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, കോമ്പറ്റേറ്റേഴ്സുമായിട്ട് മത്സരിച്ച് മത്സര നേട്ടം കൈവരിക്കാൻ സാധിക്കുകയില്ല. ലാഭം നേടുവാനും അതുപോലെ തന്നെ പണപരമായിട്ടുള്ള ഉയർച്ചയും ഉണ്ടാവുകയില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ദേ മേ ഫോഴ്സ്ഡ് ടു അഡോപ്റ്റ് സ്ട്രാറ്റജീസ് വിച്ച് ആർ എഗൻസ്റ്റ് സോഷ്യൽ ഇൻട്രസ്റ്റ്, ബീറ്റ് കോമ്പറ്റേറ്റേഴ്സ് ആൻഡ് മാക്സിമം പ്രോഫിറ്റ്. അവർ തിരഞ്ഞെടുക്കേണ്ട മാർഗ്ഗമെന്ന് പറയുന്നത് പ്രധാനമായിട്ടും കോമ്പറ്റേറ്റേഴ്സുമായിട്ട് മത്സരിച്ച് നിൽക്കാൻ വേണ്ടിയുള്ള ഒരു സ്ട്രാറ്റജിയും തന്ത്രങ്ങളുമാണ് അവർ ബിസിനസ്സിൽ അവലംബിക്കേണ്ടത്. അങ്ങനെ കോമ്പറ്റേറ്റേഴ്സുമായിട്ട് മത്സരിച്ച് മത്സര നേട്ടം കൈവരിക്കുകയും ധാരാളം ലാഭം ഉണ്ടാക്കുകയും എന്നതാണ് ബിസിനസ് ഓർഗനൈസേഷൻ്റെ ലക്ഷ്യം. സോ അങ്ങനെയുള്ള ബിസിനസ് ഓർഗനൈസേഷനിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ആവശ്യമില്ല. ഇനി മറ്റൊരു കാര്യമാണ്, ബിസിനസ് ഓർഗനൈസേഷൻ ആർ ഇൻകേപ്പബിൾ ആൻഡ് ആർ നോട്ട് വെൽ ഇക്വിപ്ഡ് അഡ്രസ്ഡ് സോഷ്യൽ നീഡ്സ്. മറ്റൊരു പോയിന്റ് പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിസിനസ് ഓർഗനൈസേഷനുകൾ വേണ്ടത്ര പ്രാപ്തരല്ല സമൂഹത്തിലെ
ആളുകളുടെ ആവശ്യങ്ങൾ പരിഹരിക്കുവാൻ അവർക്ക് കേവലം എന്തിന് മാത്രമേ പ്രാപ്തിയുള്ളൂ? ദേ ആർ ഓൺലി പ്രിപ്പയർഡ് ടു ഡു എക്കണോമിക് ആക്ടിവിറ്റീസ് ഓഫ് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ആൻഡ് earn money therefrom. അതായത് സമൂഹത്തിലെ ആളുകൾക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയുള്ള സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുക, അതുവഴി ലാഭം നേടുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി മാത്രം പ്രയത്നിക്കുന്ന ബിസിനസ് ഓർഗനൈസേഷനാണ് വിപണിയിൽ കൂടുതൽ. അവർക്ക് സമൂഹത്തിലെ ആളുകളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ വേണ്ടി ഉള്ള സമ്പന്നരല്ല ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു വരുന്നത്. അപ്പോൾ നമുക്കറിയാം, സമൂഹത്തിലെ വലിയ വലിയ ബിസിനസ്സുകാരാണ് സമൂഹത്തിലെ ചാരിറ്റി, ഡൊണേഷൻ മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എല്ലാ ബിസിനസ്സുകാർക്കും ഈ തരത്തിലുള്ള സമൂഹത്തിലെ ആളുകളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കാൻ സാധിക്കില്ല. അവർക്ക് സമൂഹത്തിലെ ആളുകളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സാധനങ്ങൾ, സേവനങ്ങൾ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുവാനും അതുപോലെ തന്നെ അവരിൽ നിന്ന് പണം കളക്ട് ചെയ്ത് വ്യാപാര പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകാനും മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ബിസിനസ് പേയ്മെൻറ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ടാസ്ക് ബിസിനസ്സിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രയോജനമില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി മറ്റൊരു കാര്യമാണ്, സൊസൈറ്റി is not the stakeholders of a business, and spending money for addressing the needs of society is an unwarranted expense. It is a waste of money and time and energy. അതായത് സമൂഹം എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ ഒരു പങ്കാളിയല്ല. അതുകൊണ്ട് തന്നെ എന്താണ്, സമൂഹത്തിലെ ബിസിനസ്സിൻ്റെ ലാഭം ഉണ്ടാക്കുവാനോ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ബിസിനസ്സിൻ്റെ മൂലധനം പ്രൊവൈഡ് ചെയ്യുന്നതിനോ സമൂഹം ഒരു പങ്കാളിയല്ല എന്നാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എഗൻസ്റ്റ് ചെയ്യുന്ന ആളുകൾ വാദിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാമൂഹികപരമായിട്ടുള്ള ക്ഷേമങ്ങൾക്കും സാമൂഹികപരമായിട്ടുള്ള സേവനങ്ങൾക്കും വേണ്ടി ബിസിനസ്സുകാരെ പണം വെറുതെ ചിലവഴിക്കുന്നത് സമയനഷ്ടത്തിനും പണനഷ്ടത്തിനും അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ എനർജി നഷ്ടത്തിനും കാരണമായി മാറുകയുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. പിന്നെ മറ്റൊരു കാര്യമാണ്, സോഷ്യൽ വെൽഫെയർ ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദി ഗവൺമെൻറ് ബിക്കോസ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ഇറ്റ്. അതായത് സാമൂഹ്യക്ഷേമം എന്ന് പറയുന്നത് ഉറപ്പുവരുത്തേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണ്, അല്ലാണ്ട് ബിസിനസ്സിൻ്റെ ചുമതലയല്ല. അവരത് ചെയ്യാത്തത് കൊണ്ടാണ് സാമൂഹ്യക്ഷേമത്തിന് ബിസിനസ്സുകാരെ ആശ്രയിക്കേണ്ടി വരുന്നത് എന്നാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എഗൻസ്റ്റ് ചെയ്യുന്ന ആളുകൾ പറയുന്നത്. ഇത്രയുമാണ് പ്രധാനമായിട്ടും സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്ലാസ്. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് ചോദിക്കുക. ഓക്കെ, താങ്ക് യു.